Good afternoon, one and all present here. So once again, welcoming all technology partners, staffs, agency partners, and business associates of Greenwelt International. Welcome to the another training section of Greenwelt International regarding Mission 100 project. സോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് 2 month ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു മിഷന്റെ പിന്നാലെയാണ്. സോ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രെയിനിങ് സെക്ഷനും അതുപോലെ മിഷൻ 100 ഉള്ള ആ ഒരു പ്രോജക്റ്റ് നമ്മൾ എന്താണ് എയിം ചെയ്യുന്നതെന്നുള്ളതും അതുപോലെ ആ മിഷൻ 100ന്റെ പ്രോജക്റ്റിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നിങ്ങളുടെ ഓരോ ടീമും നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വിസ കൊണ്ടുവരേണ്ട പ്രൊഡക്ട്സ് ഏതാണെന്നുള്ളതും അതുപോലെ എങ്ങനെയാണ് ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ആ ഒരു ലീഡ്സും അതുപോലെ തന്നെ ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ വിസയിലോട്ട് റീച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് ട്രെയിനിങ് സെക്ഷൻ നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു 2 weeks ആയിട്ട് എല്ലാ പാർട്ട്നേഴ്സിനും കിട്ടിയിട്ടുണ്ട്. സോ അതിന്റെ ഇനിയുള്ള ഡേയ്സിൽ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് ആണ് നമുക്ക് വേണ്ടത്. സോ ആ ഒരു റിസൾട്ട് എങ്ങനെ അച്ചീവ് ചെയ്യാം, നിങ്ങളുടെ ഓരോ സ്റ്റാഫ്സിനും അതുപോലെ ഓണേഴ്സിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇന്നും ആസ് യൂഷ്വൽ നമ്മൾ ഇന്നത്തെ ഒരു ട്രെയിനിങ് സെക്ഷൻ നമുക്കറിയാം നമ്മുടെ ട്രെയിനിങ് സെക്ഷൻ എടുക്കുന്നത് നൺ അതർ ദാൻ ഡയറക്ടർ ആൻഡ് ചെയർമാൻ ഡോക്ടർ വിനോദ് സാർ ആണ്. സോ വിനോദ് സാറിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന് മാക്സിമം നിങ്ങൾ ഗ്രാബ് ചെയ്യുക. സാർ ഇന്ന് എടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നിങ്ങളുടെ ഒരു മിഷൻ 100ൽ നിങ്ങളെ സക്സസിലോട്ട് റീച്ച് ചെയ്യാൻ സാധിക്കുന്ന സെയിൽസിൽ എങ്ങനെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവാം, അതുപോലെ എങ്ങനെ ഒരു സ്റ്റുഡന്റിനെ കൗൺസിൽ ചെയ്യാം, അങ്ങനെയുള്ള നിങ്ങൾ ഇപ്പോഴും പല ഫ്രാഞ്ചൈസീസും സ്റ്റക്കായി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പല പാർട്ട്നേഴ്സും സ്റ്റക്കായി നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. സോ ആ ഒരു പോയിന്റിനെ പറ്റിയിട്ടാണ് സാർ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ട്രെയിനിങ് സെക്ഷൻ എടുക്കുന്നത്. ബിഫോർ ദാറ്റ് എനിക്ക് പല ഫ്രാഞ്ചൈസ് നമ്മുടെ പാർട്ട്നേഴ്സിനെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. വെറുതെ മാത്രമല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രെയിനിങ് മിഷൻ 100 എന്ന് പറഞ്ഞ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പല പാർട്ട്നേഴ്സിനും അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫ്സിനും ഒക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ്സ് നമുക്ക് വളരെ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് അവരുടെ രജിസ്ട്രേഷൻസിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ആയ ഒരു ഫയൽ വിസയിലോട്ട് റീച്ച് ചെയ്യുന്നതിലുള്ള അവരുടെ ഒരു പിച്ചിങ്ങിലാണെങ്കിലും വളരെ ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു അഗ്രസീവ്നെസ് നമുക്ക് വിസിബിൾ ആണ്. സോ ഈ ഒരു ഈ ഒരു അഗ്രസീവ്നെസ് ആണ് നമ്മൾ പല ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സിനും സ്റ്റാഫീസിനും എല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇപ്പം ഒരുപാട് ഫ്രാഞ്ചൈസീസ് നമുക്ക് ആ ഒരു അവരുടെ ഒരു ടാലന്റ് ഓൾറെഡി അവര് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ഒരു ഇന്നത്തെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ബാക്കിയുള്ള നമ്മുടെ പാർട്ട്നേഴ്സിനെയും ആ ഒരു ലെവലിലോട്ട് റീച്ച് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ട്രെയിനിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സും അതുപോലെ കോഴ്സ് ഫണ്ടിങ് നമ്മൾ ഒരുപാട് തവണ നിങ്ങൾക്ക് ട്രെയിനിങ്ങും സെക്ഷൻസും ഒക്കെ തന്നിട്ടുള്ളതാണ്. എങ്കിലും നിങ്ങൾക്ക് ഇനിയുള്ള ഒരു മിഷൻ 100 പ്രോജക്റ്റിലോട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇന്ന് കോഴ്സ് ഫൈൻഡിങ്ങിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെക്ഷനാണ് നമുക്ക് ഇപ്പോൾ അറേഞ്ച് ചെയ്ത് തരുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദ കോഴ്സ് ഫൈൻഡിങ് സെക്ഷൻ നിങ്ങൾക്ക് അത് ചോദിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാഫ്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സിസ്റ്റം ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. നിങ്ങൾ എങ്ങനെയാണ് കോഴ്സ് ഫൈൻഡ് സാധാരണ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ പോകുന്ന സ്റ്റെപ്പിനനുസരിച്ച് നിങ്ങൾ അവിടെ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മീൻ ടൈം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഓഡിബിൾ ആണോ? ഓക്കെയാണ് മാഡം. ഓക്കെ, നമുക്ക് സ്ക്രീനിലും വിസിബിൾ ആണല്ലേ എല്ലാവർക്കും? ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്ലോബൽ കോഴ്സ് ഫൈൻഡർ. നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിനും അതർ ദാൻ യൂറോപ്പ് ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിനും നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ സോഫ്റ്റ്വെയർ ആണ്. സോ ഇതിലൂടെയാണ് നമ്മൾ കൂടുതലും കോഴ്സ് ഫൈൻഡേഴ്സും കാര്യങ്ങളും, അതായത് കോമൺ ആയിട്ടുള്ള ഡിപ്ലോമ പ്രോഗ്രാംസ്, UG PG അങ്ങനെ എല്ലാ പ്രോഗ്രാംസിന്റെയും ഒരു ബേസിക് കോഴ്സ് ഫൈൻഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ഫൈൻഡർ ആണിത്. നിങ്ങൾക്കാണെങ്കിലും അവിടെ വളരെ ഈസി ആയിട്ട് എന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് നമുക്ക് സ്റ്റുഡൻസിന് കൊടുക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് ഫൈൻഡർ ആണ്. അപ്പം നമുക്കതിൽ എങ്ങനെയാണ് നമ്മളൊരു കോഴ്സ് ഫൈൻഡ് ചെയ്ത് നമുക്ക് വരുന്ന ഒരു എൻക്വയറി ഒരു സ്റ്റുഡന്റ് റീച്ച് ആകുമ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ പറയുന്നതിനൊപ്പം നിങ്ങളും അവിടെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇത് സെയിം നമ്മൾ പറയുന്ന സ്റ്റെപ്പ് 1 by 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും എങ്ങനെയാണ് ആ ഒരു കോഴ്സ് ഫൈൻഡിന്റെ സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും.
സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കൺട്രി സെലക്ട് ചെയ്യാം. ഏത് കൺട്രിയിലോട്ടാണ് നമുക്കിപ്പം സ്റ്റുഡൻസ് മേ ബി നമുക്ക് വൺ ഓർ ടു കൺട്രീസ് ഇൻട്രസ്റ്റ് പറയായിരിക്കും. എങ്കിലും നമ്മൾ അറ്റ് ദ ടൈം ഒരു കൺട്രി ചൂസ് ചെയ്യുന്നതാണ് നമുക്ക് ബെറ്റർ. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഓസ്ട്രേലിയ, ഒരു സ്റ്റുഡൻറ് ഓസ്ട്രേലിയ ആണ് ചൂസ് ചെയ്യുന്നത്. മെയിൻലി നമ്മൾ ഈ ഒരു കോഴ്സ് സെൻറ്റർ കൂടുതൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ ഇപ്പോൾ പറയുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓസ്ട്രേലിയ സെലക്ട് ചെയ്തു. ഓസ്ട്രേലിയ സെലക്ട് നമ്മൾ ആ കൺട്രിയുടെ ലിസ്റ്റിൽ നമ്മൾ ഓസ്ട്രേലിയ സെലക്ട് ചെയ്യുന്നു. അതിന്റെ തൊട്ട് താഴെ സ്റ്റഡി ഏരിയ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് അവിടെ പ്രോഗ്രാം ഏതാണെന്ന് സെലക്ട് ചെയ്യാം. ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു ഡൗട്ട് വരുന്ന കാര്യമാണ്. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് എഞ്ചിനീയറിംഗിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചോദിച്ചു. അപ്പൊ നിങ്ങൾ ഇവിടെ എടുത്തിട്ട് ചിലപ്പം AI എന്ത് ചെയ്യുന്നു നിങ്ങൾ കിടന്ന് തപ്പും. പക്ഷെ അത് അങ്ങനെയല്ല. ഈ സ്റ്റഡി ഏരിയയിൽ നമ്മുടെ ആ സ്റ്റുഡന്റ് മെയിൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഏതാണ്? അതായത് ഇപ്പം AI ആണ് ഒരു സ്റ്റുഡന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റുഡന്റ് എഞ്ചിനീയറിംഗ് ആയിരിക്കും ആ സ്റ്റുഡന്റിന്റെ മെയിൻ സ്ട്രീം. അപ്പൊ നമ്മൾ ഈ സ്റ്റഡി ഏരിയയിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം അത് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഡിസിപ്ലിൻ ഏരിയ. ഈ ഡിസിപ്ലിൻ ഏരിയയിലാണ് സ്റ്റുഡന്റിന്റെ പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഏതാണോ ആ ഒരു പ്രോഗ്രാം നമ്മൾ കൊടുക്കേണ്ടത്. സോ ഇവിടെ ആദ്യം തന്നെ നമുക്ക് കാണാം AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ആ ഒരു പ്രോഗ്രാം നമുക്ക് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്തു. ഇതിപ്പോ നമ്മളൊരു എക്സാമ്പിൾ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡന്റിന്റെ പ്രോഗ്രാം ഏതാണോ അതനുസരിച്ച് നമുക്ക് പ്രോഗ്രാംസ് ചെക്ക് ചെയ്യാം. എഞ്ചിനീയറിംഗിൽ AI അല്ല, ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ അങ്ങനെ ഏത് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം. ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ ഏതാന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. സിവിൽ അങ്ങനെ ഏതെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ സ്റ്റുഡന്റ് ഇപ്പൊ നമുക്കറിയാം UG ഓർ PG നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ നമ്മൾ അത് കൊടുത്തോളൂ. ഇപ്പൊ PG ആണ് സ്റ്റുഡന്റ് മീൻ ചെയ്യുന്നത്, മാസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ PG കൊടുത്തോളൂ. സൈഡിൽ PG ടിക്ക് ചെയ്തു. നമ്മൾ സെർച്ച് ബാറിന്റെ അവിടെ നമ്മൾ സെർച്ച് കൊടുക്കുന്നു. ഈ ഇയർ ഒന്ന് മാറ്റി കൊടുത്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. കാരണം 2026 ഓസ്ട്രേലിയ ഇൻഡെക്സ് എല്ലാം കഴിഞ്ഞതുകൊണ്ടായിരിക്കും. 27 ഒന്ന് കൊടുത്തു നോക്കാം. ഇനി ഒന്ന് സെർച്ച് കൊടുത്തു നോക്കൂ. ഇൻടേക്കിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടോ? ടിക്ക് അല്ലേ കൊടുത്തിരിക്കുന്നത്? ഇനി ഒന്ന് സെർച്ച് ചെയ്തോ. നമുക്കിത് നമ്മൾ ഇതിലെന്തെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യാണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അവര് ഒരു ഡിസ്ക്ലൈമർ നോട്ടായിട്ട് പറയുന്നതാണ്. അപ്പൊ അതെന്താന്ന് നമ്മൾ റീഡ് ചെയ്ത് നോക്കിയിട്ട്, നിങ്ങളാണെങ്കിലും ഇപ്പൊ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്ക്ലൈമർ അത് റീഡ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, മനസ്സിലാക്കുക. എന്നിട്ട് അത് നമ്മളത് ക്ലിയർ ചെയ്താൽ മതി. നമ്മൾ സാധാരണ നമ്മളിപ്പം ഒരു ഓൺലൈനിൽ കയറി നമ്മളൊരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടിക്ക് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആൻസർ ചെയ്തിട്ട് ഇപ്പൊ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു ആൻസർ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ക്ലൈമർ വരും. അപ്പൊ ആ ഡിസ്ക്ലൈമർ റീഡ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പോവാം. സോ നമുക്കിപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത പോലെ പ്രോഗ്രാംസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ലൈക്ക് യൂണിവേഴ്സിറ്റി ഏതാണ്, അതുപോലെ എത്ര മന്ത് ആണ് പ്രോഗ്രാം വരുന്നത്, പ്രോഗ്രാമിന്റെ ഒരു ഡ്യൂറേഷൻ, അതുപോലെ ഇൻഡെക്സ് ഫെബ് ജൂലൈ. അത് ഞാനിപ്പോ പറഞ്ഞ മനസ്സിലായി. നമുക്ക് ഫെബും ജൂലൈയും ആണ് മെയിൻ ആയിട്ട് ഓസ്ട്രേലിയയുടെ ഇൻഡെക്സ് വരുന്നത്. അപ്പം മിക്ക ഓസ്ട്രേലിയൻ ഇപ്പൊ ജൂലൈ ഏതെങ്കിലും ഒരു ഫ്യൂ യൂണിവേഴ്സിറ്റീസ് ഒക്കെ കാണുമായിരിക്കാം ചിലപ്പോൾ. പക്ഷെ ഫെബ് എല്ലാം തന്നെ ക്ലോസ്ഡ് ആയി ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ കൺട്രിയുടെ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആദ്യം ആ ഒരു 2026 ഇയർ കൊടുത്തപ്പോൾ അധികം പ്രോഗ്രാംസ് കിട്ടാഞ്ഞത്. സോ ഞാൻ സൂര്യയോട് ആ ഒരു ഇയർ മാറ്റി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് കൂടുതൽ പ്രോഗ്രാംസ് നമുക്ക് കിട്ടും. കാരണം ഓസ്ട്രേലിയക്ക് മെയിൻ ആയിട്ട് വരുന്ന ഇന്ത്യക്ക് ഫെബും ജൂലൈ ആണ്. മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ആ ഒരു ആപ്ലിക്കേഷൻ ടൈം ഇപ്പോൾ ഡെഡ് ലൈൻ ആയി കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമുക്ക് 2026 അധികം പ്രോഗ്രാംസ് കിട്ടാതെ പോയത്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള കേസസ് ഇപ്പൊ സ്പെഷ്യൽ കേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ HO ആയിട്ട് കണക്ട് ചെയ്യാം. നമുക്ക് 26 തന്നെ അവൈലബിൾ ആയിട്ടുള്ള ജൂലൈ ഫെബ് ഓപ്പൺ ആയിട്ടുള്ളതൊക്കെ നമ്മൾ അല്ലാതെ തരും. നമുക്ക് പോർട്ടലിൽ അത് പെട്ടെന്ന് വിസിബിൾ ആയിരിക്കണമെന്നില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതില് ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു നെയിമിൽ ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫർദർ ഡീറ്റെയിൽസ് ഇട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യും പ്രോഗ്രാമിന്റെ ഇതിൽ.
സോ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി ഏതാണോ അതിന്റെ പോർട്ടൽ ഡീറ്റെയിൽസും അതുപോലെ ക്യൂഎസ് വേൾഡ് റാങ്കിങ് എത്രയാണ്, അതുപോലെ ഏഷ്യ റാങ്കിങ് എത്രയാണ്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ വരും. ആപ്ലിക്കേഷൻ ഫീ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അതായത് ഒരു ട്യൂഷൻ ഫീയുടെ കൂടെ തന്നെ നമ്മൾ ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. അപ്പൊ അത് അതിന്റെ ലാംഗ്വേജ് എൻട്രി റിക്വയർമെന്റ്സ്, ഏതൊക്കെയാണ്, IELTS ആണോ PT ആണോ, അതിന്റെ ടെസ്റ്റ് കാര്യങ്ങൾ, ക്യാമ്പസ് ഏതാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വരും. അപ്പൊ ഇത് നമുക്ക് ആ സ്റ്റുഡന്റിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രോഗ്രാം തന്നെയാണ് സ്റ്റുഡന്റ് സ്പെസിഫൈ ചെയ്ത് ചോദിക്കുന്നെങ്കിൽ നമുക്കിത് സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ എടുത്ത് നമുക്ക് കൊടുക്കാം. അതല്ലാണ്ട് തന്നെ ഇപ്പൊ നമുക്കൊരു നമ്പർ ഓഫ് പ്രോഗ്രാംസ് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫുള്ള് ടോട്ടൽ നമുക്ക് എക്സൽ ആക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഞാൻ അതോടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ട്രെയിനിങ് ഞാൻ ഒരുപാട് ലോങ് ആക്കുന്നില്ല കോഴ്സ് ഫണ്ടിങ്, കാരണം ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മെയിൻ സെക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു എക്സൽ ആക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സൂര്യ, ഓക്കെ, അവിടെ സെലക്ട് ചെയ്തോളൂ. ഈ സൈഡിൽ നമ്മൾ ഇപ്പം മൗസ് പോയിന്റർ നിങ്ങൾക്ക് വിസിബിൾ ആണല്ലോ അല്ലെ, അത് ടിക്ക് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് പ്രോഗ്രാംസ് നമുക്ക് എക്സൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാംസ് എല്ലാം എക്സൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വരും. നിങ്ങൾക്ക് ഇനി ഇതല്ലാണ്ട് നമുക്കിപ്പോൾ ഫീസ് അനുസരിച്ച് ഇപ്പം ഒരു സ്റ്റുഡന്റ് നമ്മൾ കൊടുത്ത പ്രോഗ്രാംസിലെ എല്ലാ ഫീസ് ഹൈ ആണെന്നൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ തന്നെ ചെക്ക് ചെയ്താൽ ഫീസിന്റെ അനുസരിച്ച്, അതുപോലെ ലാംഗ്വേജ് ആൻഡ് റിക്വയർമെന്റ്സ് ഒക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ ഒരു ഏരിയ ഒക്കെ അനുസരിച്ച് നമുക്കത് ഫിൽട്ടറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഈ സൈഡിലുണ്ട്. ഞാനത് ഇപ്പൊ ഒരു ക്ലാസ്, നമ്മുടെ ചെറിയ ക്ലാസ് ആയതുകൊണ്ട് ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നിങ്ങൾ അത് നോക്കി മനസ്സിലാക്കുക എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പൊ സോ നമ്മൾ എക്സൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആണ്, ഫീൽഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഇതിൽ എല്ലാം കൂടെ കൊടുത്ത് നമ്മൾ സ്റ്റുഡന്റിനെ കൺഫ്യൂഷൻ ആക്കാൻ നമ്മൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ സൂര്യ സെലക്ട് ചെയ്യുന്ന പോലെ ആ സ്റ്റുഡന്റിന് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അതനുസരിച്ച് നിങ്ങൾ ആവശ്യമുള്ള എന്തൊക്കെയാണ് അത് മാത്രം ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, എക്സൽ ഡൗൺലോഡ് ചെയ്യുക. കാരണം ഇതെല്ലാവരും കാണുമ്പം ഇവർക്ക് തന്നെ കേട്ടിട്ടില്ലാത്ത വേർഡുകളൊക്കെ കാണും ചിലപ്പം. GRE, മാറ്റ്, അതുപോലെ ലാംഗ്വേജ് എൻട്രി റിക്വയർമെന്റ് ടെസ്റ്റുകളുണ്ട് വേറെ പലതും, ഡുവോലിംഗോ, അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ആവശ്യമുള്ളത് മാത്രം ടിക്ക് ചെയ്ത് എടുത്ത് ഇപ്പൊ അത് എക്സൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കോഴ്സ് ഫൈൻഡർ എന്ന് പറഞ്ഞ എക്സൽ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഡൗൺലോഡ്സിൽ വന്ന് കിടക്കും. സോ നമുക്കിതിപ്പോ എക്സൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം വിസിബിൾ ആണല്ലോ അല്ലെ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഹായ്, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? സ്ക്രീൻ വിസിബിൾ അല്ലേ? കാണുന്നുണ്ട്. കാണാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. സോ അപ്പൊ നമുക്ക് ഈ ഒരു എക്സലിൽ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഫുൾ ഡീറ്റെയിൽസ്, യൂണിവേഴ്സിറ്റിയുടെ നെയിം, ആ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്, അതുപോലെ പ്രോഗ്രാം ഡീറ്റെയിൽസ്, വെബ്സൈറ്റ് URL. ഈ വെബ്സൈറ്റ് URL വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി, അതായത് ആ യൂണിവേഴ്സിറ്റിയുടെ ഈ പ്രോഗ്രാമിന്റെ വെബ്സൈറ്റിലോട്ടാണ് ഇത് പോവുക. അപ്പൊ സ്റ്റുഡൻസിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കയറി വെരിഫൈ ചെയ്യാം. നമ്മുടെ ഇത് കോഴ്സ് ഫൈൻഡറിൽ ഒരു ട്രസ്റ്റ് ഇല്ലാത്ത സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ URL അവർക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സ്റ്റുഡൻസിനോട് പറയാം. അതുപോലെ അതിന്റെ ക്യാമ്പസ് ഏതാണ്, അതുപോലെ കൺട്രി ഡീറ്റെയിൽസ്, സ്റ്റഡി ലെവല്, ഡ്യൂറേഷൻ, പ്രോഗ്രാം ഡ്യൂറേഷൻ. ഇതിൽ സ്റ്റുഡൻസ് മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് കാര്യങ്ങൾ അതിന്റെ ഫീസ്, എൻട്രി റിക്വയർമെന്റ്സ്, IELTSന്റെ സ്കോർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റുഡൻസിനോട് നല്ല പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറയാം. ആപ്ലിക്കേഷൻ ഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. നമ്മുടെ സൈഡിൽ നിന്ന് ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ നോട്ട് ചെയ്യാം. നമുക്ക് അവിടെ ആ ഒരു സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻസിന്റെ അവിടെ ഇത്രയും ഡീറ്റെയിൽസ്, സ്റ്റുഡന്റിന് ഏറ്റവും നീഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യാം. സോ ക്ലിയർ ആണോ? കോഴ്സ് ഫൈൻഡിങ്ങിന്റെ കാര്യം ഏകദേശം ക്ലിയർ ആയില്ലേ? ഞാൻ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ മെയിൻ സെക്ഷൻ, ഇത് ഈ ഒരു ട്രെയിനിങ് സെക്ഷന് ശേഷം നമ്മൾ നടക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡായിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് കോഴ്സ് പെയിന്റിങ്ങിന്റെ തന്നെ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ സെക്ഷനായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. സോ നമുക്ക് ലാസ്റ്റ് Q&A സെക്ഷൻ പോലെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇത് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? കോഴ്സ് പെയിന്റിങ്ങിന്റെ ഡീറ്റെയിൽസ് ക്ലിയർ ആണ്. യൂറോപ്യൻ കൺട്രീസ് ഏതിലായിരുന്നു നോക്കുക? യൂറോപ്പ് ഇതിൽ തന്നെയുണ്ട്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളുടെ എല്ലാം ഇതിൽ തന്നെയുണ്ട്. പിന്നെ കോഴ്സ് ഫൈൻഡർ യൂറോപ്പ് എന്ന് പറഞ്ഞിട്ട് വേറെയും പോർട്ടലുണ്ട്. പിന്നെ നമ്മളിപ്പോൾ മിഷൻ 100 മാത്രമായിട്ട്
മിഷൻ 100 പ്രോജക്റ്റുകൾക്ക് മാത്രമായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേഷൻ ഫൈനൽ ആയിക്കൊണ്ടിരിക്കുന്നു. അതും നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ടാവും. ഓക്കെ സർ. അപ്പം എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതെ മിഷൻ 100 മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആവുന്നുണ്ട്. താങ്ക് യു ജിത്തു ഫോർ ഒരു ചെറിയ ടൈമിൽ തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന്. ലെറ്റ് us start. എല്ലാവരും റെഡിയാണോ? ആം ഐ ഓഡിയബിൾ? സാർ ഓക്കെയാണ്. ഓക്കെ ആണ്. രണ്ടായിട്ട് കേൾക്കുന്നുണ്ടോ? എനിക്കിവിടെ ഡബിൾ ആയിട്ട് കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലേ? ഓക്കെ. താങ്ക് യു ജിത്തു. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഈവനിങ് ഞാൻ ആശംസിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത പോലെ തന്നെ എല്ലാവരെയും വീണ്ടും ഞാൻ കൺഗ്രാലേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു മിഷനിൽ നിങ്ങൾ ഭാഗധേയമായത്. ഇതിനകത്തുള്ള ഒരു ലക്കി പീപ്പിൾസിന് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭാഗധേയമാവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ജിത്തു പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഒരു മിഷനിലാണ്. അപ്പോൾ ഈ മിഷനിനകത്ത് ഒരു സെക്കൻഡ്, എനിക്ക് രണ്ടായിട്ട് കേൾക്കുന്നുണ്ട്. ഹലോ, ആം ഐ ഓഡിബിൾ? അതെ സാർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, എനിക്ക് രണ്ടായിട്ട് കേൾക്കും. ഇപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ. ഫൈൻ. താങ്ക് യു. അവിടെ ഓക്കെയാണ്. ഓക്കെ. അത് നമ്മളൊരു മിഷനിലാണ്. അപ്പോൾ ഈ മിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു 100 വിസ ഓരോ ബ്രാഞ്ചിനും നേടണം വിത്ത് ഇൻ എ സ്പാൻ. ഒരു 100 ദിവസം കൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ 1 വർഷവും 2 വർഷമായിട്ടും 3 വർഷമായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെല്ലാം ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്. എന്നാൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പം എല്ലാവരുടെയും മിഷൻ ഒന്നാണ് ഈ വർഷത്തേത്. ഈ വർഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഒരു 100 വിസ എത്തിക്കുക. ഇപ്പം ഏറ്റവും നല്ല അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ എന്താണ് മിഷൻ കോൺട്രാക്ട് എന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് അച്ചീവ് ചെയ്യാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ട്രെയിനിങ്ങുകൾ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 5 കൺട്രിയും, നമ്മുടെ കയ്യിൽ 40ഓളം കൺട്രികളും 2000ഓളം യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിലും നമ്മളൊരു 5 കൺട്രി മാത്രം സെലക്ട് ചെയ്ത് അതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ആ കൺട്രീസിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തു. അതിനുവേണ്ടി നമ്മൾ പ്രൊഡക്റ്റ് ട്രെയിനിങ് പഠിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിൻ്റെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകളെല്ലാം പഠിച്ചു. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് സമയം കിട്ടിയിട്ടിരുന്നില്ലെങ്കിൽ, എല്ലാവർക്കും റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ട്രെയിനിങ് ചെയ്തു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് ലീഡ് ജനറേറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ പറയുന്നത്, ഒരു ലീഡ് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് മുമ്പോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ നമ്മൾ പറയുന്നത്. അപ്പം ഡെൽറ്റ, ക്യാൻ യു ഷെയർ ദ പർപ്പറ്റി? പവർ പോയിന്റ് ഒന്ന്. സാറെ കേൾക്കത്തില്ല. കേൾക്കുന്നില്ല സാറേ. ഇപ്പൊ കേൾക്കാമോ? ഓക്കെ. കേൾക്കാം. ഓക്കെ. അപ്പം മിഷൻ 100ന്റെ പവർ പോയിന്റ് ആണ് ഡെൽറ്റ ഒന്ന് ഷെയർ ചെയ്യേണ്ടത്. അപ്പം കുറച്ച് പുതുതായിട്ട് വന്ന ആളുകൾക്ക് മിഷൻ 100 എന്താണെന്ന് ഞാൻ ഓടിച്ചു പറയാം. അതല്ല നമ്മുടെ സബ്ജക്ട്. എന്നാലും ജസ്റ്റ് ഒന്നാ, കാരണം അതൊന്ന് പറഞ്ഞാലാണ് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾ. മിഷൻ 100 എന്ന് പറഞ്ഞാൽ നമ്മളൊരു മിഷനാണ്. ഈ മിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 100 വിസ ഓരോ പാർട്ണർക്ക് എത്തുക. അതിപ്പം ജനുവരി 1-ാം തീയതിയാണ് നമ്മൾ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ജനുവരി 2, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു 1 CR rupees ഓരോ പാർട്ണർ, നമ്മുടെ കൂടെയുള്ള ഇന്നിപ്പോൾ ഏകദേശം 43 പേരോളം വന്നിട്ട് നമുക്ക് 200-ലധികം പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം.
പലരും ചിലർ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ദേ ആർ ഓൺ വർക്ക് എനിവേ. അപ്പോ ഈ ആളുകളുടെ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സീസൺ നമ്മൾ ഗ്രാബ് ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഗ്രാബ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഗ്രാബ് ഒന്നും ചെയ്യാതിരിക്കില്ല. ഡെഫിനറ്റ്ലി നമ്മൾ ഗ്രാബ് ചെയ്താൽ നമുക്ക് തന്നെയാണ് അതിന്റെ മിഷൻ കണ്ടന്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജിലേക്ക് വിടും. എന്താ സംതിങ് ഒന്നുമില്ല. പല പല മിഷൻസ് ഉണ്ടെന്ന് ഞാനൊന്ന് ബ്രീഫ് ചെയ്യുന്നുള്ളൂ. ആര്യപ്പെട്ട ഒരു മിഷൻ ആയിരുന്നു, ചന്ദ്രയാൻ ഒരു മിഷൻ ആയിരുന്നു, നമ്മുടെ ഓപ്പറേഷൻ സിന്ധു ഒരു മിഷൻ ആയിരുന്നു. ഞങ്ങള് പോളിയോ എന്ന് പറഞ്ഞ ഒരുപാട് ചെയ്ത റോട്ടറി ഞങ്ങൾ ഒരു മിഷൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനിങ് ആദ്യം ചെയ്യുന്നു, ആ പ്ലാനിങ് വെച്ചിട്ട് അതിനെ സക്സസ് അച്ചീവ് ചെയ്യുന്ന ഒരു മിഷനാണ്. ചില മിഷൻസ് ഒക്കെ പറയപ്പെടാറുണ്ട്. ഇപ്പം ചന്ദ്രയാൻ, സൂര്യാൻ എന്നൊക്കെ പറഞ്ഞ 2-3 മിഷൻസിലൂടെയാണ് ലാസ്റ്റ് വിജയിച്ചത്. അതുകൊണ്ട് മിഷൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ശ്രമം കൊണ്ട് ആ ഒരു ശ്രമത്തില് ഒന്നെങ്കിൽ നമ്മൾ 100% വിജയിക്കും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പകുതി വരെ യാത്ര ചെയ്യും. അപ്പൊ ഒരു 100 മീറ്റർ യാത്ര 100 മീറ്റർ ഓടുന്ന ഒരാൾ എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് പഠിക്കണമെന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ നമുക്ക് അതിനകത്തുള്ള സക്സസ് വരുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പം അതാണ് ഒരു മിഷൻ. ഈ ഒരു മിഷനിലാണ് നമ്മളിപ്പോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഓരോ പാർട്ണർക്കും 100 വിസ എത്തുക എന്ന് പറഞ്ഞാൽ ഒരു 100 ലക്ഷം രൂപ ഓരോ ആളുകൾക്കും എത്തുക ഒറ്റ സീസൺ കൊണ്ട്. അതൊരു 100 ദിവസം കൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള വിഷയമുണ്ട്, മാർക്കറ്റിൽ അത്രയും സാധ്യതയുണ്ട്, അത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 1 ലക്ഷം, 7 ലക്ഷം, 8 ലക്ഷം, 10 ലക്ഷം ഒക്കെ ആളുകൾ ഒരു വർഷം പോകുമ്പോൾ അതിനകത്ത് ഒരു 100 പേരെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് അതിനകത്ത് നടക്കാവുന്നുള്ളൂ. 100 വിസ അല്ലെങ്കിൽ 100 രജിസ്ട്രേഷൻ നിങ്ങളുടെ ആയിരിക്കണം. ഐ മീൻ 100 സക്സസ് നിങ്ങളുടെ ആയിരിക്കണം. നിങ്ങളൊരു ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നടക്കാൻ സാധിക്കുന്ന ഒരു മിഷൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു മിഷൻ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് വിജയിക്കാൻ സാധിക്കും. അടുത്ത പേജ്, അതിനടുത്ത പേജ്, തേർഡ് പേജ് സ്പീഡപ്പായിട്ട് ഓടിച്ചു പോകാം. നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് ഞാൻ വരുന്നുള്ളൂ, ഇതൊക്കെ ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് പേജ്. സോറി, ഇപ്പൊ കേൾക്കാമോ? എക്കോ പോലെ കേൾക്കുന്നത് എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ്. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മളൊരു 3 കാറ്റഗറിയിലാണ് നമ്മുടെ പാർട്ട്നേഴ്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് എ കാറ്റഗറിയിലുള്ള ഒരാൾ, ബി കാറ്റഗറി, സി കാറ്റഗറി. എ കാറ്റഗറി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഇഷ്ടംപോലെ സ്റ്റാഫുകളുണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, നല്ല ഫിസിക്കൽ ഓഫീസ് ഉണ്ട്, നല്ല വെർച്വൽ ഓഫീസ് ഉണ്ട്. യു ആർ ഓൾറെഡി ഇൻ സിസ്റ്റം. നല്ലൊരു സിസ്റ്റത്തിൽ ഓടുന്ന ആളുകളാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാം, മുമ്പോട്ട് പോകാം, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളവരാണ് നമ്മൾ എ കാറ്റഗറി എടുക്കുന്നത്. അവർക്ക് 100 വിസയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ബി കാറ്റഗറി, അതായത് 100 വിസ പ്ലാൻ ചെയ്യുന്നവരെ ആർക്കും നമ്മൾ എ കാറ്റഗറിയിൽ തന്നെ എടുക്കാം. 100 വിസ പ്ലാൻ ചെയ്യുന്നവരെ എ കാറ്റഗറി എന്നുള്ളത് ഒരു 30 വിസ പ്ലാൻ ചെയ്യുന്ന, ഒരു 30 ലക്ഷം രൂപയാണ് പ്ലാൻ ചെയ്യുന്ന ആളുകളെ നമ്മൾ ബി കാറ്റഗറിയും, ഒരു 15 വിസ പ്ലാൻ ചെയ്യുന്നവരെ സി കാറ്റഗറിയാണ് വെക്കുന്നത്. ഓക്കെ, അതിനുള്ള നെക്സ്റ്റ് പേജ്, അടുത്ത പേജ്. ഇപ്പൊ ഒക്കെ ഒന്നും വരുന്നില്ലല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന സപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും നമുക്ക് എക്സ്ക്ലൂസീവ് സ്റ്റാഫിംഗ് സപ്പോർട്ടിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പോയിന്റ് ഓഫ് കോൺടാക്ട് ഒരു എംപ്ലോയിയെ നമ്മൾ ഫ്രീ വീഡിയോസും പോസ്റ്റേഴ്സും എല്ലാം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ട്രെയിനിങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഡെയിലി മോട്ടിവേഷൻസ്, ഡോക്യുമെന്റേഷൻ, ബാക്ക് എൻഡ് സർവീസ് നമുക്ക് തരും. പിന്നെ അതുപോലെ തന്നെ ക്ലയന്റിനെ നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ, അതുപോലെ തന്നെ ഫ്രീ ട്രെയിനിങ് ഫോർ സ്റ്റാഫുകൾ, സോഫ്റ്റ്വെയർ ടൂളുകൾ. ഇപ്പൊ തന്നെ നമ്മൾ മിഷൻ കണ്ടന്റിന് തന്നെ ഒരു സോഫ്റ്റ്വെയർ ടൂള് നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം അതുപോലെ നമുക്ക് ടെക്നോളജി കമ്പനിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട്, അതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആണെന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു സവിശേഷത. നെക്സ്റ്റ് പേജ്. ഓക്കെ, പിന്നെ അതെല്ലാം കൂടാതെ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അവാർഡ് ആൻഡ് റെക്കഗ്നേഷൻ ഉണ്ട്. അതായത് എ കാറ്റഗറിയിലുള്ള ആളുകൾ 100 വിസ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക്
നിങ്ങളുടെ ഓണറിനും നിങ്ങളുടെ രണ്ട് ഓണർമാർക്കും 2 സ്റ്റാഫുകൾക്കും നിങ്ങൾക്ക് ഒരു വിദേശത്തുള്ള ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഏതൊരു കൺട്രി നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആണ്. ആ കൺട്രിയിൽ നിങ്ങൾക്ക് 2 ഓണർമാർക്ക് പോവാം, 2 സ്റ്റാഫിന് പോവാം. ഫുൾ ചെലവ് കമ്പനി, അതായത് 2 ഓഫീസിന്റെ വകയായിരിക്കും ഫുൾ ചെലവ് ഉണ്ടാവുക. അവിടെ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ്, കോളേജുകൾ വിസിറ്റ് ചെയ്യാനും അതുപോലെ ടൂർ പോലെ പോയിട്ട് ട്രെയിനിങ് എടുത്തു വരാനും അവിടെ നിന്ന് നിങ്ങളുടെ ബ്രാൻഡിൽ നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ഇരുന്ന് വീഡിയോസ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. ബി കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ ഒരു ഓണർക്ക് ഒരു സ്റ്റാഫിന്, അതായത് 30 വിസ ചെയ്യുന്നവർക്കാണ് ഒരു സ്റ്റാഫിന് ഒരു ഓണർക്കുമാണ് നമ്മളൊരു അവസരം കൊടുക്കുക. സി കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിൽ ഒരു ഓണർക്ക് മാത്രമായിരിക്കും നമ്മൾ അവസരം കൊടുക്കുക. ഇതാണ് അവാർഡ്, ഇതാണ് മിഷൻ കണ്ടന്റ്. നമ്മളൊരു മിഷനിലാണ് ഈ മിഷൻ നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ അല്ലേ? മുമ്പോട്ട് പോകാമോ? എനിബഡി പ്ലീസ് ആൻസർ. ഓക്കെ സർ. ഓക്കെ, ഇതിനുള്ള ആക്ഷൻ പ്ലാൻസ് നമ്മളെല്ലാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഓൾറെഡി നമ്മൾ ഇനിയിപ്പോ അടുത്ത PPT ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു മിഷൻ, നമ്മളൊരു ഡ്രീമിൽ നമ്മളൊരു വീട് വെക്കുന്നവരെയാണ്. നമ്മൾ ആദ്യം വീട് എങ്ങനെയായിരിക്കണം നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു നല്ലൊരു ഡ്രോയിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിന്റെ അടുത്ത് നമ്മൾ പോയി അവിടെ ഒന്ന് വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ പറയും നമ്മുടെ ഡ്രീമിലുള്ള കാര്യം, ഞങ്ങളുടെ വീട്ടിൽ ഇത്ര പേരുണ്ട്, ഇത്ര വയസ്സാളുകളുണ്ട്, ഇത്ര കുട്ടികളുണ്ട്, ഇങ്ങനെയായിരിക്കും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, അവരോട് പറയും അല്ലേ. അപ്പൊ ഈ പറഞ്ഞു കഴിയുമ്പം അവര് നമുക്ക് വരച്ചു തരും എന്ന് പറഞ്ഞ പോലെ നമ്മൾ വളരെ പ്ലാൻഡ് ആയി കഴിഞ്ഞു. ജിത്തു, എനിക്ക് ഈ പവർ പോയിന്റ് അല്ല മറ്റേ പവർ പോയിന്റ് ആണ് ഡെൽറ്റ. അത് ഓക്കെ ആണോ? ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യൂ, ഇല്ലെങ്കിൽ ഈ പവർ പോയിന്റ് ചെയ്യൂ. ഏതാ ചെയ്യുന്നത് ആദ്യം? ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തു, നമ്മൾ ഒരു എന്താ പറയാ നമ്മൾ ലീഡ് വരെ എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ട്രെയിനിങ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ലീഡ് ജനറേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം ലീഡ് നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത്. ഇന്നത്തെ മെയിൻ സബ്ജക്റ്റും അതാണ്. അപ്പൊ എങ്ങനെ ഒരു ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട്, മാർക്കറ്റിലെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സെയിൽസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം. നമുക്കറിയാം, നമുക്ക് ബ്രാൻഡിങ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, അതെല്ലാം അടുത്ത സ്ലൈഡിൽ ഞാൻ വരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീക്വൻസി സെറ്റ് ആവുന്ന ഒരു അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഉദാഹരണത്തിന് ഒരു തോർത്ത് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണിക്കടയിലോട്ട് ചെല്ലുന്നു. അവിടുത്തെ സെയിൽസ് പീപ്പിൾ നിങ്ങളെ നന്നായിട്ട് കൺവിൻസ് ചെയ്ത് അവിടെയുള്ള കൂടുതൽ സാധനങ്ങൾ നിങ്ങളെ കൊണ്ട് മേടിക്കും. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ 2 കൈയിലും നിറയെ സാധനങ്ങളായിട്ട് തിരിച്ചു വരും. അതൊരു സെയിൽസ് പേഴ്സന്റെ സ്കില്ലാണ്. നിങ്ങൾ സത്യത്തിൽ ഒരു തോർത്ത് മേടിക്കാൻ ചെല്ലുന്നതാണ്. അപ്പൊ ഇവിടെ ടെക്നിക്സുകൾ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ഒരു കസ്റ്റമറിന്റെ നീഡ് അല്ലെങ്കിൽ കസ്റ്റമറിന്റെ ഒരു ആവശ്യം അനുസരിച്ച് പ്രവർത്തിച്ച് കൂടുതൽ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ലീഡ് വന്നാൽ, ഇപ്പൊ ഞാൻ എന്റെ കസ്റ്റമറിനെ അല്ലെങ്കിൽ എന്റെ കൗൺസിലറിനെ, എന്റെ സ്റ്റാഫുകളൊക്കെ ഞാൻ പഠിപ്പിക്കുന്നത്, ജസ്റ്റ് ഒരു ചെറിയ എൻക്വയറി വന്നു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് ബിസിനസ് എടുപ്പിക്കുക മാത്രമല്ല, അയാളുടെ കുടുംബത്തിലുള്ള മുഴുവൻ ബിസിനസ്സും നമ്മളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷം കൊണ്ട് ഒരു ഫാമിലി ഡോക്ടറിനെ പോലെ, ഒരു ഫാമിലി ഇതുപോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു രീതിയിലുള്ള ഒരു കൗൺസിലർ ആയിരിക്കും നിങ്ങൾ. അപ്പൊ അതാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പൊ ടെക്നിക്സ് ഉപയോഗിക്കുക, എങ്ങനെയാണ് ഇതിട്ടുള്ളതാണ് അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അടുത്ത പേജ് പോട്ടെ. നെക്സ്റ്റ് അതായത് ഈ സെയിൽസിനായിട്ടുള്ള ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ മീറ്റിംഗിലൂടെ ഞാൻ പറഞ്ഞൊരു കാര്യം, പഴയ കാലത്തെ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കൊടുത്തുള്ള സെയിലുകൾ, അല്ലെങ്കിൽ എന്താ പറയുക ടെലിഫോണിൽ ചെയ്തിട്ട് പ്ലീസിങ് ബെഗ് ചെയ്തുള്ള സെയിലുകൾ ഒക്കെ ഉള്ള പല സെയിൽസുകളായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ പൊള്ളയായിട്ടുള്ള അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞിട്ടുള്ള സെയിലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുള്ള സെയിൽസ് ആണ് പണ്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സെയിൽസ് അത് അധികം നാളും നിലനിൽക്കില്ല. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്ഥാപനവും നിങ്ങളും അധികം നാളും നിലനിൽക്കില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ സെയിൽസ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടുള്ള, കസ്റ്റമറിന്റെ നീഡ് അനാലിസിസ് ചെയ്ത് കസ്റ്റമർക്ക് എന്താണോ ആവശ്യം വേണ്ടത് അവന്റെ ആംഗിൾ ചിന്തിച്ചുകൊണ്ട് അവന് വേണ്ടി അവരിൽ ഒരാളായിട്ട് പ്രവർത്തിച്ച് അവനെ ഒരു അടുത്ത ലെവലിലേക്ക്, അവന്റെ കുടുംബത്തെയും അവന്റെ ഫാമിലിയും അവരുടെ മക്കളെയും അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ലെവലിലുള്ള ഒരു തോട്ടിലാണ് നിങ്ങൾ വരുന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത പേജ്.
നെക്സ്റ്റ് 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 സെയിൽ ടെക്നീഷ്യൽ പോയി നിൽക്കട്ടെ. യെസ്, ഒരു സെയിൽസ്മാന് വേണ്ട സ്കില്ലാണ് ഞാൻ പറയുന്നത്. ഒരു ആദ്യം തന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 നല്ല സ്കില്ലുള്ള ഒരാളായിരിക്കണം. പ്രൊഡക്റ്റ് നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിജക്ഷനെ നമ്മൾ ഫേസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഈവൻ അതായത് ടെലികോളിംഗ് ആണ് നമ്മൾ എല്ലാവരും കൂടുതൽ ചെയ്യുന്നത്. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. എന്റെ ബോസ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടെലികോളിംഗിലൂടെ കസ്റ്റമറിലേക്ക് ഒരിക്കലും പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാനും ജസ്റ്റ് നമ്മളൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫോൺ എന്ന് പറയുന്ന ഒരു കാര്യം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് എന്റെ ബോസ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ ഏകദേശം 15 വർഷത്തോളം സെയിൽസിലും മാർക്കറ്റിംഗിലും ഇന്ത്യയിലെ ലീഡിംഗ് MNC-കളിലും മൾട്ടിനാഷണൽ കമ്പനികളിലും ബാങ്കിലും ഒക്കെ ജോലി ചെയ്ത എക്സ്പീരിയൻസിൽ. പക്ഷെ ആ കാലത്തിലെ സെയിൽസിൽ വളരെ വ്യക്തം. പക്ഷെ ഇപ്പോഴും ആ ഒരു ടെലികോളിംഗ് നമ്മുടെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഒരു ഡേറ്റയോ ഒരു ലീഡോ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മുഖം കാണാതെ നമ്മൾ ജസ്റ്റ് അവരുടെ നീഡ് അനാലിസിസ് ഒരു പ്രക്രിയയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലർക്കും ക്ലോസിംഗ് വരാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 7 സെക്കൻഡ് റൂൾ, ആദ്യത്തെ ഒരു 7 സെക്കൻഡ് നിങ്ങൾ ആ കസ്റ്റമറിലേക്ക് ഒരു ടെലികോൾ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ്. അതൊക്കെ ഞാൻ ഒരു വലിയ സബ്ജക്ട് തന്നെയുണ്ട്, ടെലികോളിംഗ് ടെക്നിക്കുകൾ. അത് ഞാൻ വേറെ ദിവസം പഠിപ്പിച്ചു തരാം. പിന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യണം, നമ്മൾ എഫക്റ്റീവായ സെയിൽസ് പ്രസന്റേഷൻ ചെയ്യണം, റെഫറൻസ് അവരുടെ നിന്ന് എടുക്കണം, ഒബ്ജക്ഷൻ എന്ത് വന്നാലും അവരുടെ നിന്ന് എന്ത് ഒബ്ജക്ഷൻ വന്നാലും അത് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. കസ്റ്റമർ പല ടൈപ്സ് ഉണ്ട്. അതായത് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ കണ്ടാൽ വിശ്വസിക്കുന്നവരെ, കേട്ടാൽ വിശ്വസിക്കുന്നവർ, അനുഭവിച്ചറിഞ്ഞാൽ വിശ്വസിക്കുന്നവർ. കണ്ടാൽ വിശ്വസിക്കുന്ന പറഞ്ഞാൽ നിങ്ങളൊരു നിങ്ങളിലേക്ക് ആരും പറഞ്ഞ നിങ്ങളുടെ ഓഫീസ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ എനിക്കൊരു മെറ്റീരിയൽ അയച്ചു തരൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ കാണണം. അത് കണ്ടാൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പം ഒരു 20% ആളുകളാണ് കണ്ടാൽ വിശ്വസിക്കുന്നത്, 20% ആളുകൾ കേട്ടാൽ വിശ്വസിക്കുന്നത്. നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടാൽ அப்படியே കണ്ണുടച്ച് വിശ്വസിക്കുന്ന, കേട്ടാൽ വിശ്വസിക്കുന്ന ആളുകൾ 20%. ബാക്കി ഈ 20, 20, 40, 60% അനുഭവിച്ചറിഞ്ഞാൽ വിശ്വസിക്കുന്നവരാണ് മാർക്കറ്റിൽ. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും നിങ്ങളൊരു ടെലിഫോൺ എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുന്നു. ഈ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ഈ അനുഭവിച്ചറിഞ്ഞാൽ എന്താ പറയാ അങ്ങനെയുള്ള ഒരു ക്ലയന്റിനെ ഡീൽ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലോസിംഗ് വരാത്തത്. ആമേ റൈറ്റ്? ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ കൂടുതലും സെയിൽസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് നിങ്ങളിപ്പം എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ളവരുണ്ട്, അല്ലാത്ത ഫീൽഡിലുള്ളവരുണ്ട്, പല ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പല ആംഗിളുണ്ട്. എന്തായാലും ഒരു സെയിൽസ് നടക്കാതെ അല്ലെങ്കിൽ ഒരു ഡീൽ നടക്കാതെ ഒരിക്കലും ഒരു ക്യാഷിംഗ് ഉണ്ടാവില്ല. ക്യാഷിംഗ് ഇല്ലാതെ പ്രോഫിറ്റ് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ആമേ ഓഡിബിൾ? ഓക്കെ. അപ്പൊ കസ്റ്റമർ ഡിസിഷൻ മേക്കിംഗിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ എഫക്റ്റീവ് ആയിട്ടുള്ള ഫോളോ അപ്പ് ചെയ്യണം. നെക്സ്റ്റ് ക്ലോസിംഗ് മെത്തേഡ്സിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് പേര് ഇനിയാണ് ഞാൻ നിങ്ങളെ ടെക്നിക്സ് പഠിപ്പിക്കാൻ പോകുന്നത്, സെയിൽ ടെക്നിക്സുകൾ. ആമേ റെഡി? ഞാൻ റെഡിയാണ്. നിങ്ങളോ? എനിക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് എനിക്കൊരു ഊർജ്ജമില്ലല്ലോ. സാധാരണ എനിക്ക് ഇഷ്ടംപോലെ ആളുകൾ എനിക്കിങ്ങനെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ അവിടുന്ന് പല കാര്യങ്ങൾ എനിക്ക് തമ്പ് തരികയും അങ്ങനെയൊക്കെ തരുന്നുണ്ടായിരുന്നു. യെസ് റെഡിയാണ്. സുഭാഷ് സാർ റെഡിയാണ്. കുറച്ചു പേരൊന്നും ഇല്ല, ഇലക്ഷന്റെ പറയാൻ തോന്നുന്നു. അവർക്ക് ഗുണമുണ്ടാവും, നമുക്ക് ഗുണമൊന്നുമില്ല. നമ്മുടെ മിഷൻ കണ്ടിട്ട് വരാൻ. അപ്പം കൂടുതൽ ആളുകൾ ഇത് ലൈവായിട്ട് വരുവാണെങ്കിൽ എനിക്കൊരു എനർജി ഉണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ദൂരത്തു നിന്നൊക്കെയാണ് നമ്മൾ ഇത് പഠിപ്പിക്കുന്നത്. അപ്പം എനിക്ക് കൂടുതൽ എനർജി തന്നാലാണ് എന്റെ കൂടുതൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ എന്നെ ഇടയിൽ നല്ല പോയിന്റ് എന്തെങ്കിലും വന്നൊന്ന് ഇംപ്രസ് ചെയ്യുക, ഒരു തമ്പ് തരിക. അറിയാലോ ഡിജിറ്റൽ മീറ്റിംഗുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനുള്ള ഓപ്ഷൻസ് അതിനകത്ത് തന്നിട്ടുണ്ട്. നേരിട്ടാണ് നമ്മൾ നേരിട്ടിരുന്ന് കൈയടിക്കും. അതുപോലെ കൈയടിക്കാനുള്ള ഓപ്ഷൻസ്, തമ്പ് തരാനുള്ള ഓപ്ഷൻസ്. അതുപോലെ താങ്ക് യു എനിക്ക് തമ്പും കംപ്രഷനും ഒക്കെ വന്നു തുടങ്ങി, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഞാൻ ചാർജ് ആയി. അപ്പൊ നിങ്ങളെ ഞാൻ സെയിൽ ടെക്നിക്സ് പഠിക്കുക. അതായത് ഇന്നും എനിക്ക് എപ്പോഴും ഒരു ബിസിനസ് കുറയുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ചാർജ് കുറയുമ്പോൾ എന്റെ ഏകദേശം എനിക്കൊരു 25 വർഷം മുമ്പുള്ള ഒരു ഡയറിയിൽ അന്ന് തന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇത് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഇതൊന്നൊരു മാർക്കറ്റിലൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പം ഈ ഒരു ടെക്നിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്നും എനിക്ക് ബിസിനസ് കുറയുമ്പോൾ ഞാൻ ഇതിനകത്ത് ഒന്ന് മറിച്ചു നോക്കും. ഈ 8 ടെക്നിക്ക്, 8, 9, ചില സമയത്ത് 10 ടെക്നിക്ക് ഉണ്ടാകും, ചിലപ്പോൾ 8 ടെക്നിക്ക്. ഈ 8 ടെക്നിക്കില് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ എഫക്റ്റീവായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് വരാത്തത്. കറക്റ്റ്? അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഇനി വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, ഒരു കൗൺസിലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എന്താണ് പറയാ നമ്മളൊരു കോർഡിനേറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, നമ്മളൊരു കസ്റ്റമറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലാതെ ഈവൻ ഡോക്ടർ, നമ്മൾ പറയും ഡോക്ടർ, എഞ്ചിനീയർ, ഓപ്പറേഷനിലായിരിക്കുന്ന അല്ല അക്കൗണ്ട്സിലിരിക്കുന്ന ആരും സെയിൽസ് ചെയ്യുന്ന ആളൊക്കെ പറയും. പക്ഷെ സെയിൽസ് എന്ന് പറയുന്നത് അവന്റെ കസ്റ്റമറെ കറക്റ്റായിട്ട് ഡീൽ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്.
അപ്പൊ അതിനകത്ത് ചില ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ കേൾക്കാൻ റെഡിയാണ്, എനിക്കൊരു തമ്പ് തരണം. നിങ്ങൾ റെഡി ആണെങ്കിൽ എനിക്ക് തമ്പ് തരണം. എല്ലാവരും തന്നാലേ ഞാൻ തുടങ്ങും. തമ്പ് തരണം. ഓക്കെ ഓക്കെ, എമാർ സാർ തന്നു. അപ്പൊ എനിക്ക് ആർക്കൊന്ന് ആക്റ്റീവായിട്ട് അറിയാൻ. രഞ്ജിത് സാർ തന്നു, സുഭാഷ് സാർ തന്നു. താങ്ക് യു സാർ, താങ്ക് യു. നെക്സ്റ്റ് സരിത മാം തന്നു, GSM എജു ഹബ് തന്നു, റസ്ന തന്നു, സുരേഷ് ബാബു സാർ തന്നിട്ടുണ്ട്, മുഹമ്മദ് ഷാഹി സാർ തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. അനുമോൾ തന്നു, സഹീറ തന്നു. ഓക്കെ, താങ്ക് യു. അപ്പം എനിക്ക് ഓക്കെയാണ്, നിങ്ങൾ ലൈവ് ആണെന്നും നിങ്ങൾ അവിടെ കേൾക്കുന്നുണ്ടെന്നും എനിക്ക് ബോധ്യമായി. അപ്പൊ അത് ഞാൻ സെയിൽസ് ടെക്നിക്കിലേക്ക് കടക്കുകയാണ്. ആദ്യം നെക്സ്റ്റ് ഫസ്റ്റ് പേജ് എടുക്കൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങളൊരു ബിസിനസ്മാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു എംപ്ലോയി ആയിക്കോട്ടെ, ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോസ്പെക്റ്റിംഗ് ഓർ സസ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ക്ലൈന്റ് എവിടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ്, നമ്മൾ പ്രൊഡക്റ്റ് നോളജ്, അതായത് പ്രൊഡക്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് മേടിക്കുന്നതിന് എവിടെയാണ്. ഇപ്പൊ ഞാനൊരു ചെറിയ അച്ചാർ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാനൊരു ചെറിയ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി, എനിക്കിതിനെ വിൽക്കണം, അല്ലെങ്കിൽ ആളുകൾ മേടിക്കണം, എന്നാലാണ് എനിക്കൊരു ക്യാഷ് ഇൻ വരുള്ളൂ. ഇല്ല എങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സർക്കാർ ജോലി പോലെ അല്ലെങ്കിൽ ചാരിറ്റി സർവീസ് പോലെ ആയിരിക്കും. അപ്പൊ ഞാൻ എഫോർട്ട് ഇടുന്നുണ്ട്, ആളുകൾ എന്റെ നോളജ്, ഇപ്പൊ നമ്മുടെ പലരുടെയും പ്രശ്നം, പല ബ്രാൻഡുകളുടെയും പ്രശ്നം അതാണ്, HOയുടെയും പ്രശ്നം അത് തന്നെയാണ്. നമ്മൾ ഇഷ്ടംപോലെ രാത്രി തൊട്ട് വൈകിട്ട് വരെ ഇഷ്ടംപോലെ എനിക്ക് പണിയെടുക്കുന്നുണ്ട്, വൈകിട്ട് നോക്കി കഴിഞ്ഞാൽ പെട്ടിക്കകത്ത് കാശില്ല. അത് ഓണർക്ക് പെട്ടിക്കകത്ത് കാശില്ല, അതുപോലെ തന്നെ എംപ്ലോയിക്ക് പെട്ടിക്കകത്ത് കാശില്ല. എംപ്ലോയിക്ക് എന്താണ്, ഇൻസെന്റീവ്സ് ഇല്ല, അല്ലെങ്കിൽ ഇതില്ല, മനസ്സിലായില്ലേ? അപ്പം ഓണർക്ക് കാശില്ലാത്തതുകൊണ്ട് തന്നെ എംപ്ലോയിക്ക് മന്ത്ലി സാലറി ഇല്ല. അവനൊരു 1-2 മാസം കഴിയുമ്പോൾ അവൻ തിരിച്ചു ഇത് പോകും. അപ്പം തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ മനസ്സിൽ നമ്മളൊന്ന് ഡ്രീം ചെയ്യണം, നമ്മുടെ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ സർവീസ് ആരാണ് വേണ്ടി. അതാണ് പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. സസ്പെക്റ്റിംഗ്, നമ്മൾ പിന്നെ സംശയിക്കുകയാണ്, അവനായിരിക്കോ ഇവനായിരിക്കോ എവിടെ നിന്നാലും നമ്മൾ ഇത് ചെയ്യുക. അടുത്തത്, ആ ഒരു സ്റ്റേജ് ഇല്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഇത് ചെയ്യില്ല, നിങ്ങൾക്ക് ഇതില്ല. ഫസ്റ്റ് സ്റ്റേജാണ്, ഞാൻ സസ്പെക്ട് ചെയ്യുകയും പ്രോസ്പെക്ട് ചെയ്യാൻ ചെയ്യാത്തടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യില്ല. ഇനിയാണ് നമ്മുടെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പിൽ നമ്മൾ കണ്ടുപിടിച്ച് ഈ ക്ലൈന്റുകളെല്ലാം, ഇപ്പൊ ഉദാഹരണത്തിന് 18 വയസ്സിനും നമ്മളിപ്പം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 16 വയസ്സിനും ഒരു 35 വയസ്സിനും ഇടയിലുള്ള സ്റ്റുഡൻസും ഒരു 35 വയസ്സിനും 60 വയസ്സിനും വരെയുള്ള പേരന്റ് ആണ് നമ്മളുടെ ടാർഗറ്റ്. ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എനിക്കൊന്ന് ചാറ്റിൽ എഴുതാൻ പറ്റുമോ? ആരാണ് നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ്? അതാണ് നമ്മൾ പ്രോസ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ ക്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വിദ്യാഭ്യാസം മേഖലയിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കുന്ന പേരൻസ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസുമാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 16 വയസ്സിനും ഒരു 35 വയസ്സിനുള്ള കുട്ടികളും, അതുപോലെ തന്നെ 45-നും 60-നും വയസ്സിലുള്ള പേരൻസുമാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് എടുക്കൂ. നമ്മൾ ടാർഗറ്റ് ചെയ്തു, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ബ്രാൻഡിങ് ചെയ്തു, മാർക്കറ്റ് ചെയ്തു, നമുക്ക് ലീഡ് വന്നു. ഇനി എപ്പോഴും ലീഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ലീഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് എന്താ ചെയ്യാം? എന്റെയൊക്കെ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങൾ ചെയ്യുന്ന മെത്തേഡ്, അമ്പലപ്പുറം പറമ്പിൽ പോയിട്ട് ഞങ്ങൾ നോട്ടീസ് വിതരണം ചെയ്യും, നോട്ടീസ് എഴുതി വെക്കും, അല്ലെങ്കിൽ പത്രത്തിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് വിടും, അല്ലെങ്കിൽ പിന്നെ എന്താണ് പറയാ, ഈ പല ആക്ടിവിറ്റികളിൽ കൂടെ, അല്ലെ പത്രത്തിൽ പരസ്യം ചെയ്യും, റേഡിയോയിൽ പരസ്യം ചെയ്യും. ഇങ്ങനെയൊക്കെ ആയിരുന്നു ലീഡ് ജനറേറ്റ്. പക്ഷെ പുതിയ ആധുനിക യുഗത്തിൽ AI ഒക്കെ വന്നപ്പോൾ നമുക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് ഞാൻ മാർക്കറ്റിംഗ് PhD എടുത്ത ആളാണ്. അതിനകത്ത് 157 ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പൊ ഈ 157 ടൈപ്പിൽ ഒരു മാർക്കറ്റിംഗ് മെത്തേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മീഡിയയുടെ സഹായത്തോടു കൂടി, ഇന്നത്തെ സോഷ്യൽ മീഡിയകളുടെ സഹായത്തോട്, അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് കൊടുത്തത്. മെറ്റ, അതുപോലെ തന്നെ ഗൂഗിളിന്റെ മെറ്റയുടെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ഗൂഗിളിന്റെ സഹായത്തോടു കൂടി, AI-യുടെ സഹായത്തോടു കൂടി നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്യും. അതിനെ ലീഡ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആരും ലീഡിനെ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. ലീഡ് ഒരിക്കലും ഒരു ക്ലൈന്റ് ആവണമെന്ന് നിർബന്ധമില്ല. ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കസ്റ്റമറിലേക്ക് എത്തുന്ന ഒരു ലീഡാണ്, വഴിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും 1-2 പേര് നിങ്ങളുടെ ഒരു അന്വേഷണം നടത്തി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു, അവരോട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ പല ആളും നിരാശരാവാറുണ്ട്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലുലു എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് ഓർക്കുക. ആ സ്ഥാപനത്തില്, അവിടെ ലുലു മാർക്കറ്റില് അവരുടെ TV ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലത്ത് എത്രമാത്രം ആളുകളാണ് അകത്ത് കയറി കണ്ടുപോകുന്നത്. എല്ലാവരും മേടിക്കത്തില്ലല്ലോ. അതായത് വളരെ കുറച്ച് ആളുകളെ അന്ന് മേടിക്കും, അല്ലെ ഫീച്ചറിൽ മേടിക്കും, അല്ലെ എവിടെയും മേടിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു ലീഡ് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലീഡ് എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള ഒരു യാത്ര, അല്ലെങ്കിൽ ഒരു വഴികാട്ടി മാത്രമാണ്, തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട്, ലീഡും ഡേറ്റയും തമ്മിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് +2 ഡേറ്റ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ഈ 16 വയസ്സുള്ള കുട്ടികളുടെ ഡേറ്റ കിട്ടി, അല്ലെങ്കിൽ 30 വയസ്സിലെ ഡിഗ്രി കഴിഞ്ഞവരുടെ, അത് ഡേറ്റയാണ്. ഡേറ്റ ഒരിക്കലും ലീഡാണ്. പക്ഷെ ഇതെല്ലാം ഇതിലേക്ക്, നിങ്ങളുടെ കസ്റ്റമറിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ്. നെക്സ്റ്റ്, അപ്പൊ നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്തു,
നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്തു, ഇന്നലെ കൊണ്ട് നമ്മൾ ലീഡ്. ഇനിയാണ് നിങ്ങൾ ഫിൽട്ടർ ചെയ്യണം. എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുക? നമുക്ക് പല വിധത്തിൽ കൂടെ നമുക്ക് ഫിൽട്ടർ. ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫണൽ സിസ്റ്റംസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്ത് നിങ്ങൾ വരും. അല്ല ചുമ്മാ നോർമൽ നിങ്ങളൊരു പരസ്യം ചെയ്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു വരുന്നവരെല്ലാം അണ്ടർ ഇടപെടലും കേട്ടി വരും. പക്ഷെ നിങ്ങൾ അതിനോട് ഒരു ഫണൽ സിസ്റ്റം ഇട്ടിട്ട് അവിടെ കുറെ കൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഇത്ര രൂപ പൈസ ഉള്ള ഒരാളാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഡിഗ്രിക്ക് ഇത്ര ശതമാനം മാർക്കുള്ള ആളാണോ, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് ഇന്ന രാജ്യത്ത് അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ ഏതെങ്കിലും ആഗ്രഹമുള്ളവരാണോ എന്നൊക്കെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുറച്ചും കൂടെ ടാർഗറ്റ് ഓഡിയൻസിലേക്കാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ലീഡ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫിൽറ്ററിംഗ് അല്ല. അതാണ് ഫിൽറ്ററിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിപ്പോ സോഷ്യൽ മീഡിയ കൂടെ ചെയ്യാം, അല്ല നമുക്കിപ്പോ ഒരു ഡാറ്റ കിട്ടി നമ്മൾ ടെലികോളിംഗ് ഉപയോഗിച്ച് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളവരെ നമ്മൾ താരതമ്യം ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നിങ്ങളുടെ ഡയറിയിലേക്ക് ചെയ്യാം. എങ്ങനെ ആയിക്കോട്ടെ, ഫിൽറ്റർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഷോർട്ട് ലിസ്റ്റ് എടുക്കണം. മനസ്സിലായില്ലേ? അതാണ് ഫിൽറ്ററിംഗ് ആൻഡ് ഷോർട്ട് ലിസ്റ്റ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡയറിയിൽ എല്ലാ ദിവസവും വരുന്ന ഇപ്പൊ ഒരു 10 എൻക്വയറി അല്ലെ 10 ലീഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിനകത്തൊന്നും എല്ലാവരും നിങ്ങളുടെ കൂടെ താല്പര്യപ്പെടുത്തില്ല. അതിനകത്ത് നിന്നൊരു 2 ലീഡിനെ അല്ലെങ്കിൽ 5 ലീഡിനെ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ താല്പര്യമുള്ള ഒരാളുകളെ വേറൊരു എക്സലിലേക്കോ അല്ലെങ്കിൽ വേറൊരു ഡയറിയുടെ പേജിലേക്കോ നിങ്ങൾ മാറ്റി എഴുതി. അതാണ് ഫിൽട്ടർ 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 എന്ന് പറയുന്നത്. ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുപോകണം. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആളുകളെല്ലാം നിങ്ങളുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളതിലേക്കോ നിങ്ങൾ പുട്ടപ്പ് ചെയ്യണം. താല്പര്യമുള്ള ആളുകളെ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ഡയറിയിലേക്ക് എടുത്ത് അവരെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യണം. അതാണ് ശരിക്കുള്ള. താല്പര്യമില്ലാത്ത ആളുകൾ എന്തുകൊണ്ടാണ് നമ്മൾ പറയും താല്പര്യമില്ലാത്ത ആളുകളെല്ലാം നമ്മുടെ കസ്റ്റമർ ആവില്ല. തെറ്റാണ്. നമ്മൾ 5 വർഷം കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്നത്, ഞാനൊക്കെ ചെയ്യുന്ന പ്രവർത്തനം, എന്റെ കൂടെ സോഫ്റ്റ്വെയർ എടുക്കാൻ എന്നോട് മിഷൻ കണ്ടിട്ട് ദൂരെയുള്ള പല ആളുകളും ജോയിൻ ചെയ്യാതെ പോകാറുണ്ട്. ചില ആളുകളൊക്കെ ഞാൻ അവരെല്ലാം ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലേക്കോ ആഡ് ചെയ്യും. എല്ലാ ദിവസവും അവർക്ക് എന്തെങ്കിലും എന്റെ ഒരു സക്സസ് സ്റ്റോറിയോ എന്തെങ്കിലും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും. അവർ ഒരു ദിവസം എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. സാറേ ഞാൻ 2 വർഷമായിട്ട് സാറിനെ ഫോളോ ചെയ്യുമായിരുന്നു, സാറിനോട് എനിക്ക് താല്പര്യം. അപ്പൊ ഇതാണ് ഒരിക്കലും നമ്മുടെ അടുത്ത് ഒരു പ്രാവശ്യം ഒരു എൻക്വയറി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ ഒരു പ്രാവശ്യം നമ്മളെ കുറിച്ച് അവർ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇന്നല്ല നാളെ നമ്മുടെ കസ്റ്റമർ ആണ്. അതാണ് നമ്മൾ എപ്പോഴും ചെയ്യുക. അതാണ് ഫിൽറ്ററിംഗ് ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത പേജ് നിങ്ങൾ നോട്ട് ചെയ്ത് പോട്ടോ. നെക്സ്റ്റ്, റാപ്പോ ക്രിയേഷൻ ആൻഡ് ട്രസ്റ്റ് ബിൽഡിംഗ്. ഇതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുമായിട്ട് ഒരു കോൺട്രാക്ട് വെക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം അവർക്ക് ട്രസ്റ്റ് നിങ്ങളുടെ മേളിൽ ആയിട്ടില്ല എന്നുള്ളതാണ്. അല്ലാതെ ചിലർ പറയും അവർക്ക് പൈസ ഇല്ല. അത് വെറും തെറ്റായ ധാരണയാണ്. പൈസ എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവുന്നതല്ല, ഉണ്ടാക്കുന്നതാണ്. ആമേ റൈറ്റ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പൈസ ഉണ്ടാവുന്നതാണോ ഉണ്ടാക്കുന്നതാണോ? പറയോ? എക്സാമ്പിൾ ഉണ്ടാക്കുന്നതാണ്. വേറെ ആരെങ്കിലും പറയൂ, പൈസ ഉണ്ടാവുന്നതാണോ ഉണ്ടാക്കുന്നതാണോ? അപ്പൊ പൈസ ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണം, നമുക്ക് ഇന്നൊരു ഹോസ്പിറ്റൽ കേസ് ആർക്കെങ്കിലും ഒരു എമർജൻസി വന്നു, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കും അല്ലെ? അപ്പൊ ചില ആളുകൾ നിങ്ങളുടെ നിങ്ങളുടെ പേരൻസ്, അവരുടെ കുട്ടികൾ ഒക്കെ നിങ്ങളുടെ അടുത്തുള്ള ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ലാന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ്? നിങ്ങൾക്ക് അവർക്കൊരു എമർജൻസി ക്രിയേറ്റ് ചെയ്ത് അവർക്കൊരു നീഡ് കൂടെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് ഇന്നല്ല, ചിലപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാവണമെന്നില്ല, നാളെ വന്നല്ല, അവര് എന്നെങ്കിലും അവരത് ഉണ്ടാക്കിക്കൊണ്ടുവരും. ഇപ്പൊ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ പുറകിൽ താമസിച്ചിട്ടുള്ള ലേഡി. അവര് ഹസ്ബൻഡില്ല, അതുപോലെ 3 പെൺകുട്ടികളാണ്, വാടകയ്ക്കാണ്, വർഷങ്ങളോട് താമസമുണ്ടില്ല. പക്ഷെ അവർക്ക് സാമ്പത്തികം പോലും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ആ കുട്ടികളുടെ ആളുകളുടെ 3 കുട്ടികൾ വിദേശത്ത് ഹൈടെക്കിലാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1-2 പേര് ജോലിയായി. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ആളുകൾ, നമ്മുടെ അടുത്ത് വരുന്ന ആളുകളും പണമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്കൊരു പണമില്ലെങ്കിലും അവർക്ക് പല വഴികളിൽ കൂടെ അവരെ നമ്മൾ ഗൈഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ ഇന്നല്ല നാളെ അവര് അച്ചീവ് ചെയ്യുന്നുള്ള ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഇവരുമായിട്ട് ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യണം. റാപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാനൊക്കെ പണ്ട് ഇൻഷുറൻസ് ഏജന്റുമാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വണ്ടിയുടെ ഇൻഷുറൻസ് അല്ല, ഈ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ഒരു നീഡ് ആയിട്ട് ആർക്കും ഫീൽ ചെയ്യത്തില്ല. വിദേശത്തൊക്കെ നിർബന്ധമാണ്, പക്ഷെ ഇന്ത്യയിലൊന്നും. പക്ഷെ ഇൻഷുറൻസ് ഏജന്റുമാരൊക്കെ ചെയ്യുന്ന രീതിയുണ്ട്. നിങ്ങളുടെ നിങ്ങളുമായിട്ട് നല്ല റിലേഷൻ ബിൽഡ് ചെയ്ത് നിങ്ങളിലൂടെ ഇത് ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന്, നിങ്ങളുടെ അടുക്കളയിലേക്ക് വന്ന്, നിങ്ങളുമായിട്ട് ഒരു ഫാമിലി മെമ്പർഷിപ്പ് വന്നു. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്ത് ഏത് ക്ലൈന്റ് വന്നാലും ക്ലൈന്റിനെ പഠിക്കണം. അപ്പം ക്ലൈന്റ് എപ്പോഴും ഒരു ഹൈ ഫ്രീക്വൻസിയിലാണ് നിങ്ങളുടെ അടുത്ത് വരിക. നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ നിങ്ങളായിരിക്കും ഹൈ ഫ്രീക്വൻസി. നിങ്ങളൊരു പ്രൊഡക്റ്റ് ഒക്കെ പഠിച്ചിട്ട് വളരെ ഇതായിട്ട്, അല്ലെ രാവിലെ കുറെ ഡേറ്റ കിട്ടി. ഇപ്പൊ മലേഷ്യയുടെ ഒരു പെയ്ഡാഡ് ചെയ്തു, 10 ഡേറ്റ കിട്ടി. അപ്പൊ രാവിലെ ഡേറ്റ ഒക്കെ പഠിച്ച് മീൻസ് പ്രൊഡക്റ്റ് ഒക്കെ പഠിച്ച് നല്ല ചാർജ് ആയിട്ട് ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും നിങ്ങൾ ആരെയും വിളിക്കുന്നത്, പിന്നെ ക്ലൈന്റിനെ വിളിക്കുന്നത്. പക്ഷെ ക്ലൈന്റ് ആ സമയത്ത് ചിലപ്പോൾ ലോ ഫ്രീക്വൻസി ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലൈന്റ് പിന്നെ ഓൾറെഡി നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് തന്നെ വിളിച്ചു തന്നെ വിചാരിക്കും, എന്തോ ആയിക്കോട്ടെ, ക്ലൈന്റിന്റെ ഒരു ഫ്രീക്വൻസി ഡൗൺ ആണ്. കാരണം ആ സമയത്ത്
ക്ലൈന്റ് എന്തോ ഒരു സമയത്ത് കയറി ചെയ്തതാണ് ആ സാധനം. അല്ലെങ്കിൽ ഈ ക്ലൈന്റ് നമ്മളെ കാണിച്ച പോലെ തന്നെ ഈ മെറ്റ ഇദ്ദേഹം നമ്മൾ മലേഷ്യ എന്ന് പറഞ്ഞ പരസ്യം ഇട്ടപ്പം അതേപോലെ തന്നെ ഒരു 10 കമ്പനികളുടെ മലേഷ്യ പരസ്യം ആ ക്ലൈന്റിനെ കാണിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ താമസമാണ് വിളിച്ചത്, അല്ല അവര് വേറൊരു ക്ലൈന്റ് നേരിട്ട് വിളിച്ചു, അവൻ വേറെ പറഞ്ഞ് അവന്റെ ഒരു ഫ്രീക്വൻസി ഡൗൺ ആയിട്ടിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലൈന്റിന്റെ നീഡ് അനാലിസിസ് പറയും. അതിനടുത്തതിൽ പറയാം, ഇവരുമായിട്ട് ഒരു ആദ്യം തന്നെ പോയിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ബ്ലാ അടിക്കാതെ അവരെ കുറിച്ച് പഠിക്കുക, അവരുടെ റിലേഷൻസ് മനസ്സിലാക്കുക. ഞാനൊക്കെയാണ് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ ഒരാളുടെ ഒരു നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൽ അവൻ വാട്സ്ആപ്പ് ബിസിനസ് ആണ്, അവൻ എന്ത് ചെയ്യുന്നു ഞാൻ കസ്റ്റമറെ നന്നായിട്ട് പഠിക്കും. മനസ്സിലായില്ലേ? എന്നിട്ട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിനാണ് ഞാൻ പറഞ്ഞത് 3 കാര്യങ്ങൾ. ഞാൻ ആദ്യം തന്നെ എനിക്കൊരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആദ്യം തന്നെ അവരെ വിളിച്ച് ഉണ്ടാകാതിരിക്കും. ആദ്യം അദ്ദേഹത്തിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 3 മെറ്റീരിയൽസ് അയച്ചു. ഒന്ന് കണ്ടാൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ കണ്ടാൽ വിശ്വസിക്കുന്ന ബ്രോഷറുകള്, അതുപോലെയുള്ള കാര്യങ്ങൾ, എന്റെ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ അയച്ചു. മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും സ്ഥാപനം എവിടെയാണ്, അപ്പം ആ ചോദ്യങ്ങളെല്ലാം ഒഴിവാണ്. നിങ്ങൾ എവിടുന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതാ സ്ഥാപനം, നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് ഉണ്ടോ, നിങ്ങളുടെ ടെസ്റ്റിമോണീസ് ഉണ്ടോ, ഇതൊക്കെ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനം എവിടെയാണ്, സ്ഥാപനത്തിന്റെ അഡ്രസ്സ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള, അതായത് നിങ്ങൾക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാം. കാരണം ട്രസ്റ്റ് ബിൽഡ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങളിലേക്ക് ഒരു ബിസിനസ് ഒരു ക്ലൈന്റ് ഒരിക്കലും തരത്തില്ല. അപ്പം ഞാനത് പറഞ്ഞത്, നിങ്ങളൊരു ക്ലൈന്റ് ചെയ്യുന്നതിന് 3 മെറ്റീരിയൽസ് നിങ്ങളെ റെഡി ആയിരിക്കണം. ഒന്ന് കണ്ടാൽ വിശ്വസിക്കുന്നതിനുള്ള മെറ്റീരിയൽസ്, നെക്സ്റ്റ് കേട്ടാൽ വിശ്വസിക്കുന്നതിനുള്ള മെറ്റീരിയൽസ്, നെക്സ്റ്റ് അനുഭവിച്ചറിഞ്ഞാൽ, അതായത് ടെസ്റ്റിമോണി, അതാണ് അനുഭവിച്ചറിഞ്ഞാൽ ഞാൻ പറയുന്നത്. അല്ലെ യൂണിവേഴ്സിറ്റിയുടെ ജിത്തു പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ലിങ്കുകൾ, അതുപോലെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ റെഡി ആയിരിക്കണം. എന്ന് വിചാരിച്ച് എല്ലാം റെഡി ആയിട്ട് നിങ്ങൾ കച്ചവടം ചെയ്യാനൊന്നും നോക്കണ്ട. ആവശ്യം അനുസരിച്ച് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. അടുത്തത് വരട്ടെ. ഇപ്പൊ നമ്മൾ അവരുമായിട്ട് നല്ല റാപ്പോ ക്രിയേറ്റ് ചെയ്തു, അവരുമായിട്ട് അവരെ കുറിച്ച് പഠിച്ചു, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനി ഇപ്പൊ നമ്മൾ അവരുടെ നീഡ് അനാലിസിസ് ചെയ്യണം. നീഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവന്റെ ആവശ്യം എന്താണ്. അവന്റെ ആവശ്യം ചിലപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ക്ലൈന്റ് ആണ്. ആ ക്ലൈന്റ് ഓൾറെഡി ഇത് കഴിഞ്ഞതാണ്, അതായത് ഡോക്ടറാണ്. ഏത് ഡോക്ടറാണ്? മറ്റേ എന്താണ്, ഹോമിയോപ്പതി ഡോക്ടർ, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, ഡോക്ടറാണ് പുള്ളിക്കാരി. എന്താണ് ഇത് ചെയ്യാൻ പോകണം, സിംഗപ്പൂർ നമ്മുടെ പരസ്യം കണ്ട് സിംഗപ്പൂർ ഗവൺമെന്റ്. അപ്പം പുള്ളിക്കാരി എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ചാൽ, പുള്ളിക്കാരിയുടെ ഫിയാൻസി ആയിട്ട് വരാൻ പോകുന്നതാണ് സിംഗപ്പൂരാണ്, കല്യാണമൊന്നും കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബ്ലാ സിംഗപ്പൂർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം, സോറി സിംഗപ്പൂർ എന്തൊരിക്കല്ല, മലേഷ്യയുടെ പരസ്യം കണ്ടിട്ട് വന്നതാണ്. പക്ഷെ സിംഗപ്പൂരാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഞാൻ ഇദ്ദേഹമായിട്ട് നീഡ് അനാലിസിസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു എന്റെ ഹസ്ബൻഡ് ഇതാണ്, ഇങ്ങനെയാണ്, ഇതുകൊണ്ടാണ് ഞാൻ ഇതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവർക്ക് വേണ്ടിയിട്ടുള്ള സിംഗപ്പൂർ ഗവൺമെന്റ് പ്രൊഡക്റ്റ് ഞാൻ അനലൈസ് ചെയ്തു. ആ ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് വന്നു. ഇപ്പൊ ആ കുട്ടിക്ക് എൻട്രൻസിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് വന്നു. അപ്പം സന്തോഷവാദത്തിലുണ്ട്, ഏകദേശം കുറേയധികം കുട്ടികൾക്ക് നമ്മുടെ സിംഗപ്പൂരിന്റെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് വന്നത്. കുറച്ചവർക്ക് കിട്ടിയിട്ടില്ല. ഏപ്രിലിലേക്ക് അതിന്റെ ലിസ്റ്റ് ജിത്തു ഇന്നലെ അനൗൺസ് ചെയ്യും നമ്മുടെ ഗ്രൂപ്പുകളിൽ. അതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നീഡ് അനാലിസിസ്. അതായത് കസ്റ്റമർ, നമ്മുടെ മുമ്പിൽ വരുന്ന കസ്റ്റമർ എന്തിനാണ്, അവന് തന്നെ അറിയില്ല ആയിരിക്കാം, പക്ഷെ അവന്റെ നീഡ് എന്താണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അവന്റെ നീഡ് അനാലിസിസ് ചെയ്യാൻ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഞാനിപ്പോ ഒരു ഫോം ഈ കഴിഞ്ഞ ദിവസം, നിങ്ങൾ കണ്ടോന്ന് അറിയത്തില്ല, എല്ലാ ഗ്രൂപ്പുകളിലും ഞാൻ തന്നിട്ടുണ്ട്. അതായത് നീഡ് അനാലിസിസ് ഫോം എന്ന് വേണം പറയാം, അല്ലെങ്കിൽ സ്റ്റുഡൻസ് അസസ്മെന്റ് ഫോം എന്ന് വേണം പറയാം. അതിനകത്ത് കുറെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട്, ഏകദേശം ഒരു 10ഓളം ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ക്ലൈന്റുമായിട്ട് ചോദിക്കുന്നത്. അതിന്റെ ഏതെങ്കിലും ഒരു കോളം വിട്ടുപോയാൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് ഈസി ആയിരിക്കില്ല. അതുകൊണ്ട് വളരെ റിസർച്ചഡ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോളമാണ്. അതിനകത്ത് നമ്മൾ പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കാരണം അതിന്റെ ബേസ് ചെയ്തിട്ടാണ് അവർ കൺട്രി പ്രൊഫൈൽസ് ചോദിക്കുന്നുണ്ട്, ഗ്യാപ്പ് നമ്മൾ ചോദിക്കുന്നുണ്ട്, പാസ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അവരുടെ ഫണ്ട് പാർട്ട്, അവരുടെ പ്രിഫറൻസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ സ്റ്റഡി പാത്ത് വേണോ കരിയർ പാത്ത് വേണോ സെലക്ട് ചെയ്യുന്നത്? അവ ഓഡിബിൾ? നിങ്ങൾ സ്റ്റഡി പാത്ത് വേണോ കരിയർ? എന്താണ് സ്റ്റഡി പാത്ത്, എന്താണ് കരിയർ പാത്ത്? ആർക്കെങ്കിലും പറയാമോ? ഞാൻ ഓൾറെഡി അന്ന് പറഞ്ഞതാണ്. എനിബഡി ക്യാൻ റിപ്പീറ്റ്? ആർക്കെങ്കിലും പറയാമോ സ്റ്റഡി പാത്ത് എന്താണ്, കരിയർ പാത്ത് എന്താണ്? ആർക്കെങ്കിലും പറയാമോ? എനിബഡി? നിങ്ങളാണ് ആദ്യം കസ്റ്റമറിന്റെ നീഡ് അനാലിസിസിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് ആണ്. കസ്റ്റമർ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു ക്ലൈന്റ്, അത് ഒരു ലീഡായിട്ട് വന്നു, ഒരു എൻക്വയറി ആയിട്ട് വന്നു, ചിലപ്പോൾ ഒരു വാക്കിൽ വന്നു, അല്ലെങ്കിൽ ഒരു ഫോൺ കോളിൽ വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടെ വന്നു. അപ്പം നിങ്ങൾ അവരുടെ കസ്റ്റമറിന്റെ നീഡ് അനാലിസിസ് ആദ്യം ചോദിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ കരിയർ പാത്ത് വേ ആണോ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് സ്റ്റഡി പാത്ത് വേ ആണോ? നിങ്ങൾക്ക് അറിയാമോ അതിന്റെ ഡിഫറൻറ്റ് അറിയാമോ? എനിബഡി? ഇല്ല എന്ന് പറഞ്ഞോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞോ?
ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഇല്ല, ഇല്ല ഡിഫറൻസ് അറിയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആണ്. അതായത് പഴയ കാലത്ത് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലത്തൊക്കെ 10ാം ക്ലാസ് പഠിച്ചാൽ ജോലി കിട്ടുമായിരുന്നു പഴയ കാലത്ത്. അത് കഴിഞ്ഞാൽ 12ാം ക്ലാസ് പഠിച്ചാൽ ജോലി കിട്ടും, ഡിഗ്രി പഠിച്ചാൽ ജോലി കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ PG പഠിച്ചാൽ ജോലി കിട്ടുമായിരുന്നു. എല്ലാവരും ചോദിക്കുന്ന ഒരു എന്റർപ്രണർ അല്ലെങ്കിൽ ഒരു ജോലി കൊടുക്കുന്ന ഒരാൾ ചോദിക്കുന്നത് എന്താണ്, നിങ്ങളുടെ വിദ്യാഭ്യാസം എന്താണെന്നാണ്. അതിനെ ബേസിക് ആയിട്ട് കരിയർ. പക്ഷെ അതായത് ഒരു സ്റ്റുഡന്റ് ചിന്തിക്കുകയാണ്, ഞാൻ എന്റെ SLC കഴിയുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ +2 പഠിക്കുന്നു, ഡിഗ്രി കഴിയുന്നു, PG കഴിയുന്നു, PhD, എന്നിട്ട് ഞാൻ ജോലിക്ക്, എനിക്ക് സ്റ്റഡിയാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന അതാണ് സ്റ്റഡി പാത്ത് വേ. നമ്മുടെ മുമ്പിൽ പലരും വരുന്ന സ്റ്റഡി പാത്ത് വേ തെരഞ്ഞെടുത്തുകൊണ്ട് വരുന്നവരുണ്ട്. അപ്പൊ അവരോട് തന്നെ ചോദിച്ചാൽ എന്തിനാണ് ഞാൻ PhD എടുക്കുന്നത് ചോദിച്ചാൽ എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടി. ഒരു പ്രൊഫഷണൽ ആയതിനു ശേഷം അവൻ ജോലി അന്വേഷിക്കുന്നു. പക്ഷെ കാലം മാറി. ഇന്ന് നിങ്ങൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, 10ാം ക്ലാസ് പാസ്സായതിനെ 3 കോടി രൂപയ്ക്ക് കമ്പനികൾ എടുത്തു, അല്ലെങ്കിൽ പിന്നെ ഇന്ന ആള് 12ാം ക്ലാസ് പാസ്സായവനെ എടുത്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമല്ല, സ്കില്ലാണ് ഒരു മാനദണ്ഡം. അപ്പം ഇപ്പൊ ഒരു എക്സാമ്പിൾ, എന്നെ തന്നെ ഞാനൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ 17ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറിയാണ്. എന്റെ PhD വരെയുള്ള വിദ്യാഭ്യാസം എല്ലാം ഞാൻ ജോലി കിട്ടിയതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, എടുത്തത്. എന്റെ MBA എടുത്തത്, എന്റെ PhD എടുത്തത്, എന്റെ ഗ്രാജുവേഷൻ എടുത്തത്. ഞാൻ വെറും 12ാം ക്ലാസ് വിദ്യാഭ്യാസത്തിൽ ഞാൻ ആദ്യം കരിയറാണ് സെലക്ട് ചെയ്തത്. അപ്പം അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് ആദ്യം പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയാണ് വരുന്നതെങ്കിൽ നമ്മൾ അവർക്ക് സ്റ്റഡി പാത്വേക്കാളും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് കരിയർ പാത്വേയാണ്. അപ്പം കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സിൽ, അതായത് കുറഞ്ഞ ഒരു ഷോർട്ട് പീരീഡിൽ കുറഞ്ഞ പൈസയിൽ അവനൊരു കരിയർ സെറ്റ് ചെയ്യാൻ പോകുന്ന അതായിരിക്കും. പക്ഷെ ഇന്ന് സാധാരണ എല്ലാവരും ചോദിച്ചാൽ ആദ്യം തന്നെ ഇതായിരിക്കും പറയാൻ, എനിക്ക് കരിയർ ആദ്യം ജോലി വേണം. പക്ഷെ അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ആ രീതിയിൽ. അപ്പം നമ്മൾ നീഡ് അനാലിസിസ് ചെയ്യുമ്പോൾ ഇവന് സ്റ്റഡി, ഇപ്പൊ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ അവന് അമേരിക്ക പഠിക്കണം, അല്ലെങ്കിൽ UK പഠിക്കണം, കാനഡ പഠിക്കണം. അത് കഴിയുമ്പോൾ MBBS എന്ന് പറയുന്നത് ഒരു സ്റ്റഡി പാത്വേ പ്രോഗ്രാമാണ്. നഴ്സിംഗ് ഒരു സ്റ്റഡി പാത്വേ ആണ്, ഒരു കരിയർ പാത്വേ അല്ല. മനസ്സിലായി? പക്ഷെ ഒരു വർഷത്തെ ഒരു ഹോസ്പിറ്റാലിറ്റി പ്രോഗ്രാം 6 മാസം സ്റ്റഡി, 6 മാസം പഠിക്കുന്ന അവനൊരു കരിയറിലേക്ക് തന്നെയാണ്. ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നത് ദുബായ് കോഴ്സുകളിൽ, അല്ലെങ്കിൽ ഇതൊക്കെ എടുക്കുന്ന പറയുന്ന ഒരു പെട്ടെന്ന് തന്നെ അവനൊരു ഷോർട്ട് പീരീഡ് പഠിച്ചുകൊണ്ട് അവനൊരു കരിയറിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു PR പോകുന്നു. PR പോയിട്ട് പിന്നെ അവൻ എന്ത് ചെയ്യുന്നു, അവന് എവിടെയാണ് അവന്റെ സ്കില്ല്, അവന് ജോലി കിട്ടി, ആ ജോലിയിൽ അവൻ PhD എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സ്കില്ലിനകത്ത് അവനൊരു സ്വന്തമായിട്ടൊരു കരിയർ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഇൻകം ഉണ്ടാക്കിക്കൊണ്ട്, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാതെ അതാണ് നിങ്ങൾ നീഡ് അനാലിസിസ് ഇതിന്റെ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അടുത്ത പേജിലോട്ട് പോട്ടെ. നീഡ് അനാലിസിസ് ചെയ്യുന്നു. നമ്മുടെ മുമ്പിൽ വന്നൊരു ക്ലയന്റിന് നമ്മൾ എന്താണ് അവൻ ആവശ്യം, നമ്മളിലേക്ക് എന്തിനാണ് അവൻ വന്നത്, UK പോകാനാണോ, ജോലി കിട്ടാനാണോ, അല്ലെങ്കിൽ കാനഡയ്ക്ക് പോകാനാണോ, ഓസ്ട്രേലിയക്ക് പോകാനാണോ, അവനൊരു ദുബൈയിൽ ഒരു ജോലിയാണോ, അല്ലെങ്കിൽ ഹസ്ബൻഡിനോടൊപ്പം യാത്ര ചെയ്യാനാണോ, ഫാമിലിയോടൊപ്പം പോകാനാണോ, കുഞ്ഞുങ്ങളെ ഫാമിലിയോട് പോകാനാണോ. അന്നേരം വേറൊരു ക്ലയന്റ് എനിക്ക് വന്നതാണ്, സിംഗിൾ മദറാണ്. ഇന്നലെ UK എനിക്കൊരു രജിസ്ട്രേഷൻ വന്നതാണ്. സിംഗിൾ മദറാണ്. അവിടെ കുറെ വർഷങ്ങളായിട്ട് UK-യിലായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ കുട്ടിക്ക് അവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അപ്പം ഓസ്ട്രേലിയയിലേക്ക് നേഴ്സിംഗ് പോകണം. അപ്പൊ ഞാൻ നീഡ് അനാലിസിസ് ചെയ്തപ്പോൾ ഇതാണ് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം അതാണ് എപ്പോഴും അവരുമായിട്ടൊരു അവരുടെ ആവശ്യത്തിനനുസരിച്ച്, അല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്ലാ UK പോകാം, കാനഡ പോകാം, ഓസ്ട്രേലിയ പോകാം, ദുബായിക്ക് പോകാം, ബ്ലാ അടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷനും നിങ്ങൾക്ക് വരില്ല. കസ്റ്റമറിന്റെ നീഡ് അനാലിസിസ്, കസ്റ്റമറിന്റെ ആവശ്യം അനുസരിച്ചാണ് ഉള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അല്ല നിങ്ങളുടെ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് കെട്ടിയേൽപ്പിക്കുക അല്ല ചെയ്യുന്നത്. കസ്റ്റമറിന് ഇപ്പൊ അവന് സാമ്പത്തികം കുറവാണ്, സാമ്പത്തികം കുറഞ്ഞുള്ള പ്രൊഡക്റ്റ്, അവന് പെട്ടെന്ന് ജോലി കിട്ടേണ്ട പ്രൊഡക്റ്റ് ഏതാണ്, അല്ലെങ്കിൽ അവന് പെട്ടെന്ന് വിസ കിട്ടുന്ന പ്രൊഡക്റ്റ്, റിസ്ക് എടുക്കാൻ പറ്റാത്തുള്ള പ്രൊഡക്റ്റ്, ഇങ്ങനെ. അതുകൊണ്ടാണ് പ്രൊഡക്റ്റ് നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് നോളജ് ഉണ്ടായി കഴിയുമ്പോൾ പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യണം. പ്രൊഡക്റ്റ് വളരെ അന്നേരം മാത്രമേ നിങ്ങൾ പ്രൊഡക്റ്റ്, സാധാരണ ആളുകളൊക്കെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെയാണ് പ്രൊഡക്റ്റ് ബ്ലാ 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 എന്ന് അടിച്ചു കൊടുക്കുക. സാർ എന്നെ വിളിച്ച, സാർ ഒരു മലേഷ്യയുടെ എൻക്വയറി ചെയ്തായിരുന്നു, ഇതാണ് സാറ് ബ്ലാ 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 ബ്ലാ. അവർ പകുതി കേട്ടാതെ പോയിട്ടിരുന്നു. അവരുടെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ പോലും എടുക്കത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും ഇത് വരാത്തത്. അവരുടെ നീഡ് അനാലിസിസ് നിങ്ങൾ അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തില്ല, ഫിൽറ്റർ ചെയ്തിട്ടില്ല, അവരുടെ നീഡ് അനാലിസിസ് ചെയ്തില്ല. അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് അല്ല നിങ്ങൾ കൊടുക്കും. അപ്പൊ ആവശ്യമുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ മാർക്കറ്റ് ചെയ്ത പ്രൊഡക്റ്റ് ആയിരിക്കണമെന്നില്ല അവർക്ക് ചിലപ്പോൾ ആവശ്യം. അവരുടെ യഥാർത്ഥ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച്, അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നിങ്ങൾ അവരുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ സെലക്ട് ചെയ്യുക. അതാണ് അവിടെ മാത്രമേ നിങ്ങൾ പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യാവുള്ളൂ. അതിന്റെ മുന്നിലൊന്നും നമ്മൾ പ്രൊഡക്റ്റ് പ്രസന്റേഷൻ ശരിക്കും 5 മിനിറ്റ് ആവശ്യം. അപ്പൊ എപ്പോഴും പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസിഷൻ മേക്കറുടെ മുമ്പിൽ പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇപ്പൊ കുട്ടിയുടെ മാത്രം മുമ്പിൽ പ്രൊഡക്റ്റ് നിങ്ങൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി എല്ലാം കേട്ടിട്ട് പറയും ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. അച്ഛനോട് മാത്രം പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയും ഞാൻ അമ്മയോടും കൂടെ ഒന്ന് ചോദിക്കട്ടെ. അപ്പൊ നിങ്ങൾ എപ്പോഴും പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡിസിഷൻ മേക്കേഴ്സ് 3 പേര്, അപ്പൊ അച്ഛൻ, അമ്മ,
അല്ലെങ്കിൽ കുട്ടി, ഈ 3 പേരുടെ മുമ്പിൽ പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സമയം വേസ്റ്റ് ആവും എന്ന് ഞാൻ പറയുന്നു. വീണ്ടും അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും 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 ഇത് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് അവിടെ പോയിട്ട് പിന്നീട് എന്താ പറയാ അവര് കാരണം ഒരാൾക്ക് മനസ്സിലായി വേറെ ആൾക്ക് മനസ്സിലായി. അതുകൊണ്ട് പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, പ്രൊഡക്റ്റ് ഇത് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നുകൂടെ ഞാൻ പറയുന്നു. അടുത്തതിലേക്ക് പോട്ടെ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്റെ ഈ സംസാരം അല്ലെങ്കിൽ എന്റെ ഇത് ആണെങ്കിൽ ഒന്ന് എസ് പറയൂ. യൂസ്ഫുൾ ആണോ? ആണെങ്കിൽ എനിക്ക് എസ് തരൂ. എസ് തരൂ. യെസ്, താങ്ക് യു വെരി മച്ച്. ഇനിയാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റും പ്രസന്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വരുന്നത് എന്താണ്? ഒബ്ജക്ഷൻസ് ആണ് അല്ലെ, തടസ്സങ്ങൾ. അതായത് എന്തും നമ്മളിപ്പോ ഒരു വണ്ടി ഓടിച്ച് മുമ്പോട്ട് പോകുന്നു, നമ്മളിപ്പോ എറണാകുളത്ത് വരെ വണ്ടി ഓടിച്ചു, നമ്മൾ എന്താ തടസ്സങ്ങൾ വരില്ലേ? നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു കയറ്റം വന്നാൽ നമ്മൾ അടുത്ത ഗിയർ ഇടും, റിവേഴ്സ് പോകും. അല്ല ഇനിയിപ്പം വളവുള്ളടുത്ത് വളവ് തിരിക്കണം, അല്ല നേരെ ഇടിച്ചങ്ങ് പോവല്ലോ ചെയ്യുന്നത്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലൈന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ അതായത് കസ്റ്റമർക്ക് ഒബ്ജക്ഷൻസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ ആ കസ്റ്റമറിന് റൈറ്റ് കസ്റ്റമർ അല്ല, അവർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് ആ പ്രൊഡക്റ്റിനോട് അവർ ടോട്ടലി എക്സൈറ്റഡ് ആയിപ്പോയി. അവർ നിങ്ങളുടെ പ്രൊഡക്റ്റ് പ്രസന്റേഷൻ എവിടെയോ നിങ്ങളുടെ ഒരു തെറ്റുപറ്റിയിരിക്കുക. നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ക്ലൈന്റ് ആണ്, അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കുന്ന ക്ലൈന്റ്, അല്ലെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണ് ആവശ്യക്കാരൻ. അതുകൂടെ നിങ്ങൾ തിരിച്ചറിയുക. അല്ലാതെ സൈലന്റ് ആയിട്ട് പോകുന്നവനും അല്ലെ നിങ്ങളെ വീണ്ടും നിങ്ങളുടെ ഫോൺ എടുക്കുന്നില്ല എങ്കിൽ, അല്ലെ നിങ്ങളെ വീണ്ടും ഒരാൾ ചാറ്റ് ചെയ്ത് നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അല്ലെ വീണ്ടും അവൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ ക്ലൈന്റ് ആണ്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആണ്. അതുകൂടെ ചിന്തിച്ചോളൂ, നിങ്ങളിൽ നിന്ന് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്. എനിവേ ഇത് രണ്ടാളും നിങ്ങൾ തിരിച്ചറിയണം. അവിടെ നിങ്ങൾ ഒബ്ജക്ഷൻസ് ഹാൻഡിൽ ചെയ്യണം. അവന്റെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ക്ലൈന്റിനെ കേൾക്കണം. അവൻ എന്താണ്, അല്ലാതെ നിങ്ങള് ബ്ലാ എന്ന് പറയല്ല. ആദ്യം അവനെ കേൾക്കണം. കേട്ടിട്ട് അവന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലായി അതിന്റെ ഉത്തരം നമ്മൾ പെർഫെക്റ്റ് ആണ്. ചിലപ്പോൾ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉത്തരം പറയാൻ അറിയില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സോറി സാർ, ഞാൻ ഇതിന്റെ ഹയർ അതോറിറ്റിയോട് ചോദിച്ചിട്ട് ഇന്ന സമയത്തിനുള്ളിൽ ഞാനിത് കറക്റ്റായിട്ട് ഉത്തരം നിങ്ങൾക്ക് തരാം സാർ എന്ന് പറഞ്ഞിട്ട് അതേ സമയത്ത് അവർക്ക് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കും. കാരണം എല്ലാവരും മനുഷ്യര് എല്ലാം അറിവിന്റെ നിറകുടങ്ങളല്ല. ഇപ്പൊ ഞാൻ പോലും എനിക്ക് എന്തെങ്കിലും ഒരു അറിവില്ലായ്മ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും എനിക്ക് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2% എനിക്ക് അറിവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ബാക്കി 98% ഇനി അറിയാൻ കിടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ വരുന്ന സമയത്ത് എന്തെങ്കിലും അറിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, ഹെഡ് ഓഫീസിനോട് ബന്ധപ്പെടാൻ നിങ്ങൾക്ക്, അതുപോലെ തന്നെ എന്നെ ചാറ്റ് ചെയ്യാം, അതുപോലെ നിങ്ങളുടെ എംപ്ലോയീസ് ആണ് നിങ്ങളുടെ ഓണറിനോട് ചോദിക്കാം. അതുപോലെ എല്ലാവർക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള അവസരം ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ അവർ ചോദിക്കുന്ന ഓരോ ഒബ്ജക്ഷൻസും നിങ്ങൾ അവരെ വളരെ നല്ല രീതിയിൽ കൂടെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഇതാവുന്ന രീതിയിൽ അവർക്ക് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഉദാഹരണം മലേഷ്യയാണ് അവർ ചോദിക്കുന്നത്. മലേഷ്യയില് കുറഞ്ഞ ചെലവില്, മലേഷ്യ ഒരു നല്ല കൺട്രി ആണോ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു UK കാനഡ പോലെയുള്ള അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയ പോലുള്ള കൺട്രിയിലേക്ക് ഞങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും സാർ. കാരണം എക്സാമ്പിൾ ഞാനാണ് ഇങ്ങനെ പറയും, സാറേ നമുക്കറിയാമല്ലോ ഇപ്പം ഓസ്ട്രേലിയ പഠിക്കണം എന്ന് റിക്വയർമെന്റ്സ് കൂടുതലാണ്, പണം കൂടുതലാണ്. അപ്പം സാധാരണക്കാരുടെ ഒരാൾക്ക് ഒരു ഓസ്ട്രേലിയൻ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് ദുബൈയിലും അതുപോലെ തന്നെ ഏഷ്യൻ കൺട്രീസിലൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ഗുണം എന്താ? അവിടുത്തെ സിലബസ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കൺട്രിയിൽ പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈനൽ ഇയറുകൾ വേണമെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെ പാർട്ട് വേണമെങ്കിൽ പോകാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്ക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഗ്ലോബൽ പ്ലേസ്മെന്റിലേക്ക് നിങ്ങൾക്ക് പോകാം. ഗ്ലോബൽ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാജ്യത്തും എവിടെയും പ്ലേസ്മെന്റ്, നിങ്ങളൊരു എക്സലന്റ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ച് നിങ്ങൾക്കൊരു ഒരു കരിയർ ഒരു എക്സ്പീരിയൻസ് കൂടെ ആയി കഴിഞ്ഞാൽ വലിയ കമ്പനികൾ നിങ്ങളെ ഹയർ ചെയ്യും. അതിനകത്ത് ഈ ഹയർ ചെയ്യുമ്പോൾ ഫിസിക്കലായിട്ട് നിങ്ങൾ വേണമെന്നില്ല. ഇപ്പൊ എന്റെ ഇൻഫോ പാർക്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഇൻഫോ പാർക്കിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ഇരുന്നുകൊണ്ട് ഒക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഈ ജോലിയുടെ മെത്തേഡ് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ ഓഫീസിൽ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർക്കുന്ന ഒരു വർക്ക് പ്ലേസിൽ ചെന്നിട്ടായിരുന്നു എന്നൊരു രീതി ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ അതിന് കൊറോണ വന്നതിന് ശേഷം വർക്ക് ഫ്രം ഹോം എന്നുള്ളത് വന്നു. അതിനുശേഷം വർക്ക് ഫ്രം എനിവേർ, എവിടെ ഇരുന്ന് ചെയ്യാമെന്നുള്ള ഇത് വന്നു. ഇപ്പൊ വന്നിരിക്കുന്ന പുതിയ ജോബ് കോൺസെപ്റ്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ GG ജോബ്സ് എന്ന് പറയാം, ഗിഗ് ജോബ്സ് എന്ന് പറയാം. അതായത് സ്കില്ലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് രാവിലെ ഒരു കമ്പനിയോട് ചെയ്യാം, ഉച്ചകഴിഞ്ഞ് വേറെ ഒരു കമ്പനിയോട് ചെയ്യാം, അങ്ങനെ ഒരു ദിവസം 5 കമ്പനിയോടൊപ്പം ചെയ്യാം. അതാണ് ഇനി 2030 2040 ഒക്കെ സംഭവിക്കാൻ പോകുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള
കോൺസെപ്റ്റുകളാണ് വരാം. അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ കൗൺസിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ നമ്മളൊരു കോഴ്സോ കോളേജ് എടുക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഈ ഒബ്ജക്ഷൻസ് പറയുന്നത്. അപ്പൊ അവർ ചോദിക്കും, ഞാൻ ഇന്ത്യയിൽ പഠിക്കണം, എന്തുകൊണ്ട് ഞാൻ വിദേശത്ത് പഠിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ അറിഞ്ഞിരിക്കണം. വിദേശത്ത് പഠിക്കേണ്ടത് ഒന്നാമത് അപ്ഡേറ്റഡ് സിലബസ് ആണ്. ഇന്ത്യയിലെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരോ എഴുതി വെച്ച സിലബസ് ആണ് ഇപ്പോഴും നമ്മൾ പഠിക്കുന്നത്. നമ്മളൊക്കെ പഴയ കാലത്ത് സൈൻ, ഇപ്പോഴും ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ അടി മേടിച്ചിട്ടുണ്ട്. സൈൻ തീറ്റ, കോസ് തീറ്റ, എന്തൊക്കെയോ കുറെ അടി മേടിച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല. ആരോ എഴുതി വെച്ച സിലബസ് 2-3 വർഷം മുമ്പുള്ളത് നമ്മളെ കൊണ്ട് കുത്തുനിറപ്പിക്കുന്നതാണ് ഇന്ത്യൻ സിലബസുകളല്ല. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ വേൾഡ് റാങ്കിങ് യൂണിവേഴ്സിറ്റികളല്ല ഇന്ത്യയിൽ ഉള്ളതല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികൾ വേൾഡ് റാങ്കിങ് നോക്കിയാൽ, US റാങ്കിങ് നിങ്ങൾ നെറ്റിലടിച്ച് നോക്കിയാൽ സ്റ്റുഡൻസിനോട് പറയാം, അവിടെയെല്ലാം വേൾഡ് റാങ്കിങ് കുറവാണ് എന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ് പിന്നെ എന്താണ്, ഇന്ത്യയിൽ അതേ പഠിക്കുന്ന അതേ ചിലവില് നിങ്ങൾക്ക് വിദേശങ്ങളിൽ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഗ്ലോബൽ പ്ലേസ്മെന്റിലേക്ക് പോകാം. ഇന്റർനാഷണൽ എക്സ്പ്ലോഷർ നിങ്ങൾക്ക് കിട്ടും. മൾട്ടി കൾച്ചർ നിങ്ങൾക്ക് പഠിക്കാം. മൾട്ടി സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കാണാം. ഒത്തിരി എക്സ്പ്ലോഷർ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. മൾട്ടി കൺട്രഡ്, നിങ്ങളുടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന പല രാജ്യക്കാരനാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗ്ലോബൽ സിറ്റിസൺ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളെല്ലാം കുറെ കാശ് ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് വന്നു വേണം, നമ്മുടെ നാട്ടിൽ എക്സ്പീരിയൻസ് എല്ലാം ചെയ്ത് നമ്മുടെ നാട്ടിൽ എന്റർപ്രണർഷിപ്പ് തുടങ്ങാം. ഇതിനെല്ലാം ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ അവൻ ചോദിക്കുന്ന പല കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ നിങ്ങൾക്ക് അറിയാമെങ്കിലാണ് നിങ്ങൾക്ക് ക്ലോസിംഗിലേക്ക് വരാൻ സാധിക്കുള്ളൂ. അതായത് നമുക്ക് ഇതുപോലെയുള്ള ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ന്യൂസുകളൊക്കെ ചെയ്യാം. കോമ്പറ്റേറ്ററിനെ, അതായത് നിങ്ങളുടെ കോമ്പറ്റേറ്ററായ ആളുകളെ ഡെയിലി ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള പുതിയ ഗൂഗിൾ പോലെയുള്ള അല്ലെങ്കിൽ ChatGPT പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവരെ ആശ്രയിച്ചുകൊണ്ട് കൂടുതൽ അറിവ് സമ്പാദിക്കാം. പിന്നെ ഇതുപോലുള്ള ട്രെയിനിങ്ങുകൾ കേട്ടിട്ടും ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നെക്സ്റ്റ് പേജിലിട്ട് പോട്ടെ. ഇനിയാണ് പലരുടെയും പ്രശ്നം. ഇപ്പം രാവിലെ കസ്റ്റമറോട് വിളിച്ചു, സംസാരിച്ചു. അവര് നിങ്ങൾ ബ്ലാ 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 എന്ന് ഫോണിൽ കൂടിയാണ് സംസാരിച്ചത്. അവർക്ക് കാര്യം മനസ്സിലായില്ല, നിങ്ങൾക്കും കാര്യം മനസ്സിലായില്ല. വിളിച്ചേക്കാൻ കെട്ടാവല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ പിന്നെ വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല. അതാണ് ഇവിടെയാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നതിന് പകരം ഞാൻ എഫക്റ്റീവ് ഫോളോ അപ്പ് എന്ന് പറയാം. ഒരാൾ എഫക്റ്റീവ് ആയിട്ട് ഒരാളെ ഫോളോ അപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എഫക്റ്റീവ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. എന്താണ് എഫക്റ്റീവ് ഫോളോ അപ്പ്? നമ്മളിപ്പോൾ ഒരാൾക്ക് ശല്യമില്ലാത്ത രീതിയിൽ അവന്റെ സമയം നോക്കി അവന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം എന്നെ ഒരാള് എന്നിലേക്ക് ഒരാൾ വരുന്നതിന്റെ ലക്ഷ്യം അവർക്ക് ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുമ്പോഴാണ്. അല്ലാതെ ഞാൻ എത്ര പറഞ്ഞിട്ടും ആരും എന്റെ അടുത്തേക്ക് വരില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പ്രസന്റ് ചെയ്ത രീതി വരെ ആ ഒരു ക്ലൈന്റിന് ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ഇങ്ങോട്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യണം. മനസ്സിലായി? എന്നാലും നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്യണം. അപ്പൊ ഫോളോ അപ്പ് നമ്പർ 1, ഫോളോ അപ്പ് നമ്പർ 2, ഫോളോ അപ്പ് നമ്പർ 3, ഈ 3 ഫോളോ അപ്പ് ചെയ്യാവുള്ളൂ എന്ന് ഞാൻ പറയും. അതിനുശേഷം നിങ്ങൾ ഒരിക്കലും ബെഗ് ചെയ്യരുത്, സാറേ എന്റെ കൂടെ രജിസ്റ്റർ ചെയ്യാമോ, അല്ലെങ്കിൽ എന്റെ കൂടെ വരാമോ, അങ്ങനെ ഒന്നും ചെയ്യരുത്. കാരണം നമ്മൾ നമ്മുടെ ഡിഗ്നിറ്റി വിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ അവർക്ക് 100% മനസ്സിലാക്കി കൊടുക്കണം. നമ്മളുടെ കൂടെ ഇപ്പൊ ഹൈക്കോർട്ട് വക്കീല് തന്നെ പല ടൈപ്പ് ഉണ്ട്. 1000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഹൈക്കോർട്ട് വക്കീലുണ്ട്, 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്നത്. അപ്പൊ നിങ്ങളുടെ വില നിങ്ങൾ കളയരുത്. ക്ലൈന്റിനെ ക്ലോസ് ചെയ്യാം, ക്ലൈന്റിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. ഫോളോ അപ്പ് നമ്പർ 1 നമ്മൾ ചോദിക്കാം, സാറേ ഞാൻ ഇന്നലെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫ്രീക്വൻസി ഡൗൺ ആവുന്നതിന് മുമ്പ് ക്ലോസിംഗ് നടന്നിരിക്കണം. ഇപ്പൊ പലരുടെയും പ്രശ്നം എന്താണെന്നറിയോ, ഇന്ന് നമ്മൾ പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്തു, ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഫ്രീക്വൻസി ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഹൈ ഫ്രീക്വൻസി ക്ലൈന്റിന്റെ ഫ്രീക്വൻസിയും ഹൈ, ഒന്നെങ്കിൽ നിങ്ങളുടെ ഫ്രീക്വൻസി ഹൈ, ക്ലൈന്റിന്റെ ഫ്രീക്വൻസി ഡൗൺ, നിങ്ങളുടെ ഫ്രീക്വൻസി ഹൈ. അപ്പൊ അവിടെയും ക്ലോസിംഗ് നടക്കും. രണ്ടൊരു ഈക്വൽ ആവുന്ന ഫ്രീക്വൻസി സമയത്താണ് ഈ ക്ലോസിംഗ് നടക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് പ്രസന്റേഷൻ ടൈമിൽ തന്നെയാണ് ക്ലോസ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് നാളെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പല ഫ്രീക്വൻസി അവിടെ ഡൗൺ ആവും. കാരണം എന്താ, അവന് പല പ്രശ്നങ്ങളിലേക്ക് പോകുന്ന പല കമ്പനികളുടെ പരസ്യം അവിടെ ചെന്നിട്ട് അവന് കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, വിത്തിൻ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്ത് അവരിൽ നിന്ന് ഒരു രജിസ്ട്രേഷൻ നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ ആ ക്ലൈന്റ് നിങ്ങളെ പോയി എന്ന് തന്നെ. അതാണ് എമർജൻസി ക്രിയേഷൻ എന്ന് പറയുന്നത്. അടുത്ത പേജിലോട്ട് പറയാം. അവിടെയാണ് എഫക്റ്റീവ് പോളിസി. നെക്സ്റ്റ് പേജ് അടിച്ചേ. അതാണ് ക്ലോസിംഗ്. ഇവിടെയാണ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. ഒരു കോൺട്രാക്ട് ബിൽഡിംഗ്, അല്ലെങ്കിൽ ആ ക്ലോസിംഗ് നടന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വിളിച്ചു, ഈ ആഴ്ച എഫക്റ്റീവ് ഫോളോ അപ്പ് നമ്പർ 1 ചെയ്തു, അവനെടുത്തില്ല. രണ്ടാമത് വീണ്ടും ചെയ്തു, നിങ്ങൾ അവരെ വിളിച്ചു, അവനെടുത്തില്ല. മൂന്നാമതും എടുത്തില്ല. അപ്പൊ അതിനർത്ഥം എന്താ, 3-4 റീസൺ കൊണ്ടാണ്. ഒന്ന്, നിങ്ങളുടെ പ്രൊഡക്റ്റ് പ്രസന്റേഷൻ ഇഷ്ടപ്പെട്ടില്ല, അവന് അതിനുള്ള ഇതുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ക്ലൈന്റിന്റെ അടുത്തല്ല പ്രസന്റ് ചെയ്ത്, നിങ്ങളുടെ ഡിസിഷൻ മേക്കറിന്റെ അടുത്തല്ല പ്രസന്റ് ചെയ്ത്, അല്ലെങ്കിൽ അവന്റെ നീഡ് അനാലിസിസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ പല റീസൺ കൊണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ക്ലൈന്റിലേക്ക് അല്ല നിങ്ങൾ ലീഡ് ജനറേറ്റ് ചെയ്ത്, അങ്ങനെ പല റീസൺ കൊണ്ടാണ് അവന് എന്ത് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ഫോൺ എടുക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോസിംഗ് കിട്ടാതിരിക്കുന്നത്.
ക്ലോസിംഗ് എന്ന് പറയുന്നത് അവിടെ ഒരു 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 ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ഹാൻഡ് ആവുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ അവസ്ഥയില് ഫ്രീക്വൻസി ഡൗൺ ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ സെയിൽസ് നടക്കത്തില്ല. ഇപ്പൊ നിങ്ങൾ സ്ഥലക്കച്ചവടം വിചാരിച്ചുള്ളൂ, രണ്ടുപേരും താല്പര്യപ്പെട്ടു, അവിടെ അന്നേരം തന്നെ ടോക്കൺ കൊടുക്കുന്നതിന്റെ ലക്ഷ്യം അതാണ്. അപ്പൊ അവിടെ ടോക്കൺ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ആ സെയിൽസ് പോകും, അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി. അതുകൊണ്ടാണ് നമ്മൾ ഒരു രജിസ്ട്രേഷൻ മേടിക്കണം എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത്. ആ രജിസ്ട്രേഷൻ ഫണ്ട് പൈസ നിങ്ങൾ തിരിച്ചു കൊടുക്കോ കൊടുക്കാതിരിക്കോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഒരു പണമിടപാട് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കോൺട്രാക്ട് ആയി. ആ കോൺട്രാക്റ്റിന് നിങ്ങൾക്ക് ഒരു റിസീപ്റ്റും അതൊരു മെയിലും നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും പലരും എന്താണ് പൈസകൾ വാങ്ങുന്നില്ല, അതില്ല ഇതില്ല, അതൊക്കെ ഒത്തിരി ഉള്ളവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഡേറ്റയും ഇഷ്ടംപോലെ ക്ലെയിമും അവരൊന്നും പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് പുതിയതായിട്ട് വരുന്ന ആളുകൾ ഒരു ക്ലെയിം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ 100% അവരുടെ നിന്ന് രജിസ്ട്രേഷൻസ് മേടിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ വേണേൽ പറഞ്ഞോ, നിങ്ങൾ ഈ ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റീഫണ്ട് കൊടുക്കാമെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം നിങ്ങളുടെ ഡിപ്പെൻഡ് അപ്പോൺ നിങ്ങളുടെ ഇതാണ്. പക്ഷെ ആ കോൺട്രാക്ട് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ അവൻ പിന്നീട് അവൻ ഫ്യൂച്ചറിൽ ഫോൺ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് അവിടെ ഒരു കോൺട്രാക്ട്, ഒരു പണമിടപാട് അവിടെ നടന്നിരിക്കണം. അതാണ് ക്ലോസിംഗ് എന്ന് ഞാൻ പറയുന്നത്. അതാണ് അവിടുത്തെ ക്യാഷിംഗ് എന്ന് ഞാൻ പറയുന്നത്. അടുത്ത പേജ്. നെക്സ്റ്റ് ആണ് നമ്മൾ വിചാരിക്കും അമ ഓഡിബിൾ കേൾക്കുന്നുണ്ടോ? ഹലോ, അമ ഓഡിബിൾ? ഹലോ, ഓക്കെ. നെക്സ്റ്റ് ആണ് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. നമ്മൾക്കിപ്പോ ഒരു രജിസ്ട്രേഷൻ കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ കുട്ടിയുടെ രജിസ്ട്രേഷന്റെ പുറകെ മാത്രം പോകും. നമ്മൾ ഒരിക്കലും റെഫറൻസ് ചോദിക്കാറില്ല. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ലോസിംഗ് കഴിഞ്ഞു നമ്മൾ അവരുടെ റെഫറൻസ്, മോളെ പോലെ അല്ലെ മോനെ പോലെ ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും സെയിം ഇതിലുണ്ട്. ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കസിൻസ് ഉണ്ടാവും, അല്ല അവരുടെ അങ്ങനെ പല രീതിയിൽ അവിടെ നിങ്ങൾക്ക് ഒരു ക്ലോസിംഗ് ആകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുമായിട്ടൊരു ഫ്രീക്വൻസി സെറ്റ് ആക്കുക, നിങ്ങളുമായിട്ട് ഒരു ഡീൽ ചെയ്യാൻ ആഗ്രഹിച്ച ഒരാളാണ്. അപ്പൊ ആ ആള് 100% ഒരു റെഫറൻസിങ്, പലരും റെഫറൻസിങ് മടുക്കും. അവരുടെ കുടുംബത്തിലുള്ളവരുണ്ടാവാം, അവരുടെ ഫ്രണ്ട് സർക്കിളിലുണ്ടാവാം. അവിടെ വെച്ച് തന്നെ നിങ്ങൾ ആ ക്ലോസിംഗിന്റെ ഹൈ വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, ഹൈ ഫ്രീക്വൻസി നിൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ റെഫറൻസ് മേടിക്കണം. റെഫറൻസ് പിന്നെ തരാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ തരണമെന്ന് നിർബന്ധമില്ല, മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് ടെസ്റ്റിമോണികൾ. നിങ്ങൾക്ക് ഒരു നല്ല സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അതേ സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ടെസ്റ്റിമോണി നിങ്ങൾക്ക് മേടിക്കാം. ഉദാഹരണം, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് സാറിന് കറക്റ്റാണെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഇതാണ് ഞങ്ങളുടെ വെബ്സൈറ്റ് ലിങ്ക്, അതിൽ കയറി നല്ല സർവീസ് ആണെന്ന് ചെയ്യാമോ, അല്ലെങ്കിൽ ഒരു വിസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ അത് ചെയ്യാമോ, അല്ലെങ്കിൽ ഇതുവരെയുള്ള കാര്യത്തെ വെച്ച് ഇതുവരെയുള്ള സർവീസ് നിങ്ങൾക്ക് ചെയ്യാമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല വാക്ക് എനിക്കൊരു ഇതായിട്ട് തരാമോ, അത് നമ്മളൊരു സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നു. അങ്ങനെ റെഫറൻസിങ് എടുക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും ഞങ്ങൾക്ക് ക്ലെയിം തരാന്ന് മാത്രമല്ല, അവരുടെ ഒരു നല്ല വാക്ക് നിങ്ങൾ മേടിക്കുന്നതിനും കൂടെ നിങ്ങൾ അപ്രിസിയേഷൻ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നല്ലതായിട്ട് എടുക്കുന്നതും കൂടെ നിങ്ങൾക്ക് അത് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. അത് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങളുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ് സ്റ്റോറി കൂടുതൽ ആളുകൾ അറിയുകയുള്ളൂ. അതാണ് റെഫറൻസിങ് ഞാനെന്ന് പറയുന്നത്. കഴിഞ്ഞോ? സെയിൽസുകൾ കഴിഞ്ഞോ? ഇനിയും വല്ലതും ഉണ്ടോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഇവിടെ കാണിച്ചു കഴിഞ്ഞു. ഇനിയാണ് പ്രധാനപ്പെട്ട സാധനം ഞാൻ എപ്പോഴും പറയുന്നത്. ഒരാളുടെ രജിസ്ട്രേഷൻ മേടിച്ചു അല്ല ഒരാളുടെ, അവർക്ക് കറക്റ്റായിട്ടുള്ള സർവീസ് കൊടുക്കണം. അവർക്ക് കറക്റ്റായിട്ടുള്ള സമയത്തുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യണം. അവരുടെ ലിസ്റ്റ് എടുത്തു വരും. നമ്മളൊരു നാല് ലിസ്റ്റ് എന്നും ഓണറിന്റെ കയ്യിലും അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ കയ്യിലുണ്ടാവും. ഓണറിന്റെ കയ്യിലുള്ളത് ഫുൾ ഡേറ്റ ലിസ്റ്റ് ആണ് ഒന്ന്. പിന്നെ ഡേറ്റ ഫിൽട്ടർ ചെയ്തിട്ട് ലീഡ് ആയിട്ടുള്ള ലിസ്റ്റ് ആണ് രണ്ടാമത് വേണ്ടത്. ലീഡ് ഫിൽട്ടർ ചെയ്തിട്ട് ചാൻസ് ആയിട്ടുള്ള പ്രോസ്പെക്ടിംഗ് ലിസ്റ്റ് ആണ് അടുത്ത ഉണ്ടാവേണ്ടത്. അതിനുശേഷം കസ്റ്റമർ ക്ലോസിംഗ് ആയി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ലിസ്റ്റ് ആണ് ഉണ്ടാവേണ്ടത്. അടുത്ത ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എടുക്കില്ല എന്ന് വിചാരിക്കുന്ന ലിസ്റ്റാണ്. പിന്നെ അത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് നമ്മൾ വെക്കുന്നതാണ്. പിന്നെ വേണമെന്ന് പറഞ്ഞാൽ അവരുടെ റെഫറൻസിങ് വരുന്ന ഒരു ലിസ്റ്റാണ്. അത് നമ്മുടെ മെയിൻ ലീഡിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം കഴിഞ്ഞാൽ സർവീസിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈന്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ അപ്സെല്ലിംഗ് ആൻഡ് ക്രോസ് സെല്ലിംഗ് എന്ന് പറയും. അപ്സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് മേടിച്ച ഒരാളെ കൂടുതൽ പ്രൊഡക്റ്റുകൾ എടുപ്പിക്കുന്നതാണ് അപ്സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ. ക്രോസ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയ ഒരാളെ മറ്റൊരു പ്രൊഡക്റ്റിലേക്ക് ക്രോസ് സെല്ല് ചെയ്യിപ്പിക്കുന്നതാണ് അപ്സെല്ലിംഗ് ക്രോസ് സെല്ലിംഗ്. അപ്പൊ നമ്മൾ സർവീസ് ചെയ്തിട്ട് അവരെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പലരുടെയും ധാരണ ഒരു രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ ബിസിനസ് ക്ലോസ് ആയി അതോടുകൂടി കഴിഞ്ഞു എന്നുള്ളത് അല്ല. അത് കഴിഞ്ഞാൽ യഥാർത്ഥ സാധനം വരുന്നത് സർവീസ് കൊടുക്കണം, അതോടൊപ്പം തന്നെ അവരെ അപ്സെല്ലിംഗും ക്രോസ് സെല്ലിംഗ് ചെയ്യണം. ഇതാണ് സെയിൽസ് ടെക്നിക്സ് പറഞ്ഞ 8 കാര്യങ്ങൾ. ആർക്കെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കുമോ?
ആർക്കെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കുമോ? സെൽ ടെക്നിക്സ് നോട്ട് ചെയ്തവരൊന്ന് വായിക്കാമോ ആരെങ്കിലും തുടക്കം തൊട്ട്? അപ്പം ഇതിനകത്ത് ആർക്കെങ്കിലും ക്ലോസിംഗ് കിട്ടും, നിങ്ങൾക്ക് ഇപ്പോൾ ഓണർക്ക് ആയിക്കോട്ടെ എംപ്ലോയിക്ക് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലോസിംഗ് വരുന്നില്ല എങ്കിൽ അതിനർത്ഥം ഈ ടെക്നിക്കുകളിൽ ഏതോ ഒരു സാധനം നിങ്ങൾക്ക് അറ്റാഡ് ചെയ്തിട്ടില്ല. ഞാൻ വേണം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ആദ്യത്തേതാണ് പ്രോസ്പെക്ടിങ്. പ്രോസ്പെക്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള ആളുകളെ നമ്മൾ ചിന്തിക്കുന്നതാണ് പ്രോസ്പെക്ടിങ് എന്ന് പറയുന്നത്. സസ്പെക്ട് ചെയ്യുന്ന, അവർ സംശയിക്കുന്നതാണ്. രണ്ടാമത് ലീഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഫിൽറ്റർ ചെയ്ത് നല്ല ലീഡുകൾ നമ്മൾ ജനറേറ്റ് ചെയ്യുക, ഫിൽറ്റർ ചെയ്യുക, അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം അവരുമായിട്ട് കസ്റ്റമറുമായിട്ട് അവരുടെ റാപ്പോ, അവരുമായിട്ട് അവരുടെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ഹൈ ഫ്രീക്വൻസി ആയിട്ട് നിങ്ങൾ ഹൈ ഫ്രീക്വൻസി എന്തോ ആയിക്കോട്ടെ അവരുമായിട്ട് ഒരു അന്നേരം മാത്രമേ ഉള്ള കാര്യങ്ങൾ അവർ പറയുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ വക്കീലിന്റെ അടുത്തും അല്ലെങ്കിൽ എന്താ പറയാ പോലീസിന്റെ അടുത്തും ഒക്കെ ഇത് പറയരുത് പറയുന്നത് നമ്മുടെ കൗൺസിലിന്റെ അടുത്തും സ്റ്റുഡൻസ് എത്രമാത്രം മനസ്സിലാക്കുന്നു, എത്രമാത്രം പേരൻസ് മനസ്സിലാക്കുന്നു, നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കും, അത്രയും നിങ്ങൾക്ക് ക്ലോസിംഗ് കൂടുതൽ വരും. അതാണ് റാപ്പോ ക്രിയേഷൻ, ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ച്, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, നിങ്ങളെ കുറിച്ചുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യിപ്പിക്കണം നിങ്ങൾ. അപ്പം ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ 3 ടൈപ്പ് കസ്റ്റമർ ഉണ്ട്. കണ്ടാൽ വിശ്വസിക്കുന്നവൻ, കേട്ടാൽ വിശ്വസിക്കുന്നവൻ, അനുഭവത്തേട്ടാൽ വിശ്വസിക്കുന്നവൻ. ഈ 3 ആളുകൾക്കുള്ള ഉണ്ടാവുന്ന ടൂൾസ് നിങ്ങളുടെ മെറ്റീരിയൽസ് നിങ്ങളുടെ ഉണ്ടായിരിക്കണം. അല്ലാതെ ഫോൺ കോളിൽ കൂടെ ബ്ലാ 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 അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റോ സർവീസോ ആവത്തില്ല. പിന്നെ നീഡ് അനാലിസിസ് ചെയ്യണം. കസ്റ്റമറിന് ആവശ്യമുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ പറയുന്ന പ്രൊഡക്റ്റ് അവനെ കൊണ്ട് എടുപ്പിക്കുകയല്ല. കസ്റ്റമറിന് എന്താണോ ആവശ്യം ആ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ അവന് കൊടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ 1 ലക്ഷത്തിലധികം പ്രൊഡക്റ്റുകളുണ്ട്, 2000-ലധികം യൂണിവേഴ്സിറ്റികളുണ്ട്, 40-ലധികം രാജ്യങ്ങളുണ്ട്. ഇന്ത്യ വേണേൽ ഇന്ത്യക്ക് കൊടുക്കാം, വിദേശത്ത് വേണമെങ്കിൽ വിദേശത്ത് കൊടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കൂടെ പറയുക. പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് പറയുന്നതിന് പകരം ബെനിഫിറ്റ്സ് പറയാം. അപ്പൊ എന്താണ് ഫീച്ചേഴ്സ്, എന്താണ് ബെനിഫിറ്റ്? ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഫ്രിഡ്ജ് ആണെങ്കിൽ ഫ്രിഡ്ജിന്റെ ഹൈറ്റ്, വെയിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിന്റെ റേറ്റ്, അതൊക്കെ ഫീച്ചേഴ്സ് ആണ്. പക്ഷെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറണ്ട് ചാർജ് വളരെ കുറച്ചാവുള്ളൂ, അതൊരു ബെനിഫിറ്റ് ആണ്. പിന്നെ പെട്ടെന്ന് അവർക്ക് കുക്കായിട്ട് അവർക്ക് IC പ്രോഗ്രാം, അതങ്ങനെ ബെനിഫിറ്റുകളായിരിക്കണം നിങ്ങൾ കൂടുതലും പറയേണ്ടത്. നിങ്ങളിപ്പോ മലേഷ്യയുടെ അല്ലെങ്കിൽ സിംഗപ്പൂരിന്റെ അല്ലെങ്കിൽ ജർമ്മനിയുടെ ഏതെങ്കിലും പറയുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്സുകൾ, കസ്റ്റമറിന്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട്, കസ്റ്റമറിന്റെ ഡീല് മനസ്സിലാക്കിയിട്ട് കൂടുതൽ ബെനിഫിറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. അതേപോലെ നിങ്ങൾ ഫീച്ചേഴ്സ് അല്ല പറയേണ്ടത്. പലരും ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീസ്, പിന്നെ സ്റ്റേ ബാക്ക്, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇന്ത്യക്ക്, ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പഠിച്ചാൽ കിട്ടുന്ന ഇത്. പക്ഷെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ അവർക്ക് കരിയറിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി, അവർക്ക് PR ഓപ്പർച്യൂണിറ്റി, അവരുടെ ബെനിഫിറ്റ് ഒക്കെ അവരുടെ ഫാമിലിയെ കൊണ്ടാനുള്ള ഓപ്പർച്യൂണിറ്റി, അവർക്ക് റവന്യൂ മോഡൽ, ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാളും അവർക്ക്, അതായത് കമ്പാരിസൺ, കോസ്റ്റ് VS പ്രൈസ് കമ്പാരിസൺ. എന്താണ് കോസ്റ്റ് VS പ്രൈസ്? പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വിദ്യാഭ്യാസം എപ്പോഴും പ്രൈസ് കുറവാണ്, കോസ്റ്റ് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടായിരിക്കുന്നതന്നെ ഞാൻ പറഞ്ഞത്. ഇന്ത്യയിൽ പഠിച്ചിറങ്ങിയ ഒരു നേഴ്സിന് 15,000 രൂപയെ സാലറി കിട്ടുന്നുള്ളൂ. അവന് ജന്മം ചെയ്ത് കഴിഞ്ഞാൽ അവന് കിട്ടുന്നത് അതാണ്, അവന് കിട്ടായിരുന്നില്ല. അവന് ഇന്ത്യൻ പ്രൈസ് കുറവാണ്, ശരിയാണ്, ഇന്ത്യയിൽ എവിടെ പഠിച്ചാലും പ്രൈസ് കുറവാണ്, പക്ഷെ കോസ്റ്റ് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ അവന് കിട്ടായിരിക്കുന്നതിന്, അവന് കിട്ടുന്ന ലൈഫ് സ്റ്റൈല്, അവന് കിട്ടുന്ന ബെനിഫിറ്റുകളൊക്കെ കൂടുതലാണ് വിദേശത്ത്. അതാണ് പ്രൈസ് VS കോസ്റ്റ് കമ്പാരിസൺ നിങ്ങൾ ചെയ്യാൻ പഠിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒരു പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഒബ്ജക്ഷൻ കാര്യം, അവർ പറയുന്ന ഓരോ തടസ്സങ്ങൾ, ചിലർ പറയും സാറേ എനിക്ക് പൈസ ഇല്ല, അവന് എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന അവസ്ഥ. ചിലർ പറയും എനിക്ക് എഡ്യൂക്കേഷൻ ഈട് കൊടുക്കാൻ വീടില്ല. അങ്ങനെയാണെങ്കിൽ നീ അക്കാഡമിക് എക്സലന്റ് ആവും, നീ IELTS ഇത്ര സ്കോർ മേടിക്കും, ഇത്ര ശതമാനം ഡിഗ്രിക്ക് നീ മാർക്ക് മേടിക്കും, നിനക്ക് ഞാൻ ഫ്രീ എഡ്യൂക്കേഷൻ. ഓക്കെ, അത് ചിലർ പറയുന്നത് എനിക്ക് സാർ എനിക്ക് ഷോമണി മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ല. അപ്പം അവൻ പറയുന്നത്, നമ്മൾ തന്നെ അസിസ്റ്റ് ചെയ്ത് തരാം. അതാണ് അതായത് അവൻ ചോദിക്കുന്ന ഓരോന്നിനും അവന്റെ ഒബ്ജക്ഷനും നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ കൊടുക്കും. മനസ്സിലായില്ലേ? അതിങ്ങനെ അവന്റെ പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങൾ ഓരോ സൊല്യൂഷൻ കൊടുത്താൽ നിങ്ങളുടെ കൂടെ അവര് രജിസ്റ്റർ ആവും. മനസ്സിലായി? അത് ഇനി എഫക്റ്റീവ് ഫോളോ അപ്പ് ചെയ്യണം. അവനെ ശല്യപ്പെടുത്തുന്ന രീതിയില്ല. ഫോളോ അപ്പ് നമ്പർ 1, ഫോളോ അപ്പ് നമ്പർ 3, ഫോളോ അപ്പ് നമ്പർ 4. ഫോളോ അപ്പ് നമ്പർ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പെട്ടെന്നായിരിക്കരുത്. 3 ഫോളോ അപ്പിൽ കൂടുതൽ നിങ്ങൾ ക്ലൈന്റിനെ ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്താൽ തന്നെ നമ്മൾ ചെയ്യണം, പക്ഷെ 5 വർഷമായാലും ചെയ്യണം. പക്ഷെ അത് എഫക്റ്റീവ് ഫോളോ അപ്പ് ആയിരിക്കണം. അതിന് ബെനിഫിറ്റ്സ് എന്നുള്ളത് അവനെ ശല്യപ്പെടുന്ന രീതിയിലായിരിക്കും. പിന്നെ ക്ലോസിംഗ് ചെയ്യണം. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹൈ ഫ്രീക്വൻസി നിൽക്കുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യണം. നിങ്ങൾ അവനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അവൻ നിങ്ങളെ ഇന്ന് വഴുതി പോകും. ഈ മീൻ എന്താ പറയാ, പിടിച്ചു വെച്ച മീൻ വഴുതി വേറെ അടുത്ത് കടലിലേക്ക് തിരിച്ചു പോകും. അതുകൊണ്ട് തന്നെ വിത്തിൻ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അവരുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു ക്ലൈന്റ് പോകും. കാരണം നിങ്ങൾ മാത്രമല്ല, ഇപ്പൊ ഉദാഹരണം പറഞ്ഞ നമ്മുടെ TV കാണുമെന്ന് വിചാരിക്കാം. TV കാണുന്ന നമ്മുടെ സെക്കൻഡുകളെ ഇങ്ങനെ എന്താ പറയാ TV നോക്കുള്ളൂ അല്ലെ. നോക്കിയോളൂ, നമുക്ക് ആ സെക്കൻഡുകളിലുള്ളിൽ ആദ്യത്തെ 7 സെക്കൻഡ് 1, 2, 3, 4, 5, 6, 7 അതിപ്പോ 4 ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. കാരണം ആളുകളുടെ ഈ കെയറിങ്, അതായത് ശ്രദ്ധിക്കാനുള്ള എബിലിറ്റി 4 സെക്കൻഡ് ആയി കുറഞ്ഞു. പണ്ടൊക്കെ 7 സെക്കൻഡ് ആയിരുന്നു, അപ്പൊ 4 സെക്കൻഡ് ആയി കുറഞ്ഞു. അപ്പൊ ഈ 4 സെക്കൻഡിനുള്ളിൽ അവരെ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത് വഴിപ്പോകും. ഈവൻ അതുപോലെ തന്നെയാണ്, അതാണ് നിങ്ങളുടെ ഇതായി പോകുന്നത്. ഇപ്പൊ എക്സാമ്പിൾ സാറ് തിരക്കാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ വീട്ടിൽ തന്നെ തിരക്കാണോ എന്ന് പറഞ്ഞാൽ സാറിന് ഒരു 2 മിനിറ്റ് സമയം തരാമോ?
തീർച്ചയായിട്ടും സാർ ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായിരുന്നു നമ്മുടെ ആദ്യ സന്ദേശമെങ്കിൽ അവർ ആ ബെനിഫിറ്റ് ആയിട്ട് കേൾക്കാൻ അവർ തയ്യാറാവും. അങ്ങനെ കുറെ ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ഞാൻ ഫ്യൂച്ചറിൽ നമ്മൾ കൂടുതൽ ഞാൻ പഠിപ്പിച്ചു തരാം. ടെലികോളിംഗ് ടെക്നിക്ക്, കൺവിൻസിംഗ് ടെക്നിക്ക്, ടെക്നിക്ക്, അതൊക്കെ സമയപരിമിതികൾ ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ജസ്റ്റ് പറയുന്നു. പിന്നെ സർവീസിങ്, നല്ല സേവനം കൊടുക്കുക, അവർക്ക് ഒരു അബ്ജക്ഷനും ഇല്ലാത്ത രീതിയിൽ നമ്മൾ സർവീസ് കൊടുക്കുക. പിന്നെ സെല്ലിംഗ് ചെയ്യുന്ന സമയത്ത് ക്രോസ് സെല്ല് ചെയ്യുക, അപ് സെല്ല് ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനം ബ്രാൻഡ് ആവും. നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങളായിരിക്കും ഈ ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് നിങ്ങളുടെ സ്ഥാപനം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റാഫായിട്ട്, ഏറ്റവും കൂടുതൽ ഏണിങ്സ് ഉള്ള, ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുള്ള, ഒരിക്കലും ഒരു പണത്തിന് ബുദ്ധിമുട്ടില്ലാത്ത, അല്ലെങ്കിൽ വളരെ സക്സസ് ആയിട്ട് എപ്പോഴും ഒരു വെൽത്തി ആയിട്ടുള്ള പേഴ്സൺ. ഞാൻ എപ്പോഴും വെൽത്തി എന്ന് ഉദ്ദേശിക്കുന്ന പണം മാത്രമല്ല, അവന് നല്ല വെൽത്തി പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഹെൽത്ത് ഉണ്ടായിരിക്കും, അവന് ആവശ്യത്തിനുള്ള പണം ഉണ്ടായിരിക്കും, അവനുള്ള നല്ല രാജ്യങ്ങളിൽ അവൻ യാത്ര ചെയ്തിട്ടുണ്ടാവും, ഇഷ്ടംപോലെ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും, ഇഷ്ടംപോലെ സുഹൃത്ത് ബന്ധങ്ങൾ അവൻ ചെയ്യുന്നുണ്ടാവും, നല്ല ചാരിറ്റി ചെയ്ത് സമൂഹത്തിനും കുടുംബത്തിനും നന്മ ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം ചെയ്യുന്ന ഒരാളെയാണ് വെൽത്തി പേഴ്സൺ എന്ന് പറയുന്നത്. വെൽത്തി പേഴ്സൺ ഒരിക്കലും കോടീശ്വരനാവണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായി? വെൽത്തി പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ജന്മം, ഒരു 78, 79, 80 വയസ്സ്, അല്ലെങ്കിൽ 28,000 ദിവസം, ആ ഒരു ദിവസത്തെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഈ ലോകത്തിൽ നിന്ന് പോകുന്ന ഒരാളാണ് ഏറ്റവും വെൽത്തി പേഴ്സൺ. ഞാൻ പറയാം, അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കും. ഓക്കെ, അപ്പൊ സെൽ ടെക്നിക്സ് ഓക്കെ ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? മിഷൻ 100ൽ നിങ്ങൾക്ക് സെൽ ടെക്നിക്സ് യൂസ്ഫുൾ ആവുമോ? നിങ്ങൾക്ക് ഇപ്പൊ ഈ എഡ്യൂക്കേഷനിൽ മാത്രമല്ല, നിങ്ങളിപ്പോ വേറെ പല ചെയ്യുന്ന എല്ലാത്തിലും എപ്പോഴും ഞാനും നല്ല എന്ത് ഇതിനകത്ത് ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു കച്ചവടം കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാശ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർത്തോളുക, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റല്ല. ഏതെങ്കിലും ഒരു കാര്യം തെറ്റിപ്പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരാത്തത്. ഇതെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബിസിനസ്സിനോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ ഒരു കുറവും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. നെക്സ്റ്റ് പേജ്. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ കൗൺസിലിംഗ് ടെക്നിക്കിലേക്ക് പോവുകയാണ്. നിങ്ങളിത് റെഡിയാണോ? സെൽ ടെക്നിക്സ് ഓക്കെ ആയോ? പോരട്ടെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സെൽ ടെക്നിക്സിന്റെ ഡൗട്ട് ഉണ്ടോ? ഇനി ഞാൻ കൗൺസിലിംഗ് ടെക്നിക്സിലേക്ക് പോവാം. ഹലോ, എനിക്ക് കുറച്ച് ഒരാൾ സാറ് മാത്രമേ പറഞ്ഞുള്ളൂ, എനിക്ക് കുറച്ച് പേരും കൂടെ റിപ്ലൈ വേണം. ഓക്കെയാണ് സാർ. താങ്ക് യു സുഭാഷ് സാർ. ഓക്കെയാണ്. ഇനിയിപ്പോ ആണ് നിങ്ങളൊരു ഗുഡ് കൗൺസിലർ ആവണം അല്ലെ? അപ്പം എന്താണ് പറയാ, ഒരു ഗുഡ് കൗൺസിലറായി മാറിയാൽ മാത്രമാണ്. ഞാനൊരു സർട്ടിഫൈഡ് എഡ്യൂക്കേഷൻ കൗൺസിലറാണ്, സർട്ടിഫൈഡ് ബിസിനസ് കോച്ചാണ്, ലൈഫ് കോച്ചാണ്. കോച്ചിങ്ങും ഇൻസ്ട്രക്ടേഴ്സും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരാളെയാണ് ടീച്ചർ എന്ന് പറയുന്നത്. ഒരു ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാലും പഠിപ്പിക്കുന്ന ഒരാളെയാണ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്, അതായത് ഇൻസ്ട്രക്ട് ചെയ്യുന്ന ഒരാളെയാണ്. പക്ഷെ കോച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ, ഇപ്പൊ ഇന്ത്യൻ ടീം കോച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് കളിച്ച് അവരുടെ കൂടെ തന്നെ നിന്ന് ആ ഒരു ഇതിനെ ലോകകപ്പിനെ വിജയിപ്പിച്ചെടുക്കുന്ന ആളെയാണ് ഒരു കോച്ച് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളൊരു കൗൺസിലർ. ഒരാളെ കൗൺസിൽ ചെയ്ത് ക്ലോസ് ചെയ്ത് ഒരു എന്തെങ്കിലും ഒരു സെയിൽസ് കൊണ്ടുവന്ന് ചെയ്യുന്ന ആളല്ല റിയൽ കൗൺസിലർ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഒരു കോച്ച് ആണെങ്കിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് അവരുടെ സക്സസിലേക്ക് അവരെ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ. ഇപ്പൊ ഞാൻ തന്നെ ഈ മിഷൻ 100 എന്ന് പറയുന്നത് എന്റെ ക്ലൈൻസ് ആണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ട്രെയിനിങ് തന്ന് നിങ്ങളുടെ ഒബ്ജക്ഷൻ തന്ന് നിങ്ങളെ ഒരു സക്സസിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. ഇതാണ് ആസ് എ കോച്ച് എന്ന് പറയുന്നത്. അതാണ് ഒരു കൗൺസിലർ അല്ലെങ്കിൽ ബിസിനസ് കോച്ച്, ലൈഫ് കോച്ച് അല്ലെങ്കിൽ ഒരു കൗൺസിലർ കോച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ആംഗിളിൽ നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഇതിലേക്ക് ആവുക. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കോൺസെപ്റ്റില് നിങ്ങളെ ഓരോരുത്തരുടെയും ഞാൻ പഠിപ്പിക്കും. നിങ്ങളുടെ കൗൺസിലിംഗ് ടെക്നിക്സ് പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ മാത്രം ബെനിഫിറ്റ് നോക്കിക്കൊണ്ടല്ല, ക്ലൈന്റിന്റെ ഒരു ബെനിഫിറ്റ് നോക്കിക്കൊണ്ടുള്ള ഒരു കൗൺസിലിംഗ് ആംഗിളായിരിക്കും ഞാൻ എപ്പോഴും ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഹൗ ടു സെലക്ടിനേക്കാൾ ഉപരി ഹൗ ടു റിജക്ട് ദിസ് ഫയൽ എന്നായിരിക്കും ഞാൻ നിങ്ങളെ കൂടുതൽ പഠിക്കും. Am I ready? Sorry, are you ready? ഞാനിപ്പോ റെഡിയാണ്. Are you ready? How to select files എന്ന് പകരം how to reject files. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളും ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടായി പോയി ഈ ലാസ്റ്റ് ഒരു 3 year 4 year. ഇവരെല്ലാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ ഫയൽസ് ഉണ്ടാക്കി അല്ലെങ്കിൽ കളക്ടറുമായിട്ട് പറഞ്ഞ് സുരേഷ് ബാബു സാർ എന്നോടാണ് വഴക്ക് പറയുന്നത് അല്ലല്ലോ? ഓക്കെ. പല സ്ഥാപനങ്ങളും നിങ്ങളുടെ നാട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോ ഞാനിരിക്കുന്ന നാട്ടിൽ തന്നെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ക്ലോസ് ഡൗൺ ചെയ്ത് തിരിച്ചുപോയി. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ എന്തെങ്കിലും ഇഷ്യൂ കണ്ടായിരുന്നു എവിടെ ഒരു കുറച്ച് ബ്രാഞ്ച് ഇടുക, കുറച്ച് ബിസിനസ് കൊണ്ടുവരിക, കുറച്ച് കാശ് ഉണ്ടാക്കുക, എന്നിട്ട് സംഭവം വൈൻഡപ്പ് ചെയ്യുക. ഒന്നെങ്കിൽ വേറെ ഒരു ബിസിനസ്, അങ്ങനെ ഇഷ്ടംപോലെ പേരുകൾ തന്നെ പറയാൻ പറ്റുന്ന ഇഷ്ടംപോലെ
ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ. പക്ഷെ ഞാൻ പറയുന്നു അങ്ങനെയല്ല, നമ്മളൊരു സ്കെയിലബിൾ സെല്ലബിൾ മോഡലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങളുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനെ നിങ്ങളുടെ മക്കളിലേക്കും നിങ്ങളുടെ ഇതിലേക്കും നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കൊരു പ്രൊഫഷണലിസം വേണം. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഒരു വളരെ ഇതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം വിഷണറിനായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് അതിനകത്ത് കുറച്ച് മെത്തേഡ്സുകളാണ്. അതിനകത്തൊരു ആദ്യം വേണ്ടത് നമുക്കൊരു പ്രൊഫഷണൽ ഒരു വെർച്വൽ ആൻഡ് ഫിസിക്കൽ ഓഫീസ് എക്കോസിസ്റ്റം ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് അറിയാം, അതിനകത്ത് ഒരു ഓഫീസ് സെറ്റപ്പ് ഉള്ളവരുണ്ട്, ഫിസിക്കൽ ഓഫീസ് ഉള്ളവരുണ്ട്, ഫിസിക്കൽ ഓഫീസ് ഇല്ലാത്തവരുണ്ട്. ഞാൻ അതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫിസിക്കൽ ഓഫീസിനേക്കാളും കൂടുതൽ വെർച്വൽ ഓഫീസാണ്. എന്താണ് വെർച്വൽ ഓഫീസ്? നിങ്ങളിലേക്ക് ലീഡ് ജനറേറ്റ് ചെയ്ത് വന്ന് നിങ്ങളുടെ സ്ഥാപനം നിങ്ങളുടെ സ്ഥാപനത്തിന് അല്ലെങ്കിൽ നിങ്ങളെ ഒരു ട്രസ്റ്റ് ഒരു ക്ലൈന്റിന് ഉണ്ടാവുന്ന നിങ്ങളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ഫിസിക്കൽ ഓഫീസ് വേണം, വെർച്വൽ ഓഫീസ് വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫിസിക്കൽ ഓഫീസ് നിങ്ങൾ സെറ്റപ്പ് ചെയ്യണം. ഫിസിക്കൽ ഓഫീസ് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇടത്തിനെയാണ് ഫിസിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ 20% ക്ലൈന്റ് ഒഴിച്ച് 20% ക്ലൈന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആ ഒരു ഓഫീസിന്റെ ചുറ്റുവട്ടത്തിലുള്ള അല്ലെങ്കിൽ 20 കിലോമീറ്റർ ചുറ്റുള്ള ആളുകൾ ഒഴിച്ച് ആരും നിങ്ങളുടെ ഫിസിക്കൽ ഓഫീസ് സെറ്റ് ചെയ്യും കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വരില്ല. പക്ഷെ നിങ്ങളുടെ വെർച്വൽ ഓഫീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങളുടെ പ്രസൻസ് ആണ്, നിങ്ങളുടെ വെബ്സൈറ്റ് ആണ്, നിങ്ങളുടെ കോഴ്സ് ഫൈൻഡർ ആണ്, നിങ്ങളുടെ സോഫ്റ്റ്വെയർ ആണ്. ഇതില്ലാത്തവരൊന്നും ഈ ചുമ്മാ ഏജന്റിനെ പോലെ വർക്ക് ചെയ്ത് കുറെ നാൾ ചെയ്യാമെന്നല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഒരു സക്സസ് പീപ്പിൾ ആയിട്ട് നിങ്ങൾ പോവില്ല, നിങ്ങളൊരു ഗുഡ് ബിസിനസ്മാൻ ആവില്ല. ഇപ്പൊ എന്തൊക്കെ ഓൺലൈൻ ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് ഒരു ഫിസിക്കൽ ഓഫീസ് കൂടി, ഇപ്പൊ ആമസോൺ പോലും ആമസോൺ ഈസി സ്റ്റോറുകൾ തുടങ്ങേണ്ട റീസൺ അതാണ്. വെർച്വൽ ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്കൊരു ബ്രാൻഡ്, ഇപ്പൊ മീഷോ ആണെങ്കിൽ എല്ലാവർക്കും അവർക്കൊരു വെർച്വൽ ബ്രാൻഡും ഉണ്ട്, സെൽഫ് ഫിസിക്കൽ ബ്രാൻഡും ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ ശ്രദ്ധിക്കുള്ളൂ. ഫിസിക്കൽ ഓഫീസ് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്, അത് ഓക്കെ. നെക്സ്റ്റ് വെർച്വൽ ഓഫീസിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. നെക്സ്റ്റ് ആണ് ഇത് രണ്ടും സെറ്റ് ആയതിനു ശേഷം നിങ്ങൾ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ്. എന്താണ് മാർക്കറ്റിംഗ്, എന്താണ് ബ്രാൻഡിങ്? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യിപ്പിക്കുന്നതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ മാർക്കറ്റ് ചെയ്താലാണ് നിങ്ങളുടെ സ്ഥാപനത്തെ നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യണം, നിങ്ങൾ മാർക്കറ്റ് ചെയ്യുക, അതാണ് സെൽഫ് മാർക്കറ്റിംഗ് എന്ന് പറയാം. നിങ്ങളുടെ പേഴ്സണൽ മാർക്കറ്റിംഗ് ചെയ്യണം. നിങ്ങൾ ഓരോ ഓണർമാരും സ്വന്തമായിട്ട്, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടയത്തുള്ള സാറുണ്ടോ, ഇതിനകത്തുണ്ടോ? സാറുണ്ടോ? ഓണർ ക്യാപ്റ്റൻ സാർ, ആർ യു ഹിയർ? ഇല്ല. അപ്പൊ സാർ ഇത്രയും ദിവസമായിട്ട് സാർ സ്വന്തമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അതുപോലെ തന്നെ എന്റെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്റെ സ്റ്റാഫുകളെല്ലാം അവർ തന്നെയാണ് വീഡിയോസും പരസ്യങ്ങളും ചെയ്യുന്നത്. ദേ ആർ ക്രിയേറ്റിംഗ്, എന്താണ് പറയാ, അവർ സെൽഫ് ബ്രാൻഡിങ്ങും കൂടെ ആണ് ആവുന്നത്. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് കൂടുന്നു, നമുക്ക് ചെയ്യുന്നു. അപ്പം എല്ലാവരും പേഴ്സണലൈസ് ബ്രാൻഡിങ് കൂടെ ചെയ്യുമ്പോഴാണ്. അപ്പൊ സാറിന്റെ ഒരു പരസ്യം കണ്ടായിരുന്നു, സാറ് സംസാരിക്കുന്നത് കണ്ടായിരുന്നു, അല്ലെ സാറ് ഒരു പ്രസന്റേഷൻ ചെയ്യുന്ന കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പകുതി നിങ്ങൾക്ക് ക്ലോസിംഗ് കൂടും. അതുകൊണ്ട് ഓരോ ഓണർമാരും വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ സ്റ്റാഫുകളും വീഡിയോസ്, അതായത് നിങ്ങളുടെ മാർക്കറ്റിംഗ്, നിങ്ങളുടെ സെൽഫ് ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പരമാവധി അഡ്വർടൈസ്മെന്റുകൾ പരമാവധി ആളുകളിലേക്ക്, അതായത് റീച്ചിങ് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, ബ്രാൻഡിങ് ചെയ്യുക. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കൂടുതലായിട്ട് ഫ്യൂച്ചറിൽ ഞാൻ പഠിപ്പിച്ചു തരാം. എന്താണ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് തന്നെ ഒരു ദിവസം ക്ലാസ് എടുക്കാനുണ്ട്, ബ്രാൻഡിങ്ങിനെ കുറിച്ച് ഒരു ദിവസം ക്ലാസ് എടുക്കാനുണ്ട്. അതൊക്കെ പിന്നീട് ഞാൻ പഠിപ്പിച്ചു. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഹിന്റ് തരാം. ഓക്കെ, അടുത്ത പേജ്. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലീഡ് ജനറേഷൻ ഞാൻ പറഞ്ഞു. അതിനുശേഷമാണ് അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ ലീഡ് ജനറേഷൻ കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ലീഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഫേസ്ബുക്ക് കൂടെ ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ചെയ്യാം, ഗൂഗിൾ ആഡ്സിൽ കൂടെ ചെയ്യാം, വെബ്സൈറ്റ് എൻക്വയറി, വെബ്സൈറ്റിലേക്ക് നേരിട്ട് എൻക്വയറി, SEO ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം, വാട്സ്ആപ്പ് ഓട്ടോമേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം, സ്കൂൾ കോളേജുകളിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് അവിടെ പോയി സെമിനാറുകൾ വെബിനാറുകൾ നടത്തി, അല്ലെങ്കിൽ അവരുമായിട്ട് അവിടുത്തെ അധ്യാപകരെ നിങ്ങൾക്ക് ഒരു BA ആക്കി അല്ലെങ്കിൽ നിങ്ങളുടെ അസോസിയേറ്റ് ആയിക്കൊണ്ട് അവർക്ക് റവന്യൂ പറഞ്ഞുകൊണ്ട് ചെയ്യാം. അങ്ങനെ ലോക്കൽ റെഫറൻസുകൾ എടുത്തുകൊണ്ട് ചെയ്യാം, ഫ്രീ വെബിനാറുകൾ നടത്താം, കരിയർ അസസ്മെന്റ് ടെസ്റ്റുകൾ നടത്താം, അതുപോലെ തന്നെ സെമിനാറുകൾ നടത്താം. അങ്ങനെ പല രീതിയിൽ കൂടെ നിങ്ങൾക്ക് ലീഡ് അല്ലെങ്കിൽ എൻക്വയറി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത പേജ്. നെക്സ്റ്റ് 10 സെയിൽസ് ടെക്നിക്സ് ഞാനിപ്പോ പറഞ്ഞു തന്നാണ്. അപ്പൊ അതിനെ പാഠത്തിലേക്ക് ഞാൻ പോകുന്നില്ല, ഓൾറെഡി ഞാൻ കഴിഞ്ഞു അത്. നെക്സ്റ്റ് ഇനിയിപ്പോഴാണ് കൗൺസിലിംഗ് ടെക്നിനകത്ത് 5 എലിജിബിലിറ്റി, അതായത് ഈ നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഇത്. നിങ്ങളുടെ അടുത്തൊരു ലീഡ് വന്നു കഴിഞ്ഞാൽ ഈ 5 കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ ചെയ്യുക. ആദ്യം തന്നെ ആ കുട്ടിയോട് എന്ത് ചെയ്യുക, ഞാൻ അയച്ചു തന്ന എഡ്യൂക്കേഷണൽ അസസ്മെന്റ് ഫോം ഒന്ന് ഫിൽ ചെയ്യാൻ പറയുക. മനസ്സിലായി? കാരണം പലരും എന്ത് ചെയ്യും, അതിനകത്ത് പേരും മാത്രം ഫിൽ ചെയ്ത് തിരിച്ചു നിങ്ങൾക്ക് ഒരിക്കലും കൗൺസിലിംഗ് പൂർണ്ണമാവില്ല. അതിനകത്തുള്ള ഫുൾ ഡീറ്റെയിൽസ് തരാൻ പറയാം. അവരുടെ ഗ്യാപ്പ്, അവരുടെ പാസ്പോർട്ട്, അവരുടെ പെർസെന്റേജ് ഓഫ് മാർക്ക്, പിന്നെ അവരുടെ ഡ്രീം കൺട്രി, അവരുടെ ഹോബി, അവരുടെ ഇൻട്രസ്റ്റ്. കാരണം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കൗൺസിൽ ചെയ്തിട്ട്, ഇപ്പൊ ഞാൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ജർമ്മനി ചെന്നപ്പോൾ ഞാൻ കുറെ നേഴ്സുമാരെ കാണാൻ സാധിക്കും. ഹൗസ് ഫുഡൊന്നും പോയില്ല. +2 ലെവലില് അച്ഛനും അമ്മയും പറഞ്ഞു എവിടെ പോയി, ജർമ്മൻ ഭാഷ പഠിച്ചു, നമ്മൾ ഇന്ത്യൻ ഭാഷ പോയി ജർമ്മൻ ഭാഷ പഠിച്ചു. എന്തിനാ ചോദിച്ചപ്പോ ജർമ്മനിക്ക് പോകാനാന്ന് പറഞ്ഞു.
ജർമ്മനിക്ക് പോയി ഹൗസ് ബിൽഡിംഗ് പഠിച്ച് അവിടെ ചെന്നപ്പോൾ അറിയുന്ന ഇത് വയസ്സായിട്ട് നോക്കുന്ന പരിപാടിയാണ്. അവരുടെ ജെറ്റിയും വാഷ് അവിടെയൊക്കെ വാഷ് ചെയ്യണം, ക്ലീൻ ആക്കണം. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ചില കുട്ടികൾക്ക് ഭയങ്കര അവർക്ക് സെറ്റ് ആവുന്നില്ല, അവർക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അപ്പം അവർക്ക് എന്താണ് ആ കരിയർ അവർ എടുക്കാൻ പോകുന്നത്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, അവരുടെ കരിയർ എന്താണെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഈ കുട്ടികളെ കൗൺസിൽ ചെയ്യണം, കുട്ടികളുടെ പാഷനെ കൗൺസിൽ ചെയ്യണം. കുട്ടികളുടെ ഇഷ്ടം എന്താണ്, അവന്റെ ഹോബീസ് എന്താണ്, അവന്റെ പാഷൻ എന്താണ്, അവന്റെ ജന്മോദ്ദേശം എന്താണ്, അവൻ എന്തിനാണ് ഭൂമിയിലേക്ക് പറഞ്ഞത്. അത് ഞാൻ പിന്നീട് ഒരു ദിവസം ഞാൻ ക്ലാസ് തരാം. ഓരോരുത്തരുടെ ജന്മോദ്ദേശം കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ തന്നെയാണല്ലോ നമ്മുടെ ജന്മോദ്ദേശം നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് പിന്നെ ഭയങ്കര സുഖമായിരിക്കും. നമ്മുടെ ബിസിനസ് ആണെങ്കിലും നമ്മുടെ ജീവിതമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കരിയർ ആണെങ്കിലും എല്ലാം ഭയങ്കര രസമായിരിക്കും. നമ്മൾ എന്തിനാണ് ജീസസ് ക്രൈസ്റ്റ് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ശ്രീനാരായണ ഗുരു എന്തിനാണ് വന്നത്, അവരുടെ എല്ലാം ജന്മോദ്ദേശം അവർ കണ്ടുപിടിച്ചപ്പോൾ അവർ അതിന് എക്സലന്റ് ആയി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും വന്ന് നിങ്ങൾ ഇപ്പോഴും ആരെങ്കിലും അലയുന്നുണ്ട്, ഇപ്പോഴും നിങ്ങൾക്ക് ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം പരാജയപ്പെടുവാണ്, ചെയ്യുന്ന കരിയർ എല്ലാം നിങ്ങൾ പരാജയപ്പെടുവാണ്, നിങ്ങൾക്ക് റവന്യൂ ക്രിയേറ്റ് ആവുന്നില്ല, ഒന്നും തന്നെ പല പ്രശ്നങ്ങളാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. നിങ്ങളുടെ ജന്മോദ്ദേശം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്, നിങ്ങളുടെ പാഷൻ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാത്തത്. അത് വേറെ ദിവസം ട്രെയിനിങ് തരാം, നോ പ്രോബ്ലം. അപ്പൊ നമ്മൾ ആദ്യം ഈ 5 ടെസ്റ്റുകൾ ചെയ്ത് 5 എലിജിബിലിറ്റി ഉണ്ടോ നിങ്ങളുടെ അടുത്ത് വരുന്ന ഈ ക്ലൈന്റ് എലിജിബിൾ ആണോ നോക്കുക. അതായത് ഹൗ ടു സെലക്ടിനേക്കാൾ ഉപരി ഹൗ ടു റിജക്ട് എന്നാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആ എഡ്യൂക്കേഷൻ അസസ്മെന്റ് ഫോം എടുത്തിട്ട് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ചെക്ക് എന്നാണ്. അതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇപ്പൊ കുട്ടി ഒരാളുടെ ഇതായിട്ട് വന്നാൽ കുട്ടിയുടെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇയാളാണോ ഡിസിഷൻ മേക്കർ. അപ്പൊ നമ്മൾ എപ്പോഴും ആ കുട്ടിയോട് മാത്രം സംസാരിക്കും. അപ്പൊ ഡിസിഷൻ മേക്കർ ആരാണ്, ആ ഡിസിഷൻ മേക്കർ ആണെന്നെങ്കിൽ മാത്രം, ഇപ്പൊ അച്ഛനായിരിക്കും, അമ്മയായിരിക്കും, അല്ലെങ്കിൽ ജോയിന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോൺസർ ആയിരിക്കും, അവരുടെ ഓസ്ട്രേലിയക്ക് കൊണ്ടുവന്ന വേറെ സ്പോൺസർ ആണ്. അപ്പൊ അവരോട് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാൾ ഡിസിഷൻ മേക്കർ അല്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അവിടെ പ്രസന്റ് ചെയ്ത് നിങ്ങളുടെ സമയം ബ്ലാബ്ല അടിച്ച് കളയരുത്. നിങ്ങൾക്ക് വന്ന എൻക്വയറി അല്ലെങ്കിൽ നിങ്ങൾ വന്ന ലീഡ് അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണോ നിങ്ങൾ എൻക്വയറി, അതായത് നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആണോ. അപ്പം എന്തിനാണ് അവർ വന്നിരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കർ ആണ് വന്നിരിക്കുന്നതെന്ന് ആദ്യം നിങ്ങൾ, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ നിങ്ങൾ അതിനെ റിജക്ട് ചെയ്യുക. ആം ഐ കറക്റ്റ്? ഞാൻ പറയുന്നത് ശരിയാണോ? ഇതുകൊണ്ടാണ് പലർക്കും ഇത് വരുന്നത്. നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവണം. ഓക്കെ. രണ്ടാമത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ എലിജിബിലിറ്റി ചെക്ക് ആണ്. ഈ വരുന്ന ആൾക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ. എനിക്കിപ്പം ബെൻസ് കാർ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ കയ്യിൽ എനിക്ക് പൈസ ഇല്ല ബെൻസ് മേടിക്കാൻ, നമ്മൾ കിടന്ന് ആഗ്രഹിക്കാതെ മാത്രമേ ഉള്ളൂ. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ ഇവന് ഫീസ് അടയ്ക്കാനുള്ള പൈസ ഉണ്ടോ, അല്ലെങ്കിൽ പിന്നെ എന്താ ബ്ലോക്ക് ഫണ്ട് ഷോവണി കാണിക്കാനുള്ള പൈസ ഉണ്ടോ, ഇവന്റെ ഹോസ്റ്റൽ ഫീസ് അവിടെ പോയി അടയ്ക്കാനുള്ള പൈസ ഉണ്ട് ഇവന്റെ. അപ്പൊ അതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം? ഇവന്റെ അച്ഛനും അമ്മയുടെ തൊഴിൽ എന്താണെന്ന് നോക്കി അറിയാൻ പറ്റും നമുക്ക്. ഇവന്റെ അപ്പൊ ഈ കുട്ടികളുടെ പേരൻസിന്റെ അവർ ടാക്സ് അടയ്ക്കുന്നവരാണോ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇവർക്ക് ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇവർക്ക് ഫീസ് അടയ്ക്കാനുള്ള സാമ്പത്തികം ഉണ്ടാണ്, അല്ലെങ്കിൽ ലോൺ എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ലോൺ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവന് വീട് സ്ഥലമൊക്കെ കൊടുത്ത് ഒരു ബാങ്കുകാരൻ നോക്കുന്നുണ്ടാണ്. ഞാൻ ഇന്നലെ കൂടി ഇട്ടിട്ടുണ്ട് മെയിൻ ഗ്രൂപ്പിനകത്ത്, ഒരു എഡ്യൂക്കേഷൻ ലോൺ എങ്ങനെയാണ് ബാങ്കുകാരന്റെ ആംഗിളിൽ എങ്ങനെയാണ് നോക്കുന്നത്, എഡ്യൂക്കേഷൻ ലോൺ എങ്ങനെ കിട്ടാം എന്നുള്ള, ഇന്ത്യയിൽ പഠിക്കുന്നതിന് വിദേശം. അതിപ്പോ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ മെയിൻ ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഒന്നെങ്കിൽ അവർ ഫീസ് അടച്ച് സ്വന്തമായിട്ട് കയ്യിൽ നിന്നിട്ട് പോകാനുള്ള ഫിനാൻഷ്യൽ ഇതുണ്ടാവണം, അത് ഇൻകം പ്രൂഫ് ഉള്ളവരാണോ, അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഫണ്ട് കാണിക്കാനുള്ളവരാണോ, GT ക്ലിയറൻസ് ചെയ്യാൻ ഉള്ള എലിജിബിലിറ്റി ഉള്ളവരാണോ, അല്ലെങ്കിൽ കാസിലുള്ള എലിജിബിലിറ്റി കിട്ടുന്നവരാണോ, പിന്നെ പ്രൂഫ് ഓഫ് ഫണ്ട് ഉണ്ടോ, അവൻ കള്ളത്തരം കൊണ്ട് വരുവാണോ. എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ ഉണ്ടാവും, ഇഷ്ടംപോലെ പൈസ കയ്യിലുണ്ടാവും, പക്ഷെ ഒരു തെളിവ് വിദേശത്തോട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ സാധിക്കില്ല. എവിടുന്നേലും കൊണ്ട് പൈസ ഇട്ട് കാണില്ല, അല്ലെങ്കിൽ ആരും കൊടുത്ത പൈസ ഡിഫറൻഷൻ ആയിട്ട്. അപ്പൊ നമ്മുടെയൊക്കെ ഗുണം എന്താന്ന് പറഞ്ഞാൽ ഡിഫറൻഷൻ ഭയങ്കര കുറവാണ്. കാരണം എന്താ, നമ്മളിതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ്. ആദ്യം തന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഫൈൻ എടുക്കില്ല. പിന്നെ ഇതാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഡിസിഷൻ മേക്കിംഗ് ആണ്. രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ എലിജിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ഒന്നെങ്കിൽ ഇവന് എന്താണ് സാമ്പത്തികം മുടക്കി പോകാൻ പറ്റുന്നവരാണോ, സോഴ്സ് ഓഫ് ഫണ്ട് കാണിക്കാനുണ്ടോ, ഇൻകം പ്രൂഫ് ഉണ്ടോ, എഡ്യൂക്കേഷൻ ലോൺ പൈസ ഇല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടോ, അതുപോലെയുള്ള കാര്യങ്ങൾ കാണിക്കാനുള്ള ആളുകളുണ്ടോ, വ്യക്തി ഉണ്ടോ, സേവിംഗ് ഉണ്ടോ, ടാക്സ് അടയ്ക്കുന്നവരാണോ. ഇതൊക്കെ അച്ഛൻ്റെ അമ്മയുടെ തൊഴിൽ നോക്കുന്നത്, അല്ലെങ്കിൽ ഇത് അവരുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇവരുടെ സാമ്പത്തിക നിലയെ കുറിച്ചും അവരുടെ ഡ്രീമിനെ കുറിച്ചും നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിന് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ വീടൊക്കെ സ്ഥലം കൊടുക്കാനുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ 60 ലക്ഷം രൂപയാണ് പഠിക്കാൻ വേണമെങ്കിൽ ഏകദേശം വാല്യൂ എത്ര ഉണ്ടായിരിക്കും, 1 ലക്ഷം രൂപ വാല്യൂ ഉണ്ടോ സ്ഥലത്തിന്. ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് ഫിൽറ്റർ എടുക്കാനും ഫിനാൻഷ്യൽ എലിജിബിലിറ്റി ഉള്ളവരാണോ. ഓക്കെ. അടുത്തെന്ന് പറഞ്ഞാൽ അക്കാഡമിക് എലിജിബിലിറ്റി ആണ്. അക്കാഡമിക് എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കോഴ്സ് ഫൈൻഡർ കാണിച്ചിട്ട് ആ കോഴ്സ് ഫൈൻഡറിനകത്ത് അക്കാഡമിക് എലിജിബിലിറ്റി അവർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTS വേണം, ചിലത് IELTS വേണ്ട, പിന്നെ എന്താണ് പറയാ വിത്ത് മാത്സ് വേണം, വിത്തൗട്ട് മാത്സ് വേണ്ട, 10+3 വേണം. ഇപ്പൊ ജർമ്മനി പോലുള്ള കൺട്രീസിലാണെങ്കിൽ 10+3 ബേസിക് എഡ്യൂക്കേഷൻ വേണം, പിന്നെ 10+2 ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പല അക്കാഡമിക് എലിജിബിലിറ്റി ഉള്ള ഒരാൾ
ആളാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിനാണ് അക്കാഡമിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. മാർക്ക് ഷീറ്റ് ഉണ്ടോ, പിന്നെ അതുപോലെ തന്നെ +2 70% മാർക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് IELTS, അതായത് മീഡിയം ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് മീഡിയം ആണോ പഠിച്ചത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് ഗ്യാപ്പ് കൂടുതൽ വന്നിട്ടുണ്ടോ, ഇപ്പം UG-ക്കാണ് നോർമലി 3 വർഷം ഗ്യാപ്പും PG-ക്കാണ് 5 വർഷമാണ് സാധാരണ അക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഏജ് ഓവർ ആയോ, 28-30 വയസ്സ് വരെ വിസയ്ക്ക് വലിയ പ്രശ്നമില്ല. അതിനുശേഷമാണ് ഇവർ വരുന്നതെങ്കിൽ വിസയ്ക്ക് പ്രശ്നമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ 35 വയസ്സ് വരെ എവിടെ ഇരുന്ന ഒരാൾ സുപ്രഭാതത്തിൽ വന്ന് പറയുകയാണെങ്കിൽ ഡിപ്ലോയ്ക്ക് പോകണം എന്ന് പറയുമ്പോൾ ഇവന് സെയിം ഫീൽഡിലാണ് ഇവൻ ചെയ്തതെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിസ റിജക്ഷൻ ആവും. മനസ്സിലായി? അപ്പം അക്കാഡമിക് എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. കരിയർ പാത്വേ ആയിട്ടുള്ള കൺട്രീസും അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് അവന് കൊടുക്കണം. ഇനി അടുത്തതാണ് വിസ എലിജിബിലിറ്റി കിട്ടുമോ? അക്കാഡമിക് വിവരമൊക്കെയാണ്. പക്ഷെ ഇതെല്ലാം ഒക്കെ ആണെങ്കിൽ വിസ കൊടുക്കുന്ന ഏതൊരു രാജ്യത്തെ കൺട്രിയാണ് വിസ ഓഫീസറാണ്. അപ്പൊ വിസ ഏതൊരു രാജ്യങ്ങളിലൊക്കെ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വിസ റിജക്ഷൻ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓവർ സ്റ്റേ വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പഠിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് അവിടുന്ന് തൊഴിലോട്ട് മാറി അവനെ അവിടുന്ന് ഡീവാർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവന് കാരന്റെ ഒരു ഇതാണ്, അല്ലെങ്കിൽ ഒരു അമേരിക്ക പോലുള്ള ഇടത്തിലേക്കാണ്, പാലസ്തീനിലേക്ക് പോയിട്ടുണ്ട്, റഷ്യയിലേക്ക് പോയിട്ടുണ്ട്, ഡെഫിനറ്റ്ലി അവന് വിസ റിജക്ഷൻ ആവും. അവരുടെ ഒരു 6 മാസത്തിനുള്ളിൽ അവൻ നെഗറ്റീവ് കൺട്രീസ്, അവരുടെ ആ രാജ്യത്തിന്റെ നെഗറ്റീവ് കൺട്രിയിലേക്ക്, ഇപ്പം സിംഗപ്പൂരാണ് പോകുന്നെങ്കിൽ നേപ്പാളിൽ അവന് അടുത്ത 6 മാസം നേപ്പാളിലോട്ട് പോയിട്ട് അവൻ കിട്ടി. അങ്ങനെ ഹിസ്റ്ററി, ട്രാവൽ ഹിസ്റ്ററി ഓക്കെ ആണോ എന്നുള്ളത് വിസ ഓഫീസർ നോക്കും. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻസിന് അധികം വലിയ പ്രശ്നമില്ല, എല്ലാ കൺട്രിയിലും അക്സെപ്റ്റൻസ് ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ദുബൈയിലെ പാകിസ്ഥാനിയും ബംഗ്ലാദേശിയും എല്ലാം ദുബൈയിലേക്ക് വിസ കൊടുക്കുന്നത്, ഈവൻ വിസിറ്റ് വിസ കൊടുക്കുന്ന പോലെ അവർ ബാൻ ചെയ്യും. അതുപോലെ തന്നെ അതൊക്കെയാണ് വിസ ഓഫീസർ എപ്പോഴും നോക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള പ്രൂഫുകളാണോ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ് കിട്ടിയിട്ടുണ്ടോ, GT ക്ലിയറൻസ് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിന്റെയും ആ രാജ്യത്തിന്റെ, ഓസ്ട്രേലിയയാണ് GT എന്ന് പറയും, കാസ് എന്ന് പറയും. അതുപോലെ തന്നെ ഓരോ രാജ്യത്തു നിന്നും അവിടുന്ന് ഒരു മിനിസ്ട്രിയുടെ ഒരു അപ്രൂവൽ വേണം. ആ അപ്രൂവൽ വന്നിട്ടുണ്ടോ? പിന്നെ ഇവർ വെച്ചിരിക്കുന്നതെല്ലാം ഡമ്മി ഉഡായിപ്പ് സർട്ടിഫിക്കറ്റ് കൊണ്ടാണോ വന്നത്? ഇപ്പൊ അവന് ഇവിടെ ഇന്ത്യയിൽ പഠിച്ചു എന്ന് പറഞ്ഞു, ഡിഗ്രി എന്ന് പറഞ്ഞു, ഉഡായിപ്പ് സർട്ടിഫിക്കറ്റ് കൊണ്ടാണോ വന്നിരിക്കുന്നത്? ഫേക്ക് മാരേജ് ആണ്. അപ്പൊ ഈ കാനഡയ്ക്ക് പോകുമ്പോൾ ഫേക്ക് മാരേജ്, സ്വന്തം പെങ്ങളെ ഒരു മാരേജ് ചെയ്ത് പോയിട്ട് അവിടെ ചെന്ന് ഡിവോഴ്സ് ചെയ്യും. എന്താ പെങ്ങളെ കൊണ്ടുപോയായിരുന്നു ഇന്റൻഷൻ, അല്ലാതെ വേറെ ഒന്നുമില്ല. മാരേജ് സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യും, ഡിവോഴ്സ് ചെയ്യും. എന്നിട്ട് പറയും ഇതാണ്. അങ്ങനെയൊക്കെ പല ഇന്ത്യൻസും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ള പല കാര്യങ്ങളും പാസ്പോർട്ട് ഓഫീസർ നോക്കും. അതാണ് പാസ്പോർട്ട് നോക്കി, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ നമ്മൾ നോക്കി, ഡിസിഷൻ മേക്കിംഗ് നോക്കി. പക്ഷെ വിസയ്ക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇതാണ് വിസ ഓഫീസറുടെ ആംഗിളിൽ ചെക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ 5-മത്തെയാണ് രജിസ്ട്രേഷൻ ഫീറ്റ് ആണെന്ന് നോക്കണം. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് അവൻ കേട്ടുപോയി. നിങ്ങൾ ഒരു ചാരിറ്റി സർവീസ് പോലെ, അല്ലെങ്കിൽ ഒരു കെയർ സെന്റർ പോലെ, അല്ലെങ്കിൽ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ എല്ലാ അറിവും നിങ്ങൾ കൊടുത്തിട്ട് എപ്പോഴും നിങ്ങൾ ഒരു മുഴുവൻ അറിവ് ഒരു ക്ലയന്റിന് കൊടുക്കരുത്. എപ്പോഴും ഒരു കുറച്ച് നിങ്ങൾ ബാക്കി വെച്ചേക്കണം. എന്താണ് ഈ അർജുനന്റെ ബ്രഹ്മാസ്ത്രം പോലെ, അല്ലെങ്കിൽ ഇതുപോലെ എപ്പോഴും കുറച്ച് അറിവ്. കാരണം എല്ലാം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വിളിച്ചാൽ ഫോൺ കൂടി എടുക്കില്ല. എപ്പോഴും നിങ്ങൾ കൗൺസിലിങ്ങും അതുപോലെ തന്നെ കൺട്രി സെലക്ഷനും ഫ്രീ ആയിട്ട് കൊടുക്കാവുള്ളൂ. യൂണിവേഴ്സിറ്റി സെലക്ഷനും കോഴ്സ് സെലക്ഷനും എപ്പോഴും ഒരു രജിസ്ട്രേഷൻ വാങ്ങിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലൈന്റ് നിലനിൽക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ അറിവും എടുത്തു, എല്ലാ കാര്യങ്ങളും എടുത്തു, ഇവൻ നിങ്ങളെ പിന്നെ വിളിച്ചെടുക്കില്ല. ഇവൻ നേരെ അടുത്ത ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി രജിസ്റ്റർ ചെയ്യും. അവന്റെ അടുത്തുള്ള നിങ്ങളെ വിചാരിക്കുക നിങ്ങളുടെ അറിവ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. കാലത്ത് അറിവ് നമ്മളെല്ലാവരും സർക്കാർ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ നമുക്ക് കർണാടക അടയ്ക്കുന്ന വാടക അടയ്ക്കുന്ന എംപ്ലോയി സാർക്ക് കൊടുത്താലും നിങ്ങൾക്ക് സാർക്ക് തരുന്നത് നിങ്ങളുടെ എംപ്ലോയർ തന്നെയാണ്. അദ്ദേഹത്തിനൊരു ഈഗോ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താണ് നിങ്ങൾക്ക് അവർക്ക് സാലറി കിട്ടാനും ഇൻസെന്റീവ് കിട്ടാനും ടൈറ്റിൽ കിട്ടാനും സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എംപ്ലോയി ആണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഇതാണ്. നിങ്ങൾ ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2 രജിസ്ട്രേഷനിലും സ്ഥാപനത്തിൽ ചെയ്തിട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഓണർ ആണെങ്കിൽ നിങ്ങൾ ഇത്രയും സാധനങ്ങൾ, ഇത്രയും സമയം, ഇത്രയും എഫോർട്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സീസൺ നിങ്ങൾ ഗ്രാഫിക് ചെയ്യാനുള്ള മാക്സിമം എഫോർട്ട് എല്ലാ സർവീസും ചെയ്യണം. ചുമ്മാ ഇരുന്ന് കട തുറന്നുകൊണ്ടിരുന്നത് വിചാരിച്ചുകൊണ്ട് ഇത് നമ്മൾ നമ്മളിപ്പം ഇവൻ മീൻകടയാണ് നടത്തുന്നത് പോലും നമ്മൾ മാർക്കറ്റ് ചെയ്ത് നടത്തുന്നത്, അതായത് നമ്മൾ തുണി കട തുറന്നു വെച്ചെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും തുണിക്കച്ചവടം നടക്കില്ല. അത് ആദ്യം താമസിച്ച് അത് കൂട്ടിപ്പോകും. എത്ര വലിയ സ്ഥാപനമാണെങ്കിലും ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, ലീഡ് ജനറേഷൻ, ഡെയിലി ആക്ടിവിറ്റി, ഒക്കേഷൻ ഹാൻഡ്ലിംഗ് ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യില്ല. അപ്പൊ രജിസ്ട്രേഷന് ഡെഡ് ലൈൻ കൊടുത്തിട്ട് സാറേ ഇന്നാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്,
അല്ലെങ്കിൽ ഇന്ന ദിവസമാണ് ചെയ്തില്ലെങ്കിൽ സ്കോളർഷിപ്പ് നമുക്ക് നഷ്ടപ്പെടും. ഇന്ന് പറഞ്ഞിട്ട് ഇന്ന് പ്രൊഡക്റ്റ് പ്രസിഡന്റ് 2 മാസം കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ ഇന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ ഇന്നത്തെ കാര്യമാണ്, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നടക്കേണ്ട കാര്യമാണ്. 2 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത്, സാർ അന്ന് അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ആ കൺട്രിയുടെ നിയമങ്ങളും അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളും മാറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് കയ്യോടെ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ മേടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് രജിസ്ട്രേഷൻ ഫിറ്റ് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു കൊടുത്തു, ലാസ്റ്റ് നിങ്ങളുടെ കൂടെ രജിസ്ട്രേഷൻ അവർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെടുത്ത സമയവും എല്ലാം വേസ്റ്റ് ആവും. കറക്റ്റ് ആണോ? അതെ സാർ. തീർച്ചയായിട്ടും. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നമുക്ക് മിഷൻ 100-ല് നമുക്കൊരു സ്ട്രോങ് കൗൺസിലിങ്ങും ലീഡ് ജനറേഷനും ഫാസ്റ്റ് ആയിട്ടുള്ള ഇത് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഒന്നിച്ച് ഇപ്പൊ നമ്മളുടെ ബെനിഫിറ്റ് മാത്രമല്ല, ഹെഡ് ഓഫീസിന്റെ ബെനിഫിറ്റ്, അതോടൊപ്പം തന്നെ പാർട്ണർ പാർട്ടികളുടെ ബെനിഫിറ്റ്, അതോടൊപ്പം തന്നെ ക്ലൈന്റിന്റെ 100% ബെനിഫിറ്റില് ചെയ്തുകൊണ്ട്, കസ്റ്റമറിന് കൂടുതൽ ബെനിഫിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ദൈവം നമുക്ക് എല്ലാ സപ്പോർട്ടും തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ആക്ഷൻ ഈസ് ഇമ്പോർട്ടന്റ്. എല്ലാം കേട്ടിരുന്ന ഇന്നും ട്രെയിനിങ് എടുത്തു, എല്ലാ കാര്യവും ചെയ്തു, നിങ്ങൾ ഇതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ വീണ്ടും മടിയാണ്. പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചിലരുടെ പ്രശ്നം ഇതാണ്, പൈസ ഇല്ല, ലീഡ് ജനറേറ്റ് ചെയ്യാൻ പൈസ ഇല്ല, ഓഫീസ് ഇടാൻ പൈസ ഇല്ല, സോഫ്റ്റ്വെയർ മേടിക്കാൻ പൈസ ഇല്ല. പൈസ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നുണ്ടാകുന്ന? പൈസ വേണ്ട ശരിക്കും ഒന്നിനും. നമ്മുടെ ഒരു ശ്രമം ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് എല്ലാം കൊണ്ടുവരും. അത് നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ, നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങോട്ട് വരുന്ന. പൈസയുടെ പുറകെ നിങ്ങൾക്ക് കൊണ്ട് ആവശ്യമില്ല, പൈസ നിങ്ങളുടെ പുറകെ വരിക. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നിങ്ങൾക്ക് പൈസ കിട്ടുക. ഞാനും അത് തന്നെയാണ്. ഞാൻ ഇന്ന് എന്തെങ്കിലും വളരെ പാവപ്പെട്ട വീട്ടിലായിരുന്നു, നിരാശ ക്യാമ്പിൽ കിടന്നു, ഞാൻ പൈസ കൊണ്ട് വലിയ ആളാലും വിശ്വസിക്കുന്നുമില്ല. പക്ഷെ എനിക്ക് എന്റെ കാര്യങ്ങൾ, എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാനുള്ള പൈസ ദൈവം തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐ ആം ബിലീവിങ് മണി ഈസ് ദ ഈക്വൽ ടു ആക്ഷൻസ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇന്നെല്ലാം കേട്ടു, എല്ലാ ട്രെയിനിങ് കേട്ടു, ചുമ്മാ ഒരു അറിവ് പോലെ നിങ്ങൾ മനസ്സിലോട്ട് ഇതിനു വേണ്ടി നാളെ തൊട്ട് അല്ലെങ്കിൽ ഇന്നോട്ട് നിങ്ങൾ ഒരു ആക്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ, ഇതിനുള്ള പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ, ഇതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. നിങ്ങളൊരു പാവപ്പെട്ടവനായിട്ട് ജനിച്ച് പാവപ്പെട്ടവനായിട്ട് തന്നെ നിങ്ങൾ മരിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ലോകത്തിലുള്ള ഒരു സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ എന്നും പ്രശ്നക്കാരായിരിക്കും, എന്നും രോഗിയായിരിക്കും, എന്നും ബുദ്ധിമുട്ടിലേക്കായിരിക്കും പോവുക. എപ്പോഴും ഒരു ചലഞ്ച്. ബുദ്ധിമുട്ട് എന്താണോ ഉണ്ടാകുന്നത് ഏറ്റവും വലിയ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഡെഫിനറ്റ്ലി അതിനൊരു സക്സസ് സ്റ്റോറിയും കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ കൂടുതൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്നെ അപ്രീസിയേറ്റ് ചെയ്യാം. അതിനകത്ത് നമുക്ക് ഈ ഒരു ജേർണി ലോക നന്മയുള്ള, അത് നമുക്ക് എല്ലാവർക്കും മ്യൂച്വൽ ബെനിഫിറ്റ് ഉള്ള ഈ ഒരു മിഷൻ കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് വിജയിപ്പിക്കാം. ഇന്നത്തെ യൂസ്ഫുൾ ആണോ? ആരെങ്കിലും വന്നൊരു ടെസ്റ്റിമോണി ചെയ്താൽ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെങ്കിൽ അതും പറഞ്ഞാൽ സന്തോഷമായിരിക്കും. എന്തെങ്കിലും അപ്ഡേഷൻസ് വേണം, അല്ലെങ്കിൽ ഇനി കൂടുതൽ അതിനെ കുറിച്ച് എന്തെങ്കിലും സപ്പോർട്ട് വേണം എങ്കിൽ ഐ ആം റെഡി ടു നിങ്ങളെ സപ്പോർട്ട്. കാരണം നിങ്ങളുടെ വിജയമാണ് നമ്മുടെ വിജയം. എന്റെ പാർട്ണർ ഓരോരുത്തരും വിജയിച്ചാൽ അതിലൊരു പാർട്ടാണ് ഹെഡ് ഓഫീസിൽ കിട്ടുക. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയധികം എല്ലാ ഫ്രീ ട്രെയിനിങ്ങുകളും, ഇത്രയധികം എഫോർട്ടുകളും, ഇത്ര റിസർച്ചുകളും, ഇത്ര എംപ്ലോയും, ഇത്ര ഇൻഫ്രാസ്ട്രക്ചറും, ഹെഡ് ഓഫീസിന്റെ ഓരോ എംപ്ലോയി സ്ട്രക്ചറും എല്ലാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ടാണ്. നല്ല എഫക്റ്റീവ് സ്ട്രക്ചറാന്നൊക്കെ റിട്ടേൺ വരുന്നുണ്ട്. താങ്ക് യു. നല്ല എഫക്റ്റീവ് ക്ലാസ് ആയിരുന്നു സാറേ. എല്ലാ പോയിന്റ്സും കുറച്ചൊക്കെ എഴുതിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായും ഇത് ഇനി സാറ് പറഞ്ഞ പോലെ ഇത് കയ്യിലിരിക്കുന്നതല്ല, എടുത്ത് ഉപയോഗിക്കുന്നതിലാണ്. തീർച്ചയായും വരും ദിവസങ്ങളിൽ അതിനുവേണ്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ചെയ്യും. എൻ്റെ പേര് സുഭാഷ് എന്നാണ്, സ്ഥലം ഇരട്ടയാറാണ്, കട്ടപ്പന. തീർച്ചയായും താങ്ക് യു സാർ. താങ്ക് യു. സാറിനൊക്കെ നമ്മുടെ കട്ടപ്പന ഓഫീസ് മാക്സിമം യൂസ് ചെയ്യാട്ടോ. ചെയ്യാം സാറേ, തീർച്ചയായും. സാറിന്റെ ടീമിനും നന്ദി പറയുന്നു. കൂടുതൽ ഇൻഫോർമേഷൻസ് വേണം, കാരണം അറിവ് കൂടുമ്പോൾ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ ഇച്ചിരി സ്ട്രോങ് ആകാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ ആർക്കെങ്കിലും കൂടുതൽ സ്പീഡ് കൂടുതലായിരുന്നു അങ്ങനെ റെക്കോർഡ് ലിങ്ക് നമ്മുടെ മെയിൻ ഗ്രൂപ്പുകളിലൊക്കെ ഇടുന്നതാണ്. വീണ്ടും കേട്ടുകൊണ്ടിരിക്കുക. അറിവ് എത്ര കൂടുന്നോ അത്രയും നമുക്ക് ഇതാവും. പിന്നെ അറിവ് അപ്ഡേറ്റഡ് ആവുകയും ചെയ്യണം. ഇന്ന് പഠിക്കുന്ന കാര്യമല്ല നാളെ. കാരണം ടെക്നോളജിയൊക്കെ ഇത്ര അഡ്വാൻസ് ആകുന്നതുകൊണ്ട് ലോകത്തിൽ പല മാറ്റങ്ങളും നടക്കുന്നുണ്ട്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡെഫിനറ്റ്ലി എന്നെ പറ്റുന്ന പലതും ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് സോഫ്റ്റ്വെയറിലാണെങ്കിലും ശരി, നിങ്ങൾ മേടിച്ചിരിക്കുന്ന ഓരോ സോഫ്റ്റ്വെയർ. പിന്നെ ചിലരൊക്കെ ഇനിയും സോഫ്റ്റ്വെയർ മേടിക്കാതെ ഇങ്ങനെ നൈസായിട്ട് പോകുന്നവരുണ്ട്. സക്സസ് ആവില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. കാരണം ടൂളില്ല. ആശാരിപ്പണി ചെയ്യുമ്പോൾ ആശാരിക്ക് കുടിയും കൊടിയും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്ത് പണിയാണ് ചെയ്യാൻ പറ്റുക? ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ചിലർ പറയും കാശില്ലാത്തതുകൊണ്ടാണ്. കാശൊക്കെ ഇതൊക്കെ വരുന്നേ ഒരു എന്താ പറയാ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കാശ് വരും. പിന്നെ നമ്മള് ചിലപ്പോ നമ്മളൊരു പാറ പൊട്ടിക്കാൻ ഒന്നാമത്തെ അടിയിൽ പൊട്ടുന്ന നിർത്തുന്നില്ല. ചിലപ്പോ 50ാമത്തെ അടിയിലായിരിക്കും പൊട്ടുന്നത്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് 1ാമത്തെ അടിയിലല്ല 50ാമത്തെ അടിയിലാണ് പൊട്ടിയത്. ഇതിന്റെ ഒരു കണ്ടിന്യൂസ് എഫോർട്ടാണ്. നമ്മളെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എഫോർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും നമ്മൾ ഡൗൺ ആവാതിരിക്കുക, സ്റ്റേ ട്യൂൺ ആയിരിക്കുക. അതുപോലെ തന്നെ ഡോണ്ട് ഗിവ് അപ്പ്, ഒരിക്കലും ഡൗൺ ആവരുത്. എന്തൊക്കെ പ്രശ്നങ്ങൾ മാർക്കറ്റിൽ ഉണ്ടായാലും, എന്തൊക്കെ ഫാമിലി പ്രശ്നം ഉണ്ടായാലും,
ക്ലൈമറ്റിക് പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ജന്മോദ്ദേശം നമുക്ക് ഇത്രയേ നമുക്കുള്ളൂ എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ വിജയിച്ച് കാണിക്കണം. നമുക്കുണ്ടെങ്കിലേ നമുക്കുള്ളൂ, നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിലേ നമുക്ക് അച്ഛനമ്മയ്ക്ക് നല്ല ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ, സമൂഹത്തിന് നന്മ ചെയ്യാൻ പറ്റുള്ളൂ, ചാരിറ്റി ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു കോൺഫിഡൻസോടുകൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാം നമുക്ക് അവസരങ്ങളായി. നമ്മളത് കണ്ണു തുറന്ന് നോക്കണമെന്ന് മാത്രം. നമുക്കൊന്നും ഇല്ല 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 നമ്മൾ ചിന്തിക്കേണ്ട, എല്ലാം നമുക്കുണ്ട്. നമ്മൾക്ക് ആരും തീരാരോഗങ്ങൾ ദൈവം വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ എല്ലാ കാഴ്ചയുണ്ട്, കണ്ണുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഇന്ന് പ്രവർത്തിച്ചാൽ മാത്രം മതി. ഇതൊന്നും നമ്മൾ പ്രവർത്തിച്ചില്ലേ, ഈ മാർക്കറ്റ് ഗ്രാബ് ചിലരിങ്ങനെ ഓരോ വർഷം സക്സസ് സ്റ്റോറി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. 7000 പേരെ വിട്ടു, 5000 പേരെ വിട്ടു, 5000 ചെയ്തു, എനിക്ക് ഇത്രയും അതെങ്ങനെ ചെയ്തു, അവര് ഇന്ന കോളേജ് പർച്ചേസ് ചെയ്തു, ഇന്ന് ചെയ്തു. എന്റെ ഒരു പാർട്ണർ, എന്റെ കൂടെ വന്ന 4 വർഷം മുമ്പ് വന്ന പാർട്ണർ സിംഗപ്പൂരിൽ കോളേജ് സ്വന്തമായിട്ട് ഹയർ ചെയ്തിട്ട് അഡ്മിഷനിൽ കൂടെ മാത്രമാണ്. എന്റെ അന്ന് 4 വർഷം മുമ്പ് വരുമ്പോ സ്റ്റഡീന്റെ ചെയ്തിട്ട് കടം കയറിയിട്ട് പിന്നെ സാറേ ടോട്ടലി മിസ്ഡ് ആണെന്ന് പറഞ്ഞ ആള് അന്ന് മോട്ടിവേറ്റ് ചെയ്ത് 2 ചെറുപ്പക്കാരാണ്. ഇന്ന് അവര് സിംഗപ്പൂരില് പ്രൈവറ്റ് കോളേജ്, അവര് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് തന്നെ മാർക്കറ്റിംഗ് മനസ്സിലായി, അവര് സ്വന്തമായിട്ട് പ്രൈവറ്റ് കോളേജ് അവര് അവിടെ ലീസിനെടുത്തു. അപ്പൊ ഓൺലി രജിസ്ട്രേഷനിൽ നിന്ന് മാത്രമാണ് മനസ്സിലായി. സിംഗപ്പൂർ എന്ന് പറഞ്ഞ ഒറ്റ കൺട്രിയാണ് അവർ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് കോളേജ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം അത്രയും ഓപ്പർച്യൂണിറ്റി നമ്മുടെ മാർക്കറ്റിലുണ്ട്, അത്രയും സംഭവം ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സാറേ ഒരു കാര്യം, സാറിന്ന് എടുത്തുന്ന സെക്ഷൻസ് എല്ലാ പോയിന്റുകളൊന്നും എഴുതിയെടുക്കാൻ പറ്റില്ല. ഇതിന്റെ PDF അങ്ങനെ ഞാനിപ്പം മെയിൻ ഗ്രൂപ്പിൽ തന്നെ ഞാൻ പവർ പോയിന്റ് തരട്ടെ. ഓക്കെ സാറേ, ഓക്കെ. എന്റെ വാട്സാപ്പിൽ തരുന്നുണ്ട് ഞാൻ പ്രൈവറ്റ് ആയിട്ട് എല്ലാം. ഓക്കെ സാറേ, താങ്ക് യു സാർ. ഓക്കെ, റെക്കോർഡ് വീഡിയോ എന്തായാലും ഗ്രൂപ്പിൽ ഇടുന്നുണ്ടാവും. കാരണം ഞാൻ ഒത്തിരി എഫോർട്ട് എടുത്ത് ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങളത് പക്ഷെ മേടിച്ച് ചുമ്മാ വെറുതെ വയ്ക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിനെ പഠിപ്പിക്കാനും കൂടുതൽ ആളുകളെ പഠിപ്പിക്കാനും. ഓക്കെ സാർ. പണ്ട് ഞാൻ ഇതെല്ലാം പേയ്മെന്റ് കൊടുത്ത് പഠിച്ച കാര്യങ്ങളാണ്. നിങ്ങൾക്കെല്ലാം ഞാൻ ഫ്രീ ആണ്. ഓക്കെ, താങ്ക്സ് സാർ. ശരി, എന്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും വിജയിക്കാം. ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ചോ? എന്തെങ്കിലും എനിബഡി? ജോണി ജോസഫ് സാറ് ഹായ് പറയും സാർ. പ്ലാസ്മ സാർ, ഇന്നത്തെ മീറ്റിംഗ് നന്നായിരുന്നു. ഞാനിപ്പോ നമ്മളിത് ഫസ്റ്റ് മീറ്റിംഗ് ആണ് നമ്മുടേത്. അപ്പോ കുറച്ച് കാര്യങ്ങൾ പറ്റി ഇനി നമുക്ക് ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ ഗ്രൂപ്പിലിട്ട് തരാം സാർ. ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പഴയതെല്ലാം പഠിക്കാൻ നമുക്കിപ്പോ പെട്ടെന്ന് തുടങ്ങി നമുക്ക് കാര്യം. ഓക്കെ, എല്ലാവർക്കും ആശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു സാർ. Thank you, sir. Thank you for the wonderful section. Thank you all the participants. Let's wind up the meeting.